മാലകൾ ചാർത്തിടുമേ. നമസ്കാരം, ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ. VKC പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് India's pride, my pride. VKC Pride. Celebrate hard work. സംസ്ഥാനത്ത് വീണ്ടും ദുരിതപ്പെയ്ത്ത്. തൊടുപുഴ കുടയത്തൂരിൽ ഉരുൾപൊട്ടലിൽ 5 മരണം. പത്തനംതിട്ടയിൽ വെള്ളക്കെട്ട്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. 3 ദിവസം കൂടി മഴ തുടരാൻ സാധ്യത. സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പരാമർശം വിവാദത്തിൽ. വരുമാനം കണ്ട് ഹിന്ദുക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ശ്രമിക്കുന്നു. താനും ജസ്റ്റിസ് യു ലളിതും ചേർന്ന് നീക്കം തടഞ്ഞെന്ന് വെളിപ്പെടുത്തൽ. പ്രസ്താവന ഉചിതമെന്ന് BJP. ചികിത്സയ്ക്കായി കോടിയേരി ബാലകൃഷ്ണൻ ചെന്നൈയിലേക്ക് തിരിച്ചു. ഫ്ളാറ്റിലെത്തി കോടിയേരിയെ കണ്ട് മുഖ്യമന്ത്രി. KSRTCയിൽ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കുമെന്ന് മന്ത്രി ആന്റണി രാജു. വരവും ചെലവും തമ്മിൽ 96.5 കോടിയുടെ അന്തരം. പെൻഷൻ കുടിശ്ശിക വിതരണം ഇന്നു മുതൽ. ശമ്പള പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിയുമായി വൈകിട്ട് വീണ്ടും ചർച്ച. വയനാട്ടിൽ റിസോർട്ടുകളുടെ മറവിൽ വ്യാപക വനം കയ്യേറ്റം. പൊളിച്ച ജണ്ടകൾ പുനർനിർമ്മിച്ചു. ശക്തമായ നടപടിയെന്ന് DFO. ന്യൂസ് 18 ഇംപാക്ട്. വയനാട്ടിൽ ആദിവാസി വിഭാഗം സംവരണ പട്ടികയ്ക്ക് പുറത്ത്. പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ കേന്ദ്ര സർക്കാർ. കിത്താഡ്സ് ആവശ്യപ്പെട്ടിട്ടും നടപടിയില്ല. റിലയൻസ് ഇൻഡസ്ട്രീസ് 45ാം വാർഷിക ജനറൽ ബോഡി ഇന്ന്. AGM ഉച്ചയ്ക്ക് 2 മുതൽ വിർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോമിൽ. നവ ഊർജ 5G മേഖലകളിൽ നിർണായക പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡ് വിതരണം വൈകിട്ട്. മുഖ്യാതിഥിയായി ഗവർണർ. പുരസ്കാരം 15 വിഭാഗങ്ങളിൽ. വാർത്തയിലേക്ക് വിശദമായി. തൊടുപുഴ കുടയത്തൂരിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ചു. സംഗമം ജംഗ്ഷനിലെ ചിറ്റടിച്ചാലിൽ സോമന്റെ അമ്മ തങ്കമ്മ, ഭാര്യ ഷിജി, മകൾ ഹിമ, കൊച്ചുമകൾ ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് സോമന്റെയും ഷിജിയുടെയും മൃതദേഹം കണ്ടെത്തിയത്. പുലർച്ചെ 3:30 ഉണ്ടായ ഉരുൾപൊട്ടലിൽ സോമന്റെ വീട് പൂർണ്ണമായും ഒലിച്ചുപോയി. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിന് സമീപമുള്ള 4 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. തൊടുപുഴ പുളിയൻമല റോഡിലൂടെയുള്ള രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. റവന്യൂ മന്ത്രി K രാജൻ അപകട സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു. അതിതീവ്ര മഴയാണ് പ്രദേശത്ത് രേഖപ്പെടുത്തിയത്. അറക്കുളത്തെ വെതർ സ്റ്റേഷനിൽ 131 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. സാഗർ വിവരങ്ങളുമായി ചേരുകയാണ്. സാഗർ, വലിയ ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായത്. 5 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഒരു കുടുംബമാകെ ഇല്ലാതായിരിക്കുന്നു മണിക്കൂറുകൾക്കുള്ളിൽ എന്ന ഒരു സാഹചര്യം. മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. രക്ഷാപ്രവർത്തനം നിർത്തിയോ? എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? അതിദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ രാത്രി തൊടുപുഴയ്ക്കടുത്ത് കുടയത്തൂരിൽ ഉണ്ടായത്. കുടയത്തൂരിൽ സംഗമം ജംഗ്ഷനിൽ ഈ കോളനിക്ക് സമീപ ഉരുൾപൊട്ടലിൽ 5 വയസ്സുള്ള കുഞ്ഞടക്കം 5 പേരാണ് ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടത്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി 2 പേരുടെ മൃതദേഹങ്ങൾ ഇവരുടെ വീടിന് അല്പം താഴെ 100 മീറ്റർ താഴെ നിന്നും തങ്കമ്മയുടെയും ദേവാനന്ദിന്റെയും മൃതദേഹങ്ങളും തൊട്ടുപിറകെ
ജവാനത്തിന്റെ അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇതിനുശേഷം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് വീടിനുള്ളിൽ നിന്നും കിടപ്പുമുറിയാണെന്നാണ് അധികൃതർ പറയുന്നത്. അവിടെ നിന്നാണ് സോമന്റെയും ഭാര്യ ജയയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. എന്തായാലും ഈ ഇവരുടെ മരണം, ഈ ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയ ഇവരുടെ ഒരു മരണത്തിന്റെ ഒരു ഞെട്ടലിലാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ. കാരണം ഈ പ്രദേശം ഒരു ഉരുൾപൊട്ടൽ പ്രദേശമോ ഒരു മണ്ണിട്ട് നിലനിന്ന സ്ഥലമോ ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു അപകടമോ ഇതുവരെ ഈ പഞ്ചായത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. എന്തായാലും ഇവരുടെ വീടിന് മുകളിൽ നിന്ന് 500 മീറ്ററോളം മുകളിൽ നിന്ന് ഒരു ചുറ്റുരുൾ ഈ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കി. എന്തായാലും രക്ഷാപ്രവർത്തനം മണിക്കൂറുകൾ നീണ്ടതോടെ 5 പേരുടെ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്നും കണ്ടെടുത്തു. ഇവരെ ഈ 5 പേരുടെ മൃതദേഹങ്ങൾ തൊടുപുഴയിലുള്ള ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ്. മുകളിൽ നിന്നും വന്ന വലിയ ഉരുൾ ഇപ്പോൾ ഈ വഴിയിൽ വലിയ പാറകളും മറ്റും കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ അത് വഴിയിൽ നിന്നും നീക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ പുരോഗമിച്ചു വരുന്നത്. കാരണം വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ വയ്യാത്തവരും വലിയ പാറ കഷ്ണങ്ങളും മരങ്ങളും വഴിയിലും റോഡിലും മറ്റും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. മന്ത്രി രാജൻ അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി, കളക്ടർ, MP ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. എന്തായാലും ഈ 5 പേരുടെയും മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം പൊതുദർശനത്തിന് വെക്കും. ഇത് എവിടെ സംസ്കരിക്കണം എന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇവർക്കുണ്ടായിരുന്ന സ്ഥലവും വീടും എല്ലാം തന്നെ ഒലിച്ചു പോയിട്ടുണ്ട്. അതിനാൽ തന്നെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സ്ഥലത്താലി പൊതു ശ്മശാനത്തിൽ എവിടെയാണ് സംസ്കരിക്കുക എന്ന കാര്യത്തിലേക്ക് തീരുമാനമായിട്ടില്ല. 1 മണിക്കൂറിന് ശേഷം ഇത് സംബന്ധിച്ച് മന്ത്രി വ്യക്തമാക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പുളിയന്മല തൊടുപുഴ വഴിയുള്ള രാത്രികാല യാത്ര കളക്ടർ നിരോധിച്ചു കഴിഞ്ഞു. ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയാണ് ഈ അറസ്തളം രേഖപ്പെടുത്തിയത്. കൊടയത്തൂരിൽ രേഖപ്പെടുത്തിയത് അതിശക്തമായ മഴയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഉരുൾപൊട്ടിയതും ഈ 5 പേരടങ്ങുന്ന ഈ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയതും. എന്തായാലും അതിന്റെ തന്നെ ഒരു ഞെട്ടലിലാണ് ഈ ഗ്രാമവും. സാഗർ, അവിടെ 4 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ പേരെ മാറ്റി പാർപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണോ മനസ്സിലാകുന്നത്? ഇപ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? വരും ദിവസങ്ങളിൽ മഴയ്ക്കുള്ള ഒരു സാധ്യത പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജില്ലയിൽ കൂടുതൽ മുന്നൊരുക്കങ്ങൾ ആവശ്യമായി വരുമോ? തീർച്ചയായും അത്തരം ഒരു കാര്യം ആവശ്യമായി വരുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം മഴ ആരംഭിച്ചാൽ തന്നെ ഇടുക്കി ജില്ലയിൽ മലയോര മേഖലയാണ്. ജില്ലയിൽ പലയിടത്തും മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. അതിനാൽ തന്നെ മഴ ആരംഭിക്കുമ്പോൾ തന്നെ കടുത്ത ജാഗ്രതയിലാണ് ജില്ലയും ജില്ലാ ഭരണകൂടവുമെല്ലാം. ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് 4 വീട്ടുകാരാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഈ വീടുകളുടെ എല്ലാം മുറ്റത്തേക്കും പുറകുവശത്തേക്കും എല്ലാം തന്നെ മരങ്ങളും വന്ന് അടിഞ്ഞുകൂടിയ ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ വരും മണിക്കൂറുകളിൽ മഴ പെയ്താൽ, മണ്ണിടിച്ചിൽ ഉണ്ടായാൽ ഈ പാറകളെല്ലാം തന്നെ താഴേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്, വലിയൊരു അപകടം ഒഴിവാകുന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രദേശവാസികളായ 4 കുടുംബങ്ങളെ ഇപ്പോൾ കൊടയത്തൂരിലുള്ള സ്കൂളിലേക്ക്, ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. വേണ്ടി വന്നാൽ ഇവിടെ നിന്നും അധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് മന്ത്രിയും ജില്ലാ കളക്ടറും അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ആർക്കെങ്കിലും ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ അപകടത്തിന് ശേഷം മഴ ഇതുവരെ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏക ഒരു ആശ്വാസമായ ഒരു കാര്യം. എന്നാൽ വരും ദിവസങ്ങളിലോ വരും മണിക്കൂറിലോ മഴ പെയ്താൽ മുകളിൽ ഇന്നലെ വന്ന ഉരുളിന്റെ പല ഭാഗങ്ങളും പാറകളും മരങ്ങളും എല്ലാം പലയിടത്തും തട്ടിത്തടഞ്ഞ് നിൽക്കുന്നൊരു രംഗമുണ്ട് ഇവിടെ. ഈ മഴ കനത്താൽ ഇതെല്ലാം തന്നെ താഴേക്ക് പതിക്കാനുള്ള ഒരു സാഹചര്യം, കൂടാതെ മണ്ണിടുവാനുള്ള സാഹചര്യം നിർമ്മിക്കുന്നു. അതിനാൽ തന്നെ വേണ്ടി വന്നാൽ കൂടുതൽ വീട്ടുകാരെ, ഈ കുടുംബങ്ങളെ ഉൾപ്പെടെ ക്യാമ്പിലേക്ക് മാറ്റുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ശരി, സാഗറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. സാഹചര്യങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ആളുകളെ മാറ്റി പാർപ്പിക്കും എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. കനത്ത മഴയിൽ പത്തനംതിട്ടയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ചുങ്കപ്പാറ ടൗണിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. വെണ്ണിക്കുളം വാളക്കുഴി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നിങ്ങളിപ്പോൾ കാണുന്നത് ചുങ്കപ്പാറയാണ്. ചുങ്കപ്പാറ തൈക്കാ ഭാഗത്തു നിന്ന് വരുന്ന വെള്ളമാണിത്. ഇത് കണ്ടോ, സുനിലേട്ടൻ്റെ കടയൊക്കെ മുങ്ങി നിൽക്കുന്നതാണ്. ചുങ്കപ്പാറ കവല മൊത്തം വെള്ളത്തിലാണ്. കടകളും ആറ് പോലാണ് അവിടെ നിന്ന് ഒഴുകുന്നത്. ചരിത്രത്തിലാദ്യമായിട്ടാണ് ചുങ്കപ്പാറ ഇത്രയും വെള്ളം കയറുന്നത്. കവല മൊത്തം വെള്ളം, കടകളും. ശശിനാരായണനുണ്ട് വിവരങ്ങളുമായി. ശശിനാരായണൻ, അപ്രതീക്ഷിതമായി പെയ്ത അതിശക്തമായ മഴയാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള പ്രധാന കാരണം. ചുങ്കപ്പാറ ടൗണിൽ നിരവധി കടകളിൽ വെള്ളം കയറിയിരിക്കുന്നു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? മഴയ്ക്ക് കുറവുണ്ടോ? ഈ വെള്ളക്കെട്ടുള്ളിടത്തെല്ലാം വെള്ളം തിരിച്ചിറങ്ങുന്നുണ്ടോ? എന്താണ് സാഹചര്യം? രേണുക, ഈ ഇന്നലെ രാത്രി പെയ്ത മഴയിലാണ് ചുങ്കപ്പാറ ടൗണിലും വാഴക്കുന്നും അടക്കമുള്ള മേഖലകളിൽ റാന്നി അടക്കമുള്ള കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ വെള്ളം കയറുന്നത്. പക്ഷേ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. ഈ പ്രദേശങ്ങളിൽ വെള്ളം ടൗണിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. ചുങ്കപ്പാറയിലൊക്കെ വെള്ളം ഇറങ്ങുന്ന സ്ഥിതിയുണ്ട്. പത്തനംതിട്ട റിംഗ് റോഡിലും വെട്ടിപ്പുറത്തും ഒക്കെ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യമുണ്ട്. ഇവിടെയും വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടായതോടെ വെള്ളം ഇറങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഓടകളും അതുപോലെ തന്നെ തോടുകളും കരകവിഞ്ഞതാണ് പ്രധാനമായും ഈ മേഖലകളിൽ വെള്ളം കയറാനുള്ള സാഹചര്യമുണ്ടായത്. എന്തായാലും മഴയ്ക്ക് ശമനമുണ്ടായതോടുകൂടി ഈ പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. പക്ഷേ വലിയ നാശനഷ്ടം വ്യാപാരികൾക്കുണ്ടായിരിക്കുന്നു. കടകളിലെല്ലാം കയറി വെള്ളം കയറിയാൽ ഈ സാധനങ്ങളെല്ലാം വെള്ളം കയറി നശിച്ച നിലയിലാണ്. ഓണക്കാലത്ത് തന്നെ വലിയ ദുരിതമാണ് വ്യാപാരികൾ ഈ പ്രദേശങ്ങളിൽ അനുഭവിക്കുന്നത്. വെള്ളം ഇറങ്ങിയെങ്കിൽ പോലും വ്യാപാര സ്ഥാപനങ്ങൾ വൃത്തിയാക്കി ഇനിയും ഓണത്തിൻ്റെതായുള്ള കച്ചവടം നടത്തുന്നതിനൊക്കെ കഴിയാത്തൊരു സാഹചര്യം ഈ പ്രദേശങ്ങളിലെ വ്യാപാരികൾക്കുണ്ട്. കനത്ത നാശനഷ്ടമാണ് ചുങ്കപ്പാറയിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും അടക്കമുള്ള മേഖലകളിൽ ആളുകൾക്കുണ്ടായിരിക്കുന്നത്. വീടുകളിലും വെള്ളം കയറി ഉള്ള സ്ഥിതിയുണ്ട്. ഇതും ഇപ്പോൾ വെള്ളം ഇറങ്ങുന്ന വിശ്വാസമുള്ളത്. 136 മില്ലിമീറ്റർ മഴയാണ് ചുങ്കപ്പാറയിൽ ഇന്നലെ ലഭിച്ചത്. അത് തന്നെ വലിയ തീവ്ര മഴയായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് രാത്രി 2 മണി മുതൽ 6 മണി വരെ പെയ്ത മഴയിലാണ് ഇത്തരത്തിൽ വെള്ളം കയറാനുണ്ടായ സാഹചര്യമുണ്ടായത്. തിരുവല്ലയിൽ അടക്കമുള്ള പ്രദേശങ്ങളിലും ഈ പറഞ്ഞ സമാനമായ സ്ഥിതി തുടരുന്നുണ്ട്. വെള്ളം ഇറങ്ങുന്നതാണ് ഒരു ആശ്വാസം. വെള്ളം ഇറങ്ങുന്നതോടുകൂടി തന്നെ ഈ പ്രദേശങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടം വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുന്നുള്ള മുന്നറിയിപ്പ് നൽകിയതോടുകൂടി ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഈ പ്രദേശങ്ങളിൽ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും മഴയ്ക്ക് ശമനമുണ്ട്. നദികളുടെ ജലനിരപ്പിനും കുറവുണ്ട്. ശശിനാരായണനാണ് അവിടുത്തെ വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്തായാലും മഴ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വെള്ളം കയറിയ പ്രദേശങ്ങളിൽ നിന്നും വെള്ളം തിരിച്ചിറങ്ങുന്നുണ്ട്. അതൊരു ആശ്വാസമാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്നാണ് ശശിനാരായണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കോട്ടയത്തും വ്യാപക മഴക്കെടുതി. രാത്രി പെയ്ത ശക്തമായ മഴയിൽ പാമ്പാടി നെടുംകുന്നം പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. തോടുകൾ നിറഞ്ഞു കവിഞ്ഞു. നെടുംകുന്നം നെടുങ്കണ്ണി പാലത്തിലടക്കം വെള്ളം കയറി. ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ മഴ കുറഞ്ഞതോടെ വെള്ളം ഇറങ്ങാൻ തുടങ്ങി. ഇടവേള. കേരളത്തിന്റെ വ്യവസായ സംരംഭക ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് ആദരം. ന്യൂസ് 18 കേരള ബിസിനസ് അവാർഡുകൾ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മാനിക്കുന്നു. 2022 ഓഗസ്റ്റ് 29 വൈകിട്ട് 5:30 കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം. പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം. കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂലനാള. പേടികളെ പോകൂ മനസ്സുകളിൽ.
ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുളകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ. വാർത്തകൾ തുടരുന്നു. വിഴിഞ്ഞത്ത് ക്രമസമാധാനം തകർക്കാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തി സമരം പാടില്ലെന്നും ഹൈക്കോടതി. ഹർജി ബുധനാഴ്ച പരിഗണിക്കാനായി മാറ്റി. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. അനീഷ്, സുപ്രധാനമായ ഒരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവിടെ തീരദേശവാസികൾ സമരം ശക്തമാക്കുന്നതിനിടെ വരുന്ന ഉത്തരവാണ്. എന്തൊക്കെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്? രേണുക, അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരവും എന്നാൽ സമരസമിതിക്ക് നേരെ തിരിച്ചടി നൽകുന്നതുമാണ് ഇന്നത്തെ കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പറയുന്നത്. പ്രതിഷേധത്തിന്റെ പേരിൽ ഈ തുറമുഖ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവില്ല എന്ന് തന്നെ കോടതി പറയുന്നു. നിയമത്തിന്റെ പരിധിയിൽ നിന്നുള്ള സമരങ്ങൾ പ്രതിഷേധക്കാർക്ക് ആവാം, പക്ഷേ അതിന്റെ പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയുള്ള സമരം പാടില്ല എന്നും കോടതി പറയുന്നു. സമാധാനപരമായി സമരം നടത്തണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ക്രമസമാധാനം തകർക്കാൻ ഒരു തരത്തിലും അനുവദിക്കില്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഹർജി ബുധനാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റിയിരിക്കുന്നു. നേരത്തെ ഈ ഹർജിയിൽ കക്ഷി ചേരുന്നതിനായി സമരസമിതിയും അപേക്ഷ നൽകിയിരുന്നു. വിഴിഞ്ഞ മേഖലയിലെ ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമാക്കുന്ന അല്ലെങ്കിൽ ജീവിതം അസാധ്യമാക്കുന്ന രീതിയിലാണ് തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ പോലീസ് ഒരു തരത്തിലുമുള്ള സഹായം നൽകുന്നില്ല. വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ വരുമ്പോഴും സംസ്ഥാന സർക്കാരിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടാതെ സമരക്കാരെ പദ്ധതി പ്രദേശത്തിനുള്ളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. പോലീസ് മൂകസാക്ഷിയായി നിൽക്കുന്നു എന്നൊക്കെയാണ് അവർ വാദിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും സുരക്ഷ ആവശ്യപ്പെട്ട് അത്തരം സേനകളെ നൽകണം എന്നാവശ്യപ്പെട്ടാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ആ കേസിൽ ഇനി ബുധനാഴ്ച വാദം കേൾക്കും. രേണുക, അനീഷ്, ക്രമസമാധാനം തകർക്കരുത് എന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞുകൊണ്ട് സമരമാകരുത് എന്നും പറയുന്നു. പ്രത്യക്ഷത്തിൽ ഇത് സമരക്കാർക്കെതിരാണ് എങ്കിൽ പോലും അവരുടെ അവകാശങ്ങൾ ഉണ്ടല്ലോ, അവർക്ക് സമരത്തിനായാലും പ്രതിഷേധിക്കാനുമുള്ള അവകാശങ്ങളുണ്ട്. അത് സംരക്ഷിക്കുന്ന എന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ടോ? തീർച്ചയായും സമരം ചെയ്യുന്നതിനുള്ള അവകാശം ആളുകൾക്കുണ്ട് എന്ന് തന്നെ കോടതി വിലയിരുത്തിയിരിക്കുന്നു. പക്ഷേ ഈ സമരത്തിന്റെ പേരിൽ ഈ പദ്ധതി പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ആവില്ല എന്ന് കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നിയമത്തിന്റെ പരിധിയിൽ നിന്നുള്ള സമരം ചെയ്യാമെന്നും പറയുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളെ യാതൊരു വിധത്തിലും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നും പറയുന്നു. അദാനി ഗ്രൂപ്പിന്റെ പ്രധാന പരാതി ഇത് തന്നെയായിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ഈ സമരം ബാധിക്കുന്നു. തങ്ങളുടെ ജീവനക്കാർക്കിടെ ജീവന് സുരക്ഷ നൽകാൻ ഈ സമരം മൂലം കഴിയുന്നില്ല. നിർമ്മാണ സാമഗ്രികളടക്കം നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് സമരം നീങ്ങുന്നു. പദ്ധതി പ്രദേശത്തേക്ക് ഈ അതിക്രമിച്ച്
സമരക്കാർ കയറുമ്പോൾ സർക്കാർ അതിനെ തടയുന്നില്ല, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ അതിന് മൂകസാക്ഷികളായി നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുക. സർക്കാരിന് ഔദ്യോഗികമായി തന്നെ ഈ സുരക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അത്തരമൊരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്ന പരാതി പറയുന്നു. എന്തായാലും രണ്ട് തരത്തിൽ, അതായത് ഒന്ന്, സമരക്കാർക്ക് അവരുടെ സമരം ചെയ്യാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്നു, അവർക്ക് സമാധാനപരമായി അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്താമെന്ന് പറയുമ്പോഴും പദ്ധതി പ്രവർത്തനങ്ങൾ യാതൊരു കാരണവശാലും നിർത്താൻ പാടില്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ യാതൊരു വിധത്തിലും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ശരി, എന്തായാലും സമരസമിതിയുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. എന്താണ് അവരുടെ അടുത്ത നീക്കം എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇന്ന് സമരം കരയിലും കടലിലും കൂടുതൽ ശക്തമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കോടതിയിൽ നിന്നും ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് വരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണങ്ങൾ, ഇനി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയെന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളും വളരെ പ്രസക്തമാണ്. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ പിതാവിന്റെ ഓട്ടോറിക്ഷ ഇടിച്ച് മകൾക്ക് ദാരുണാന്ത്യം. കട്ടപ്പന വെള്ളിലാകണ്ടം സ്വദേശികളായ സജേഷ്, ശ്രീകുട്ടി ദമ്പതികളുടെ 2.5 വയസ്സുള്ള മകൾ ഹൃദയയാണ് മരിച്ചത്. ഇന്ന് രാവിലെ വീട്ടുമുറ്റത്താണ് അപകടം. VK സ്റ്റാലിനുണ്ട് വിവരങ്ങളുമായി. സ്റ്റാലിൻ, അങ്ങേയറ്റം ദുഃഖകരമായ വാർത്തയാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? വിവരങ്ങൾ എന്താണ്? തികച്ചും ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഇടുക്കിയിൽ നിന്നും ഇന്ന് വീണ്ടും നൽകാനുള്ളത്. രാവിലെ തൊടുപുഴയ്ക്കടുത്തുണ്ടായ ഉരുൾപൊട്ടലിൽ 5 പേരുടെ മരണത്തിനുള്ള വാർത്ത നമ്മൾ ചെയ്തതിനു ശേഷമാണ് അത് ഇപ്പൊ വീണ്ടും ഒരു കുട്ടിയുടെ മരണം ഉണ്ടായിരിക്കുന്നത്. അതും പിതാവിന്റെ വാഹനം ഇടിച്ച് മുറ്റത്ത് പിതാവ് ഓട്ടോറിക്ഷ തിരിക്കുന്നതിനിടെ 2.5 വയസ്സുകാരിയായ മകൾ മരിക്കുകയായിരുന്നു. കട്ടപ്പനയ്ക്ക് സമീപം വെള്ളിലാക്കണ്ടത്താണ് സംഭവം. വെള്ളിലാക്കണ്ടത്ത് സജേഷ്, ശ്രീകുട്ടി ദമ്പതികളുടെ 2.5 വയസ്സുള്ള മകൾ ഹൃദികയാണ് ഇന്ന് മരിച്ചിരിക്കുന്നത്. ഏറെ ദാരുണമായ സംഭവം. മുറ്റത്ത് വെച്ച് സ്വന്തം ഓട്ടോറിക്ഷ പുറകോട്ട് തിരിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന സമയത്താണ് കുട്ടി ഓടി വന്ന് ഓട്ടോറിക്ഷയുടെ പുറകിൽ വന്ന് പെട്ടത്. ഇത് ഇദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും തൽക്ഷണം തന്നെ മരിച്ചതായാണ് നമുക്ക് ലഭിച്ച വിവരം. ഉടൻ തന്നെ കുട്ടിയെ കട്ടപ്പന സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. എങ്കിൽ തന്നെയും സമയത്ത് തന്നെ മരണപ്പെട്ടതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചിരുന്നു. ഹൃദിക യാണ് മരിച്ചത്. 2.5 വയസ്സുള്ള. വെള്ളിലാക്കണ്ടത്താണ് സംഭവം. കട്ടപ്പനയിലെ വെള്ളിലാക്കണ്ടത്താണ് സംഭവം നടന്നത്. VK സ്റ്റാലിനാണ് വിവരങ്ങൾ നൽകിയത്. CPM നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി വീണ്ടും G. സുധാകരന്റെ കവിത. ചരിത്രം ചിരിക്കുന്നു എന്ന പേരിൽ എഴുതിയ കവിതയിലാണ് പരോക്ഷ വിമർശനമുള്ളത്. ഇല്ലെനിക്കൊരു ദുഃഖഭാരവും ചിന്താഭാരം എൻ ശിരസിങ്കൽ, തലവേദന നിർമ്മിച്ചില്ല എന്നാണ് കവിതയുടെ തുടക്കം. VV അരുണുണ്ട് വിവരങ്ങളുമായി. അരുൺ, സംസ്ഥാനത്ത് പാർട്ടിക്ക് പുതിയ നേതൃത്വമൊക്കെ വന്നതിന് തൊട്ടു പിന്നാലെയാണ് കവിത വന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഉള്ളടക്കം? G. സുധാകരൻ ഇപ്പോൾ CPM-ന്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ്. കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കിയത്. അതിനുശേഷം പാർട്ടി നേതൃത്വമായി, തൊട്ടുമുമ്പ് തന്നെ പാർട്ടി നേതൃത്വമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല സുധാകരൻ. ഇപ്പോൾ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമായി അദ്ദേഹം തുടരുകയാണ്. അതിനിടെയാണ് ഇത്തരം ഒരു കവിത. നേരത്തെയും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കവിതയിലൂടെ പാർട്ടി നേതൃത്വത്തോട് പോലും പറഞ്ഞിട്ടുള്ള നേതാവാണ് G. സുധാകരൻ. ഇപ്പോഴും അത്തരമൊരു കവിത, അതായത് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ സാഹചര്യമായി കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിക്കെതിരെ, പാർട്ടി നേതൃത്വത്തിനെതിരെ ഒളിയമ്പായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന വരികളാണ് ഈ കവിതയിലൂടെ. തുടങ്ങുന്നത് തന്നെ ചരിത്രം ചിരിക്കുന്നുവെന്നാണ് ആ കവിതയുടെ തലക്കെട്ട്. തലവാചകം തന്നെ അതാണ്. കവിത തുടങ്ങുന്നതാകട്ടെ, എനിക്ക് ഒരു ദുഃഖഭാരവും ചിന്താഭാരവും ഇല്ല, എൻ്റെ ശിരസെങ്കിൽ ഇല്ല, അങ്ങനെ വന്നാൽ അത് തലവേദന ഉണ്ടാക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നീട് അദ്ദേഹം പറഞ്ഞ് ഓരോ വരിയും വളരെ പ്രസക്തമാണ്, അല്ലെങ്കിൽ നേരിട്ട് ഇത്തരത്തിലൊരു പാർട്ടിയോട് തന്നെ പറയുന്നതാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് ആ കവിത മുന്നോട്ട് പോകുന്നത്. ചില നീക്കങ്ങൾ അപ്രതീക്ഷിതങ്ങളാണ്. ചിലരുടെ അക്ഷികൾ, കണ്ണുകൾ ചിലതൊക്കെ കാണാതെ പോകുന്നു. ഒക്കെയും പ്രകൃതി കാണുന്നുണ്ടോ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു. ഇത്തരം നീക്കങ്ങളിൽ ആരും വേദനിക്കരുന്ന ഉപദേശവും സുധാകരൻ നൽകുന്നുണ്ട്. വേദന അറിയാത്തവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ ക്ലേശങ്ങൾ ആനന്ദമായി കാണണം സഖാക്കളെ എന്നാണ് സുധാകരൻ അവിടെ പാർട്ടി പ്രവർത്തകരോട് ഉപദേശിക്കുന്നത്. ചിലരെ കാണുമ്പോൾ ആനന്ദമല്ലാതെ മറ്റൊന്നുമില്ല. പക്ഷേ മറ്റുള്ളവർ അപരൻ ക്ലേശങ്ങളിൽ മുങ്ങിത്താഴുമ്പോഴും പൊങ്ങി നിന്ന് ഇത്തരത്തിലുള്ള ആനന്ദം പ്രകടിപ്പിക്കുകയാണ് പലരും. രാവെന്നും പകരുന്നുമില്ലാതെ അധ്വാനിച്ച് നാടിനെ മയക്കുന്ന നിർമ്മാണം നടത്തിയവർ അതിലൊരു പങ്കുമില്ലെന്ന് പറഞ്ഞാൽ
വേദനിക്കും, പരസഹായത്തിൻ്റെ തീച്ചൂളയിൽ വേദനിക്കുമെന്നാണ് സുധാകരൻ്റെ കവി പറയുന്നത്. ഇത്തരത്തിൽ നേട്ടങ്ങൾ അന്യർക്കാവാം, മാനവ കുലത്തിന് ആകാം, പക്ഷെ അതെല്ലാം നമ്മൾ ചെയ്തതാണെന്ന കാര്യം ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ സുധാകരൻ്റെ കവിത പുരോഗമിക്കുന്നത്. ചരിത്രത്തെ തൽക്കാലം മറക്കൂ ചരിത്ര തൽക്കാലം, ആനന്ദത്തിൽ നറു വീഞ്ഞുകൾ മൊത്തിക്കുടുക്കി, പക്ഷേ ചരിത്രം ചിരിക്കുന്നു, എപ്പോഴും മറക്കാതെ എപ്പോഴും ചരിത്രത്തെ മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരൻ ഈ കവിത അവസാനിപ്പിക്കുന്നത്. ഏതായാലും പാർട്ടി നേതൃത്വവുമായി ഇപ്പോൾ സുധാകരൻ്റെ ബന്ധം, പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം, ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ സുധാകരൻ വളരെ കൃത്യമായി തന്നെ ഈ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളോട് പറയേണ്ട കാര്യങ്ങൾ കവിതയിലൂടെ പറയുന്നു. കാരണം അദ്ദേഹത്തിന് പറയാനുള്ള വേദി ബ്രാഞ്ച് കമ്മിറ്റികൾ മാത്രമാണ്. ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി തുടരാമെന്ന് അദ്ദേഹം തന്നെയാണ് പാർട്ടിയെ അറിയിച്ചത്. സംസ്ഥാന സമിതിയിൽ നിന്ന് പരിധി നിബന്ധനയുടെ പേരിലാണ് സുധാകരൻ ഒഴിവാക്കപ്പെടുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി വരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വവുമായി അത്ര ചേർന്ന് പോകേണ്ട, വെറും ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി തുടരുമ്പോൾ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരത്തെ പോലെ കവിതയിലൂടെ തന്നെയാണ് ജി സുധാകരൻ ഇപ്പോഴും പറയുന്നത്. അത് നേരത്തെയും സുധാകരന്റെ കവിതകൾ ഇതുപോലെ സന്ദർഭവും സാഹചര്യങ്ങളുമായി ചേർന്ന് പോകുന്ന തരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് പറയാനുള്ളത് കവിതകളിലൂടെ പറയുന്നു എന്ന തരത്തിൽ കവിതകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം കുറച്ചുകൂടി വ്യക്തമായ കാര്യങ്ങൾ പറയുകയാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ വിവാദമാകാനുള്ള സാധ്യതയുണ്ടോ? സുധാകരൻ്റെ ഇത്തരം കവിതകൾ നേരത്തെയും പാർട്ടി നേതൃത്വത്തിന് ചെറിയ തോതിലെങ്കിലും തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. നേരത്തെയും ഇതുപോലെ പാർട്ടി വിമർശിച്ചുകൊണ്ടും പരോക്ഷമായി വിമർശിച്ചുകൊണ്ടും ഒളിയമ്പ് ചെയ്തുകൊണ്ടും സുധാകരൻ കവിത എഴുതിയിട്ടുണ്ട്. പക്ഷേ അത് പാർട്ടിയാണെന്ന് പറയാനോ അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ചതാണെന്ന് പറയാൻ സുധാകരൻ തയ്യാറായിട്ടില്ല. പാർട്ടി അതിൻ്റെ പേരിൽ മറ്റു നടപടികളിലേക്കൊന്നും പോയിട്ടുമില്ല. ഇപ്പോഴും അത്തരം നടപടികൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി, ഏകദേശം 5 മാസത്തോളമായി ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമായി ഒതുങ്ങിയ ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളായ സുധാകരൻ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വീണ്ടും പറയുമ്പോൾ സ്വാഭാവികമായും മാധ്യമങ്ങളിൽ ഇത് നിറയുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അതിലൂടെ ഇത് പാർട്ടി അറിയിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക ഉദ്ദേശ്യം. പക്ഷേ അതിൻ്റെ പേരിൽ നടപടിക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പാർട്ടി കടക്കുമോ എന്നും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഒരുപക്ഷെ സുധാകരനും ഇത് പാർട്ടിക്കെതിരെയാണെന്ന കവിതയാണ്, അല്ലെങ്കിൽ അത്തരമൊരു അവകാശവാദം ഉന്നയിക്കാനും തീരെ സാധ്യതയില്ല. ഏതായാലും പക്ഷേ കവിത വളരെ വ്യക്തമായി തന്നെ സുധാകരൻ്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ കൂട്ടിവായിക്കുമ്പോൾ, പാർട്ടിയുമായുള്ള ബന്ധവുമായി ചേർത്ത് വായിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ തൻ്റെ പ്രവർത്തികൾ, താൻ ഇത്രയും കാലം പാർട്ടിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ചിലരൊക്കെ കാണാതെ വിട്ടു, കണ്ടില്ലെന്ന് നടിച്ചു എന്ന് വളരെ വ്യക്തമായി തന്നെ സുധാകരൻ പറയുകയാണ്. രാവെന്നും പകലൊന്നും ഇല്ലാതെ അധ്വാനിച്ച് ആണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ വേദന ഉണ്ടാകും. ആ വേദനകളൊക്കെ വരുമ്പോൾ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കണം, ക്ലേശങ്ങൾ ആനന്ദമായി കാണുക സഖാക്കളെ എന്നാണ് സുധാകരൻ പാർട്ടി പ്രവർത്തകരോട് പറയുന്നത്. ഇത് ഇന്ന് തനിക്കുണ്ടായി നാളെ മറ്റാർക്കും ഉണ്ടാകാമെന്നൊരു സൂചന കൂടി വേണമെങ്കിൽ അതിൽ നിന്ന് വായിച്ചെടുക്കാം. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞത്തേക്ക് പോവുകയാണ്. വിഴിഞ്ഞത്ത് പ്രതിഷേധക്കാർ ഇപ്പോൾ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് സമരം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബാരിക്കേഡുകൾ മറികടന്ന് ഇപ്പോൾ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്തേക്ക് കടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് കരയിലും കടലിലും ഒരുപോലെ സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ കോടതിയിൽ നിന്ന് പക്ഷേ സമരക്കാർക്ക് ഒരു തിരിച്ചടി നേരിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ പദ്ധതി പ്രവർത്തനങ്ങൾ മുടക്കിക്കൊണ്ടുള്ള സമരം പാടില്ല, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അത് ഈ കമ്പനി നൽകിയ, അദാനി പോർട്ട് നൽകിയ ഹർജിയിലാണ് കോടതി ഇത്തരം ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ബുധനാഴ്ച ഇനി വീണ്ടും പരിഗണിക്കാനിരിക്കുന്നതേ ഉള്ളൂ ഹർജി. ഇപ്പോൾ SS ശരൺ ഉണ്ട് അവിടെ നിന്നും. ശരൺ, സമരം അതിശക്തമായി കൊണ്ടുപോകാൻ, ശരി, ശരണിലേക്ക് വരാം. എന്തായാലും സമരം കൂടുതൽ ശക്തമാക്കുകയാണ് സമരസമിതി.
ശരൺ ഉണ്ട് അവിടെ നിന്നും വിവരങ്ങളുമായി. ശരൺ, സമരം കൂടുതൽ ശക്തമാക്കാനാണോ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത്? ബാരിക്കേഡുകൾ മറികടന്ന് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയ സ്ഥലത്തേക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമരക്കാർ കടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പോലീസ് ഇപ്പോൾ സംയമനം പാലിക്കുകയാണോ? എല്ലാ ദിവസവും മത്സ്യത്തൊഴിലാളികൾ ഏത് രീതിയിലായിരുന്നു പ്രതിഷേധിച്ചിരുന്നത് അത് തന്നെയാണ് ഇന്നും തുടരുന്നത്. അതായത് കഴിഞ്ഞ 14 ദിവസമായിട്ട് ശക്തമായ പ്രതിഷേധ രംഗത്ത് ആണ് മത്സ്യത്തൊഴിലാളികൾ ഉള്ളത്. ഇന്ന് പൂന്തുറ അടക്കമുള്ള 4 ഇടവകളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഇവിടേക്ക് എത്തിയിരുന്നത്. അതിനുശേഷമാണ് അവർ പ്രതിഷേധം ശക്തമാക്കിയിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ബാരിക്കേഡുകൾ ശക്തമായി തന്നെ തള്ളി മറിച്ചിട്ടുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ നിർമ്മാണ മേഖലയിലേക്ക് നടന്ന് നീങ്ങുന്നത്. നിരവധി മത്സ്യത്തൊഴിലാളികൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. വലിയ രീതിയിലുള്ള പോലീസ് വിന്യാസവും നേരത്തെ ഉണ്ടായിരുന്നതാണ്. പോലീസ് ശക്തമായി തന്നെ ബാരിക്കേഡുകൾ അവിടെ ഒരുക്കിക്കൊണ്ട് ഈ പ്രതിഷേധത്തെ നേരിടാൻ തയ്യാറെടുക്കുമായിരുന്നു. പക്ഷേ പോലീസിന്റെ പ്രതിരോധത്തെ എല്ലാം മറികടന്നുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ ശക്തമായ പ്രതിഷേധമായി ഇപ്പോൾ നിർമ്മാണ മേഖലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 2 രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്നത്. ഒന്ന് കടൽ മാർഗമുള്ള പ്രതിഷേധമാണ്. ഇതോടൊപ്പം തന്നെ കരവഴിയുള്ള പ്രതിഷേധമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 9 മണിയോടുകൂടി മുതലപ്പൊഴിയിൽ നിന്നും മത്സ്യത്തൊഴിലാളികൾ ബോട്ടിൽ ഈ നിർമ്മാണ മേഖലയ്ക്ക് സമീപത്തേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ നിർമ്മാണ മേഖല വളഞ്ഞുകൊണ്ട്, അതായത് കടലിൽ ബോട്ടുകളടക്കം നിരത്തിയിട്ടുകൊണ്ടുള്ള വലിയ പ്രതിഷേധം അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കരമാർഗമുള്ള പ്രതിഷേധം. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ 14 ദിവസമായിട്ട് അവർ ഈ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നടക്കുന്നതിന് തുറമുഖ കവാടത്തിന് മുന്നിൽ തന്നെ വലിയ പ്രതിഷേധം എടുത്തുകൊണ്ട് അവിടെ പന്തൽ കെട്ടി സമരം നടത്തുന്നുണ്ടായിരുന്നു. അതിന് തൊട്ടിപ്പുറത്തായിരുന്നു പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നത്. ആ ബാരിക്കേഡുകൾ മറിച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധമായി നീങ്ങുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ തലത്തിൽ നടത്തിയ എല്ലാ ചർച്ചകളും പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ 3 പ്രാവശ്യം മന്ത്രിസഭാ ഉപസമിതിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തിയിരുന്നതാണ്. അത് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ലത്തീൻ സഭാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നത്. അതിലും തീരുമാനമുണ്ടാകാത്ത അല്ലെങ്കിൽ സമവായം ഉണ്ടാകാത്ത സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. പ്രധാനമായും ഈ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുന്നതുവരെ സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അവിടെ പ്രതിഷേധക്കാർ. ഞാൻ തിരിച്ചെത്താം ശരൺ. ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു, അതിലേക്ക്. പുതിയ നേതൃത്വം കടന്നു വരണമെന്ന പാർട്ടി ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് ഈ തെരഞ്ഞെടുപ്പിന് സാഹചര്യമൊരുക്കിയത്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശരിയല്ല. വിമർശിക്കേണ്ടവർക്ക് എപ്പോഴും വിമർശിക്കുക. ആ വിമർശനത്തെ അതിജീവിക്കാൻ കോൺഗ്രസിന് കരുത്തുണ്ട്. ആ കരുത്തുമായി കോൺഗ്രസ് മുമ്പോട്ട് പോകും. കേരള ഗവൺമെന്റും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സംസ്ഥാനത്തിന് ദോഷം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? സംശയമുണ്ട് അക്കാര്യത്തിൽ. ഒരു സർക്കാരും ഒരു ഗവർണറും തമ്മിൽ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് എവിടെയാ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഏറെയൊന്നും കേട്ടിട്ടില്ല. ഇത്രയും നെറികെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന സംസ്ഥാനം കേരളം മാത്രമാണ്. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ ഫൈറ്റ്, ഗവർണറും മന്ത്രിമാരും തമ്മിൽ ഫൈറ്റ്, ഗവർണറും മറ്റുള്ളവരുമായി തമ്മിൽ ഫൈറ്റ്. അങ്ങനെ ഒരു ഫൈറ്റ് എന്തുകൊണ്ടാണ് ഫൈറ്റ് ഉണ്ടാവുന്നത്? എന്താ അടിസ്ഥാന ഘടകം? അടിസ്ഥാന ഘടകം ഗവർണർ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പരമാധികാരിയായ ഭരണാധികാരി, ആ ഭരണാധികാരിയെ തൻ്റെ ചെൽപ്പടിക്ക് നിർത്താൻ മുഖ്യമന്ത്രിയും CPM ശ്രമിക്കുന്ന ശ്രമത്തിന് കൂട്ടുനിൽക്കാത്തതാണ് വിഷയം. കൂട്ടുനിന്നപ്പോൾ നല്ല പിള്ളയായിരുന്നു. പറഞ്ഞില്ലേ, പിണറായി വിജയൻ്റെ ജില്ലയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആളെ വീശിയാക്കണം എന്ന് പറഞ്ഞപ്പോൾ അയാൾ വളരെ അനുസരണമുള്ള ഒരു കുട്ടിയെ പോലെ അത് ചെയ്തു കൊടുത്തില്ലേ? പക്ഷേ തെറ്റിയപ്പോൾ അത് വിളിച്ചു പറഞ്ഞു എന്നത് വേറൊരു കാര്യം. പക്ഷേ മുഖ്യമന്ത്രി ഈ രാജ്യത്തെ എല്ലാ നിയമങ്ങളും അദ്ദേഹത്തിൻ്റെ ചൊൽപ്പടിക്ക് കീഴിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതൊക്കെയാണ് ഇതിൻ്റെ അകത്തൊക്കെ ഭരണഘടനാ ഭേദഗതിയിലൊക്കെ വരാൻ പോകുന്ന സംഭവങ്ങൾ. എന്താ അതല്ലെങ്കിൽ മറ്റെന്താ അവർക്ക് മാറ്റേണ്ടുന്നത് അവർക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ മാറ്റണം. അതാണ് മുഖ്യമന്ത്രിയുടെ താല്പര്യം. അതിന് കൂട്ടുനിൽക്കാൻ രാജ്യത്തെ ഗവർണർക്ക് സാധിക്കുമോ? പ്രതിപക്ഷങ്ങൾക്ക് സാധിക്കുമോ? ഇല്ലല്ലോ. ഇവിടെ ജനാധിപത്യം പുലരണ്ടേ? ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിർത്താനുള്ള നിയമത്തിൻ്റെ അസ്തിത്വമല്ലേ നമ്മുടെയൊക്കെ ലക്ഷ്യം. അതിന് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ നയത്തോട് എങ്ങനെ യോജിക്കും? അത് തകർക്കാനും അത് ദുർബലമാക്കാനും ശ്രമിക്കുന്ന ഭരണഘടനാ ഭേദഗതിയോട് ഞങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും? സ്വാഭാവികമായും അത് ഇരുന്ന് ആലോചിക്കേണ്ട കാര്യമല്ലേ? സർവകലാശാലകളിലെ ബാക്ക്ഡോർ എൻട്രിയും സ്വജനപക്ഷപാതവുമാണ് ഗവർണർ ഏറ്റവും സമരം ഒരുപാട് സമരം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസും KSUം പാർട്ടിയും ഒക്കെ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമരങ്ങളെയല്ലോ അന്ന് ഗവർണറും മുഖ്യമന്ത്രിയും ഭരണകൂടവും അടിച്ചമർത്തുക ചെയ്തത്. എത്ര കാലമായി? നമ്മൾ കണ്ണൂരിലെ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ സമരം ചെയ്തില്ലേ?
സമരം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കണ്ണൂരിലെ നിങ്ങളെ പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ രാജേഷിൻ്റെ പ്രശ്നത്തിൽ ഞങ്ങൾ KSUക്കാരും യൂത്തുകാരും സമരം ചെയ്തില്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ? സമരം ചെയ്തു. ആ നടപടിയെ നമ്മൾ തീർക്കും. അതിനെ നിയമപരമായി നമ്മൾ നോക്കും. ഇത് മാത്രമല്ല, നിയമത്തിൻ്റെ വേദിയുണ്ട്, കോടതിയുണ്ട്. കോടതിയിൽ ചോദ്യം ചെയ്യും. ഞങ്ങൾ വിടില്ല. അത് ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇപ്പം ഗവർണറെങ്കിലും ഞങ്ങളെ സഹായിക്കാനുണ്ട്. ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ മാധ്യമങ്ങളാ, നിങ്ങൾക്കറിയാത്ത നിയമം ഏതാ? കാപ്പ ചുമത്താൻ എന്താ കാരണം വേണ്ടത്? ഏതൊക്കെ കാരണങ്ങൾ വേണം? എന്തൊക്കെ വേണം? ഒരു നിയമപരമായി ഒരു കുറ്റം ചുമത്തുമ്പോൾ ആ കുറ്റം ചുമത്തുന്നതിനും ആ വകുപ്പ് അവൻ അപ്ലിക്കബിൾ ആക്കുമ്പോൾ ഒരു ഇന്ന കാര്യങ്ങൾ വേണമെന്നില്ലേ? എന്താ ഫർസിൻ മജീദിന്റെ കുറ്റം? എന്താ ഫർസിൻ മജീദ് കാപ്പയ്ക്ക് വിധേയനാകാൻ അദ്ദേഹത്തിന്റെ കുറ്റം എന്താ? 3 കേസാ. അദ്ദേഹത്തിന്റെ 3 കേസാണ്. മറ്റു കേസുകളൊക്കെ അവർ പൈസ കെട്ടിയൊക്കെ തീർത്തിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാ കാപ്പ ചുമത്താൻ എന്തു വേണം? ആ കുറ്റങ്ങൾ എന്താ ഇദ്ദേഹം ചെയ്തത്? ഇദ്ദേഹത്തെ ചവിട്ടി, ഇദ്ദേഹത്തെ അടിച്ചിട്ട് നിലത്തിട്ട് ഷൂസ് ഇട്ട കാലുകൊണ്ട് ചവിട്ടി എടുത്ത് ഫ്ലൈറ്റിൽ നിന്ന് താഴെ വെച്ച് താഴെ നിന്ന് വണ്ടി കയറ്റുമ്പോൾ ഞാൻ അവിടെ എത്തിയതാ. മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും രക്തം പോകുന്ന ഫാർസിൻ മുഹമ്മദും മറ്റേ കൂട്ടുകാരനെയാണ് ഞാൻ കണ്ടത്. എന്നിട്ട് അതാരാ ചെയ്തത്? അത് ജയരാജന്റെ ഗൺമേന്മാരുവാ. അതിനെതിരെ കാപ്പിയില്ല, അതിനെതിരെ വധശ്രമമില്ല, അതിനെതിരെ കേസില്ല. എന്നിട്ട് ഈ അടികൊണ്ടവനും ചോര ഒലിപ്പിച്ചവനും ആശുപത്രിയിൽ കിടന്നവനും ചികിത്സിച്ചവനും അവന്റെ കേസിലെ പ്രതി, അവൻ കാപ്പ എന്ന് പറയുമ്പോൾ ഇവിടെ നിയമമുണ്ടോ? ആ നിയമത്തെ സംരക്ഷിക്കാൻ ഒരു സർക്കാരുണ്ടോ? സർക്കാരിന് തോന്നുന്ന പോലെ ചെയ്യാനുള്ളതാണോ നിയമം? അല്ലല്ലോ. അതുകൊണ്ട് നിയമവിധേയമായി ഭരിക്കാത്ത ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാരെങ്കിൽ ഏറെക്കാലം ഇവിടെ ഭരിക്കില്ല. ജനാധിപത്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്, പ്രതിപക്ഷത്തിനുണ്ട്. ഞങ്ങളത് ഏറ്റെടുക്കും. ഞങ്ങൾക്കതിന് കരുത്തുണ്ട്, ഞങ്ങൾക്കതിന് ശേഷിയുണ്ട്. ആരും സംശയിക്കണ്ട. വ്യഗ്രത അദ്ദേഹത്തിന് ഒഴിയണം. അദ്ദേഹത്തിന്റെ കേസ് വരുമ്പോഴൊക്കെ അങ്ങനെയല്ലേ? അദ്ദേഹത്തിന്റെ കേസ് വരുമ്പോഴല്ലേ ഇതൊക്കെ ഭരണഘടനാ ഭേദഗതിയൊക്കെ വരുന്നത്. ഞാൻ ചോദിക്കുന്നു, ലാവ്ലിൻ കേസ് 30 തവണ മാറ്റിവെച്ചു എന്നാണ് പറയുന്നത്. കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റക്കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂലനാള. പേടികളെ പോകൂ മനസ്സുകളിൽ, ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ, തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ശീലകൾ ചാർത്തിടുമേ.
വിവാദ പരാമർശവുമായി സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. വരുമാനം കണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ശ്രമിക്കുകയാണെന്നാണ് ഇന്ദു മൽഹോത്രയുടെ വിവാദ പ്രസ്താവന. താനും ജസ്റ്റിസ് യു ലളിതും ചേർന്നാണ് ഈ നീക്കം തടഞ്ഞതെന്നും ഇന്ദു മൽഹോത്ര പറയുന്നു. That's what happens with these communist governments. They want to just take over because of the revenue. Their problem is the revenue. All over they've taken over. All over. Only Hindu temples. So Justice Landslide, I said no, we will not allow it. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം പ്രതികരിക്കുമ്പോഴാണ് ഇത്തരമൊരു വിവാദ പ്രസ്താവന അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ടി ജി സജിത്ത് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്നെ ചില നിർണായക കേസുകൾ പരിഗണിച്ച ഉത്തരവിറക്കിയ ജസ്റ്റിസ് കൂടിയാണ് ഇന്ദു മൽഹോത്ര. എങ്ങനെ കാണണം ഈ അഭിപ്രായ പ്രകടനത്തെ? ഇതിന്റെ പ്രസക്തി ഇപ്പോൾ എത്രമാത്രമാണ്? സജിത്ത്, കേൾക്കാമോ? That's what happens with these communist governments. They want to just take over because of the revenue. That's what happens with these communist governments. They want to just take over because of the revenue. Their problem is the revenue. All over they've taken over. All over. Only Hindu temples. So Justice Landslide, I said no, we will not allow it. വിവാദ പരാമർശവും നടത്തിയിരിക്കുകയാണ് സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. വരുമാനം കണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ശ്രമിക്കുകയാണെന്നാണ് ഇന്ദു മൽഹോത്ര നടത്തിയിരിക്കുന്ന പ്രസ്താവന. താനും ജസ്റ്റിസ് യു ലളിതും ചേർന്നാണ് ഈ നീക്കം തടഞ്ഞതെന്നും അവർ പറയുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം അവിടെ സംസാരിക്കുമ്പോഴാണ് ഇത്തരമൊരു പരാമർശം മുൻ ജസ്റ്റിസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ ചില പ്രതികരണങ്ങൾ കൂടി ഉണ്ടായി. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര പറഞ്ഞത് വസ്തുതയാണെന്നായിരുന്നു BJP നേതാവ് സന്ദീപ് വാര്യർ ഇതിനോട് പ്രതികരിച്ചത്. ഇപ്പോൾ നമുക്കൊപ്പം ടി ജി സജിത്ത് ചേരുന്നു ഇതിന്റെ വിശദാംശങ്ങളുമായി. സജിത്ത്, ഈ പരാമർശത്തെ നമ്മൾ എങ്ങനെ കാണണം? ഇപ്പോൾ തന്നെ BJP അതിനെ അനുകൂലിച്ച് അതൊരു വസ്തുതയാണ് എന്ന നിലയിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പരാമർശത്തിന്റെ ഒരു പ്രസക്തി എത്രമാത്രമാണ്? ഇന്ദു മൽഹോത്ര ഇത്തരമൊരു പരാമർശം നടത്തുമ്പോൾ അവർ സമാനമായ രീതിയിൽ കൈകാര്യം ചെയ്ത കേസുകൾ ഉണ്ട് എന്നതാണ് ഇതിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ അവിടെ സന്ദർശനം നടത്താൻ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭക്തജനങ്ങളോടായി ഇവർ സംസാരിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവർ തിരുവനന്തപുരത്ത് മറ്റൊരു പരിപാടിക്കായി എത്തിയത്. ഇതിൽ പരാമർശിക്കുന്ന കാര്യം ഹിന്ദു ക്ഷേത്രങ്ങൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഏറ്റെടുക്കാൻ ശ്രമം നടക്കുന്നു, സാമ്പത്തിക താൽപര്യമാണ് ഇതിന് പിന്നിൽ. ഇത്തരമൊരു ശ്രമം നടന്നത് താനും യു ലളിതും ജഡ്ജി ഇപ്പോഴത്തെ സുപ്രീം കോടതി ജഡ്ജി കൂടിയായ യു ലളിതും കൂടി പരാജയപ്പെടുത്തി. ഇവർ പരാമർശിച്ച കാര്യം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അവകാശവുമായി ബന്ധപ്പെട്ട 2020 ജൂലൈയിൽ പുറത്തുവന്ന സുപ്രധാനമായ വിധിയാണ്. ഈ വിധിയിൽ പറയുന്നത് രാജകുടുംബത്തിന് കൂടി ക്ഷേത്രഭരണത്തിൽ അവകാശമുണ്ട് എന്ന് സ്ഥാപിക്കുന്ന വിധിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞത്. അതിനുശേഷമാണ് ക്ഷേത്രഭരണത്തിന് പ്രത്യേക സമിതി അവിടെ വരികയും കേന്ദ്ര സർക്കാരിന്റെയും രാജകുടുംബത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രതിനിധിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ ഭരണ സംവിധാനം അവിടെ നിലവിൽ വരികയും ചെയ്തത്. അതായത് നേരത്തെ ഇന്ദു മൽഹോത്ര പറഞ്ഞ വിധി പറഞ്ഞതിന്റെ പശ്ചാത്തലം കൂടിയാണ് അവർ വിശദീകരിക്കുന്നത്. അതായത് ഹിന്ദു ക്ഷേത്രങ്ങൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ഏറ്റെടുക്കാൻ ബോധപൂർവമായ ശ്രമമുണ്ട് എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. സ്വാഭാവികമായും അതിന് മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലവും രാഷ്ട്രീയ വിവാദത്തിന് കൂടുതൽ സാധ്യതയുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മറ്റൊന്നുകൂടിയുള്ളത്, സുപ്രധാനമായ കേരളം ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ശബരിമല കേസിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ അഞ്ചംഗ ബെഞ്ചിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഏക ജഡ്ജി കൂടിയായിരുന്നു ഇന്ദു മൽഹോത്ര എന്ന പ്രത്യേകതയാണ്. സ്വാഭാവികമായും അവർ മുമ്പ് കൈകാര്യം ചെയ്തിരുന്ന കേസുകളും അവർ കോടതിയിലെടുത്ത നിലപാടുകളും ഇപ്പോൾ നടത്തിയ പ്രസ്താവനയുമായും കൂട്ടി വായിക്കപ്പെടും എന്നതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രസക്തി. ഞാൻ സൈറ്റിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ രാഹുൽ ഈശ്വർ കൂടി ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര നടത്തിയ പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. വരുമാനം കണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ശ്രമിക്കുകയാണ്, അതിന് തടയിട്ടത് താനും ജസ്റ്റിസ് യു ലളിതും ചേർന്നാണ് എന്നാണ് ഇന്ദു മൽഹോത്ര പറഞ്ഞത്. താങ്കൾ എങ്ങനെയാണ് ഈ പരാമർശത്തെ കാണുന്നത്?
വളരെയധികം സ്വാഗതം ചെയ്യുന്നു. മാഡം പറഞ്ഞതിൽ എന്താ തെറ്റ്? അവരൊരു സുപ്രീം കോടതി ജഡ്ജിയാണ്. അവരുടെ നിലപാടിനെ സാക്ഷാൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അടക്കം കാര്യമായി പ്രശംസിച്ച ഒരു നിലപാടെടുത്ത വ്യക്തിയാണ്. അതുകൊണ്ട് മാഡം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, 4 പുരുഷ ജഡ്ജിമാർ അപ്പുറത്തിരുന്ന് എതിർന്യായം പറഞ്ഞിട്ടും ശക്തമായ നിലപാട് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര എടുക്കുകയും ആ നിലപാടാണ് അവസാനം വിജയിച്ചത്. ഈ രാജ്യത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സുപ്രീം കോടതിയിലെ 4 ജഡ്ജിമാരും എതിർത്തെടുത്ത നിലപാടിനെ ഒറ്റയ്ക്ക് എതിർക്കുന്ന ധൈര്യം കാണിച്ച നട്ടലുള്ള ഒരു വനിതാ ജഡ്ജിയാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. അവർ പറയുന്ന കാര്യങ്ങൾ അതിന്റെ മെറിറ്റിലെടുക്കുക. 2, അമ്പലങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. ആർട്ടിക്കിൾ 25, 26 പ്രകാരം എത്രയോ കേസുകൾ സുപ്രീം കോടതിയിൽ ഓൾറെഡി പെൻഡിംഗ് ആണ്. അതായത് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് പള്ളി ഭരിക്കാനുള്ളതുപോലെ മുസ്ലിം സഹോദരങ്ങൾക്ക് പള്ളി ഭരിക്കാനുള്ള അവകാശം പോലെ ഹിന്ദു സമൂഹത്തിനും അവരുടെ അമ്പലങ്ങൾ ഭരിക്കാനും നടത്താനുമുള്ള അവകാശം വേണം. നമ്മുടെ ഈ അധികാരം നമുക്കുണ്ടായിരുന്നു. 1812 കേണൽ മൺറോ മനഃപൂർവ്വം ഈ രാജ്യത്തെ ശിഥിലീകരിക്കാനും ഇവിടത്തെ ഭൂരിപക്ഷ സമുദായത്തെ അടിച്ചമർത്താനും വേണ്ടി മാറ്റിയെടുത്തതാണ് ആ നിയമം. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം തിരിച്ചു വേണമെന്ന് അവകാശപ്പെടുന്നതിൽ യാതൊരു തെറ്റുമില്ല. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര പറഞ്ഞത് രാഷ്ട്രീയമല്ല, ആത്മീയവും ദൈവികവും സാമൂഹികവുമായി ഒരുപാട് കാലമായി ദശാബ്ദങ്ങളായി ഭക്തജന സംഘടനകൾ ഉന്നയിക്കുന്ന, വിശ്വാസികൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ എല്ലാ സമൂഹത്തിലും, അമ്പലമാകട്ടെ, പള്ളിയാകട്ടെ, വിഹാരമാകട്ടെ, സിനഗോഗ് ആകട്ടെ, മോസ്ക് ആകട്ടെ, അതാത് വിശ്വാസികൾക്കാണ് പ്രധാനം. ഇത് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 25, 26 പ്രകാരം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു ബിലീവ്, റൈറ്റ് ടു പ്രാക്ടീസ് റിലീജിയൻ, റൈറ്റ് ടു റൺ ദി റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള കാര്യം. അതുകൊണ്ട് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര പറഞ്ഞത് വളരെ ധൈര്യപൂർവ്വം ദശാബ്ദങ്ങളായി പല ആൾക്കാരും കപടമതേതരത്വത്തിന് വേണ്ടി മറച്ചു വെക്കുന്ന നിലപാടാണ്. ആ നിലപാട് അതിശക്തമായി പറഞ്ഞ ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അവർ പറഞ്ഞ വിഷയത്തിൽ ഗൗരവമായ ചർച്ച വേണം. രാഹുൽ, ഇക്കാര്യത്തിൽ ഈ ക്ഷേത്രങ്ങളുടെ വരുമാനവുമായി ബന്ധപ്പെട്ട വിഷയവുമൊക്കെ കുറി ചർച്ചയായിട്ടുള്ളതാണ്. അതിന്റെ കണക്കുകളൊക്കെ നിയമസഭയിൽ ഉൾപ്പെടെ വരികയും വിശദീകരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ വിരമിച്ചതിന് ശേഷമാണ് ഇന്ദു മൽഹോത്ര ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. അതും ഭക്തജനങ്ങളോടായി പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഇവിടെ ശബരിമല വിഷയത്തിലായാലും വിയോജിപ്പ് രേഖപ്പെടുത്തിയ ജഡ്ജിയാണ്. നേരത്തെ ഈ ക്ഷേത്ര ഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിധി പറഞ്ഞ ബെഞ്ചിൽ അംഗമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ വ്യക്തിപരമായ ഇപ്പോൾ നടത്തിയ ഈ പ്രസ്താവനയും ആ വിധികളും അതിലെ നിലപാടുകളും കൂട്ടിവായിക്കപ്പെടില്ലേ? തീർച്ചയായും കൂട്ടിവെച്ച ഒരു പ്രശ്നമല്ല. ഇനി ഒരു കാര്യം കൂടി, കേൾക്കുന്നവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് അമ്പലങ്ങളിലെ കാശ് സർക്കാർ എടുത്തോണ്ട് പോകുന്നു എന്നല്ല വാദഗതി. അങ്ങനെ ഒരു വാദഗതി സീരിയസ് ആയി ചിന്തിക്കുന്ന ആർക്കുമില്ല. അതായത് മാഡം പറഞ്ഞത് അമ്പലങ്ങളിൽ നിന്ന്, അത് ഈ ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലെ പ്രചരണം മാത്രമാണ്. അമ്പലങ്ങളിലെ കാശ് സർക്കാർ എടുക്കുന്നു, അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നു. അങ്ങനെ അബദ്ധജഡിതമായ ഒരു വാദഗതിയും സീരിയസ് ആയി ചിന്തിക്കുന്ന ഒരു ഹിന്ദുവിനുമില്ല. പകരം ഉള്ളത് ഇതിന്റെ കൺട്രോൾ. അതായത് ദേവസ്വം ബോർഡിനടക്കം വരുന്ന ഫണ്ടുകൾ സർക്കാർ അടർത്തി മാറ്റുന്നു എന്നല്ല, പകരം ഇതിന്റെ നിയന്ത്രണം സർക്കാരിനാണ് നിക്ഷിപ്തം. ഉദാഹരണം, ശബരിമല കേസിൽ ഞങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിയത് നല്ല ഉന്നതനായ ഒരു അഡ്വക്കേറ്റിനെ നിയമിക്കാനാണ്. കാര്യം ശബരിമലയെ വീഴുന്ന കാശെടുത്ത് സർക്കാരും ദേവസ്വം ബോർഡും ചെയ്തത് ശബരിമലക്കെതിരെ വാദിക്കുക. ഇത് ഈ ചില തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളിൽ നമ്മുടെ കാശെടുത്ത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കൊടുക്കുന്നു എന്ന കള്ളപ്രചരണമൊന്നും നമ്മളാരും ഏറ്റെടുക്കുന്നില്ല. അത് തെറ്റാണ്, അത് വ്യാജമാണ്, പലതവണ അതിനെ തെളി പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷെ ഇവിടെ പ്രശ്നം ഈ അമ്പലങ്ങളിൽ വീഴുന്ന കാശ് ആര് ഉപയോഗിക്കുന്നു, എന്തിനുപയോഗിക്കുന്നു, അതിന്റെ അധികാരം ആർക്കാണ് എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാന ചോദ്യം. അതാണ് അതിലെ ക്രക്സ്, അല്ലാതെ മറ്റേ വ്യാജ പ്രചരണമല്ല. ശരി, വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ ഞങ്ങളോട് സംസാരിച്ചതിന്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര പറഞ്ഞത് വസ്തുതയാണെന്നായിരുന്നു BJP നേതാവ് സന്ദീപ് വാര്യരുടെ പ്രതികരണം. അത് കാണാം. എന്തെങ്കിലും പിശകുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അവർ വളരെ സീനിയർ ആയിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജിയാണ്. അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അവർ പറഞ്ഞ അഭിപ്രായം വാസ്തവത്തിൽ അത് രാജ്യത്തെ നീതിന്യായ പീഠത്തിൽ ഉന്നതമായ പദവിയിൽ ഇരുന്ന ഒരാളിൽ നിന്ന് അത്തരം ഒരു അഭിപ്രായം പുറത്തു വന്നത് വളരെ ഉചിതമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജനങ്ങൾക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ ഇവരെ പോലുള്ള ആളുകൾ തുറന്നു പറയുമ്പോഴാണ് അവർക്ക് കൂടുതലായി ബോധ്യപ്പെടുന്നത്. തീർച്ചയായും ക്ഷേത്ര സ്വത്തുക്കൾ കണ്ടുകൊണ്ട് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമം ഇടതുപക്ഷ സർക്കാരുകളെ, കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തിലും അത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേസുമായി മുന്നോട്ട് പോകേണ്ടി വന്നതും അവസാനം കേസ് രാജകുടുംബത്തിന് അനുകൂലമായിട്ടുള്ള വിധി വന്നതും. അതിനെക്കുറിച്ചാണ് അവർ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പ്രതിനിധി ശ്രീ RV ബാബു നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ RV ബാബു, എങ്ങനെയാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പരാമർശങ്ങളെ താങ്കൾ നോക്കിക്കാണുന്നത്? ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പരാമർശം തികച്ചും
വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇപ്പോ അവരിപ്പോ തന്നെ പറഞ്ഞ കാര്യം, പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ദർശനം കഴിഞ്ഞ് വന്ന ഇന്ദു മൽഹോത്രയാണ് പത്രക്കാരോട് പറഞ്ഞത്, പബ്ലിക്കായിട്ട് അവർ പറഞ്ഞത്, ഈ ക്ഷേത്രം പിടിച്ചെടുക്കാൻ കമ്മ്യൂണിസ്റ്റുകാര് ശ്രമിക്കുന്നു, വരുമാനമുള്ള ക്ഷേത്രം. അപ്പൊ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ മിക്കവാറും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ വിഷയമായിരിക്കണം ഉണ്ടായിരുന്നിട്ടുണ്ടാവുക. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയിലെ സ്വർണവും അതുപോലുള്ള സ്വത്തും ഒക്കെ കണ്ടുകൊണ്ട് അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സർക്കാരും ഒക്കെ വ്യാപകമായിട്ട് അത് പൊതുസ്വത്താക്കി മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിലായിരിക്കണം ക്ഷേത്രം, വരുമാനമുള്ള ക്ഷേത്രങ്ങൾ സർക്കാർ പിടിച്ചെടുക്കാൻ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് അത് തികച്ചും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇന്ദു മൽഹോത്രയുടെ ആ അഭിപ്രായത്തോട് പൂർണ്ണമായും ഞങ്ങൾ യോജിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ അവരുടെ ശ്രദ്ധയിൽ വരാത്തൊരു കാര്യമായിരിക്കാം, എനിക്കറിയില്ല, മലബാർ ദേവസ്വം ബോർഡ്, നമ്മൾ ഒന്ന് നോക്കിയാൽ മതി, മലബാർ ദേവസ്വം ബോർഡ് കീഴ്പ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ കൈയടക്കിയിട്ടുള്ള ക്ഷേത്രങ്ങൾ മുഴുവൻ വരുമാനമുള്ള ക്ഷേത്രങ്ങളാണ്. വരുമാനമില്ലാത്ത ഒരു ക്ഷേത്രവും മലബാർ ദേവസ്വം ബോർഡിന്റെ നിയമനം കൊണ്ടുവന്നിട്ടില്ല. അവര് വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ കണ്ണുവെച്ച് അത് കൈയടക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡും സർക്കാരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ദു മൽഹോത്രയുടെ ആ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കുകയാണ്. ശരി, പൂർണ്ണമായും ആ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നാണ് ശ്രീ ആർ വി ബാബു പറയുന്നത്. വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എൻ വാസു, ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടുത്തെ ഭക്തരോടായി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്താണ് താങ്കളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം? ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ഈ അഭിപ്രായ പ്രകടനത്തെ കാണുന്നത്? കേരളത്തെ സംബന്ധിച്ച് ആണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഉദ്ദേശിച്ചെങ്കിൽ അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ആ മാന്യ മഹതി കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മനസ്സിലാക്കാതെയാണോ അത്തരമൊരു പ്രസ്താവന നടത്തിയത് എന്ന് ഞാൻ സംശയിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് പറയാം, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരു വരുമാനവും സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നില്ല. മാത്രമല്ല, ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ ഭക്തന്മാരുടെ ആചാരപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ മുടക്കുന്നത്. അത് മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും ചെയ്തിട്ടുണ്ട്. ശബരിമല തീർത്ഥാടന കാലത്ത് തന്നെ ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിന്റെ വിവിധ വകുപ്പുകളൊക്കെ അണിനിരന്നുകൊണ്ട് വലിയ ചെലവ് ചെയ്താണ് തീർത്ഥാടകർക്ക് സൗകര്യം ഏർപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ശബരിമലയുടെ വികസന കാര്യങ്ങൾക്ക് ശബരിമല മാസ്റ്റർ പ്ലാനിന് ഓരോ വർഷവും നല്ല ഒരു തുക, 25 കോടി 30 കോടി ആ നിരക്കിന് സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ വക ഉള്ളിച്ച് പണം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ കിഫ്ബി വഴി 145 കോടി രൂപയുടെ സഹായമാണ് ശബരിമല ഭക്തർക്ക് വേണ്ടി അവരുടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചിട്ടുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യം തന്നെ എടുക്കാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടായി എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ശരി, സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവാണ് നമ്മളോട് സംസാരിച്ചത്. ആ പരാമർശങ്ങളോട് യോജിക്കാൻ കഴിയില്ല, വസ്തുതയ്ക്ക് നിരക്കുന്നതല്ല എന്ന ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് തിരിച്ചെത്താം മറ്റു വാർത്തകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നിളം പാലാണോ മന്ദാരപ്പൂന്തോട്ടം,
കുഞ്ഞാറ്റക്കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും ഓണനാള. പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ 45-ാം വാർഷിക ജനറൽ ബോഡി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ചേരും. വിർച്വൽ കോൺഫറൻസിംഗിലാണ് ജനറൽ ബോഡി യോഗത്തെ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മുകേഷ് അംബാനി അഭിസംബോധന ചെയ്യുക. വിർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോമിൽ ലോകത്താദ്യമായി നടക്കുന്ന കമ്പനി ജനറൽ ബോഡി യോഗമായിരിക്കും ഇത്. ജിയോ മീറ്റ് ബ്രോഡ്കാസ്റ്റ് കൂടാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും AGM തത്സമയം കാണാം. നവ ഊർജ്ജ പദ്ധതികളിലേക്കുള്ള ചുവടുമാറ്റം സംബന്ധിച്ച് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. 5G പ്രഖ്യാപനവും താരിഫ് പ്രഖ്യാപനവും AGMൽ ഉണ്ടാകും. മുകേഷ് അംബാനി റിലയൻസ് ചെയർമാൻ പദവി ഒഴിഞ്ഞ് മകൻ ആകാശ് അംബാനിയെ നിയോഗിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ AGMമാണ് ഇന്നത്തേതെന്ന പ്രത്യേകതയും ഉണ്ട്. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തയിൽ നിന്ന് കാണാം. നമസ്കാരം. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റക്കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും ഓണനാള. കാലം പുലരും
പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ. നമസ്കാരം. വാർത്തയിൽ ഇന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. VKC പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് India's pride, my pride. VKC Pride. Celebrate hard work. തൊടുപുഴ ഉരുൾപൊട്ടലിൽ 4 വയസ്സുകാരനടക്കം 5 മരണം. വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യത. കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. രാത്രി യാത്രയ്ക്ക് വിലക്ക്. പത്തനംതിട്ടയിൽ വെള്ളക്കെട്ട്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പരാമർശം വിവാദത്തിൽ. പ്രസ്താവന വസ്തുതയെന്ന BJP. വസ്തുത മനസ്സിലാക്കാതെയെന്ന N വാസു. വിഴിഞ്ഞം സമരക്കാർക്ക് തിരിച്ചടി. ക്രമസമാധാനം തകർക്കാൻ അനുവദിക്കില്ല എന്ന് ഹൈക്കോടതി. നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തരുത്. പദ്ധതി പ്രദേശത്ത് ഇന്നും പ്രതിഷേധം. KSRTCയിൽ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കുമെന്ന് ആന്റണി രാജു. വരവും ചെലവും തമ്മിൽ 96.5 കോടിയുടെ അന്തരം. പെൻഷൻ കുടിശ്ശിക വിതരണം തുടങ്ങി. ശമ്പള പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിയുമായി വൈകിട്ട് ചർച്ച. വിദഗ്ധ ചികിത്സയ്ക്കായി കോടിയേരി ചെന്നൈയിലേക്ക് തിരിച്ചു. യാത്ര എയർ ആംബുലൻസിൽ. കോടിയേരിയെ ഫ്ളാറ്റിലെത്തി കണ്ട മുഖ്യമന്ത്രി. നേതൃത്വത്തിനെതിരായ ഒളിയമ്പുമായി G സുധാകരൻ. വിമർശനം ചരിത്രം ചിരിക്കുന്നുവെന്ന കവിതയിൽ. ഗവർണറെ പുകഴ്ത്തി U പ്രതിഭ MLA. ഗവർണറുടെ പെരുമാറ്റം മാതൃകാപരമെന്ന് MLA. റിലയൻസ് ഇൻഡസ്ട്രീസ് 45ാം വാർഷിക ജനറൽ ബോഡി ഇന്ന്. AGM 2 മുതൽ വെർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോമിൽ. നവ ഊർജ 5G മേഖലകളിൽ നിർണായക പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡ് വിതരണം വൈകിട്ട്. മുഖ്യാതിഥിയായി ഗവർണർ. പുരസ്കാരം 15 വിഭാഗങ്ങളിൽ. വിശദമായ റിപ്പോർട്ടിലേക്കാണ്. തൊടുപുഴ കുടയത്തൂർ സംഗമം ജംഗ്ഷന് സമീപം ഉരുൾപൊട്ടലിൽ 5 വയസ്സുള്ള കുഞ്ഞടക്കം 5 പേർക്ക് ദാരുണാന്ത്യം. കുടയത്തൂർ സ്വദേശി സോമൻ, അമ്മ തങ്കമ്മ, ഭാര്യ ജയ, മകൾ ഷിമ, ഷിമയുടെ മകൻ ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി മുതൽ പെയ്ത അതിതീവ്ര മഴയ്ക്ക് പിന്നാലെയാണ് ഉരുൾപൊട്ടിയത്. സോമനും കുടുംബവും ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് ഉരുൾപൊടുന്നതിനെ ഇരച്ചെത്തിയത്.
പാറക്കൂട്ടവും വൻമരങ്ങളും വീട് തൂത്തെറിഞ്ഞു. വീടിന്റെ തറഭാഗം മാത്രമാണ് അവശേഷിപ്പിച്ചത്. വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും വീട് പൂർണ്ണമായും ഒലിച്ചു പോയിരുന്നു. വീടിന് മുകളിലെ മലയിൽ നിന്നുമാണ് ഉരുളെത്തിയത്. വീടിരുന്ന സ്ഥലത്തിന് താഴെ നിന്നാണ് ആദ്യം മൃതദേഹങ്ങൾ ലഭിച്ചത്. തങ്കമ്മയുടെ മൃതദേഹം ആദ്യം കണ്ടെത്തി. പിന്നീട് മറ്റ് 4 പേർക്കായി മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ. 10:30 എല്ലാവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. സോമന്റെയും ഭാര്യ ജയയുടെയും മൃതദേഹം വീട് നിന്നിരുന്ന സ്ഥലത്തു നിന്നുമാണ് കണ്ടെത്തിയത്. ഇതിന് തൊട്ടടുത്ത കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. അവര് താമസിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ വീണ്ടും ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. നല്ല ഉയരത്തു നിന്നാണ് ഉരുള് പൊട്ടി വന്നിട്ടുള്ളത്. ഇടയിലുള്ളൊരു പാറ തട്ടി വന്നതുകൊണ്ട് മറ്റു വിധത്തിലേക്ക് മാറിപ്പോയില്ല, അല്ലെങ്കിൽ 10-30ഓളം വീടുകൾ അപകടത്തിൽപ്പെട്ടത്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ തൊടുപുഴ പുളിയന്മല റോഡിലൂടെയുള്ള രാത്രിയാത്രയ്ക്ക് കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴയിൽ ദുരന്ത ഭൂമിക്കടിയിലായി കുടുങ്ങിപ്പോയ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സഹായമായത് 2 പോലീസ് നായ്ക്കൾ. ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ ഡോണയും മേഞ്ചലുമാണ് ഉരുൾപൊട്ടലിൽപ്പെട്ട സോമനും ഭാര്യ ജയയും മണ്ണിനടിയിലായ സ്ഥലം കണ്ടെത്തിയത്. നേരത്തെ പെട്ടിമുടി ദുരന്തത്തിലും ഡോണയുടെ സേവനം പ്രശംസിക്കപ്പെട്ടിരുന്നു. വീടിന് 100 മീറ്റർ അകലെ നിന്നായി ആദ്യം തങ്കമ്മയുടെ മൃതദേഹം കണ്ടെത്തി. തൊട്ടു പിന്നാലെ ദേവാനന്ദന്റെയും ഷിമയുടെയും മൃതദേഹങ്ങളും. പിന്നീട് മണിക്കൂറുകൾ തിരച്ചിൽ നടത്തിയെങ്കിലും സോമനെയും ജയയെയും കണ്ടെത്താനായില്ല. ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ നായ്ക്കളായ ഡോണയും ഏഞ്ചലുമാണ് പ്രവർത്തനത്തിന് തുണയായത്. പരിസരം ആകെ തിരഞ്ഞു നടന്ന ഡോണയും ഏഞ്ചലും വീട് നിലനിന്നിരുന്ന സ്ഥലത്തെത്തി നിലയുറപ്പിച്ചു. ഇതോടെയാണ് താഴെ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്ന സംഘം തിരച്ചിൽ മുകൾ ഭാഗത്തേക്ക് മാറ്റിയത്. നായ്ക്കൾ നിന്നയിടത്തെ മണ്ണ് നീക്കിയുടൻ ജയയുടെ മൃതദേഹം കണ്ടെത്തി. തൊട്ടു പിന്നാലെ സോമന്റെയും. ഡോണ ഇതിനു മുൻപ് പെട്ടിമുടി, കൊക്കയാർ എന്നിവിടങ്ങളിൽ നടന്ന ഉരുൾപൊട്ടലിലെ തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച 2 നായ്ക്കളും ഇടുക്കി ഡോഗ് സ്ക്വാഡിലുള്ളവരാണ്. പെട്ടിമുടി രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തതിന് ഡോണയ്ക്ക് സംസ്ഥാന ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. പത്തനംതിട്ടയിൽ ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം. മല്ലപ്പള്ളിയിലെ ചുങ്കപ്പാറ ടൗണിലും വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ പല സ്ഥലങ്ങളിലും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അപ്രതീക്ഷിതമായി ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് ചുങ്കപ്പാറ ടൗണിലെ കടകളിലും വീടുകളിലും വെള്ളം കയറിയത്. മലയോര മേഖലയിൽ പെയ്ത കനത്ത മഴയിൽ തോടുകളും ഓടകളും കരകവിഞ്ഞതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. മല്ലപ്പള്ളി കോട്ടാങ്ങലിൽ കാർ തോട്ടിൽ ഒലിച്ചുപോയി. വെണ്ണിക്കുളം വാളക്കുഴി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട റിംഗ് റോഡിൽ വെള്ളം കയറിയതോടെ റാന്നി ഭാഗത്തേക്കും ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവല്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മല്ലപ്പള്ളി, ചുങ്കപ്പാറ, ഐരൂർ, കോഴഞ്ചേരി, നാരങ്ങാനം പ്രദേശങ്ങളിലാണ് കനത്ത മഴ ലഭിച്ചത്. കോന്നിയിൽ 114 മില്ലിമീറ്റർ മഴയാണ് രാത്രിയിൽ ലഭിച്ചത്. ചുങ്കപ്പാറയിലും പത്തനംതിട്ടയിലും വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ സന്ദർശിച്ചു. ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും വരും മണിക്കൂറിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കോട്ടയത്ത് വ്യാപക മഴക്കെടുതി. രാത്രി പെയ്ത ശക്തമായ മഴയിൽ പാമ്പാടി, നെടുങ്കുന്നം പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. തോടുകൾ നിറഞ്ഞു കവിഞ്ഞു. നെടുങ്കുന്നം നെടുങ്കണ്ണി പാലത്തിലടക്കം വെള്ളം കയറി. ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ മഴ കുറഞ്ഞതോടെ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടുക്കിയിൽ പിതാവിന്റെ ഓട്ടോറിക്ഷ ഇടിച്ച് മകൾക്ക് ദാരുണാന്ത്യം. കട്ടപ്പന വെളിലാക്കണ്ടം സ്വദേശികളായ സജേഷ്, ശ്രീകുട്ടി ദമ്പതികളുടെ 2.5 വയസ്സുള്ള മകൾ ഹൃതികയാണ് മരിച്ചത്. ഇന്ന് രാവിലെ വീട്ടുമുറ്റത്താണ് സംഭവം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വിവാദ പരാമർശവുമായി സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. വരുമാനം കണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ശ്രമിക്കുകയാണ് എന്നാണ് ഇന്ദു മൽഹോത്രയുടെ വിവാദ പ്രസ്താവന. താനും ജസ്റ്റിസ് യു ലളിതും ചേർന്നാണ് ഈ നീക്കം തടഞ്ഞത് എന്നും ഇന്ദു മൽഹോത്ര പറയുന്നുണ്ട്. That's what happens with these communist governments. They want to just take over because of the revenue. Their problem is the revenue.
All over they've taken over. All over. Only Hindu temple. So Justice Lalith and I said, no, we will not allow it. വിഷയത്തിൽ കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലേക്ക് അവർ പറഞ്ഞതിൽ എന്തെങ്കിലും പിശകുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അവർ വളരെ സീനിയർ ആയിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജിയാണ്. അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അവർ പറഞ്ഞ അഭിപ്രായം വാസ്തവത്തിൽ അത് രാജ്യത്തെ നീതിന്യായ പീഠത്തിൽ ഉന്നതമായ പദവിയിൽ ഇരുന്ന ഒരാളിൽ നിന്ന് അത്തരം ഒരു അഭിപ്രായം പുറത്തു വന്നത് വളരെ ഉചിതമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജനങ്ങൾക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ ഇവരെ പോലുള്ള ആളുകൾ തുറന്നു പറയുമ്പോഴാണ് അവർക്ക് കൂടുതലായി ബോധ്യപ്പെടുന്നത്. ഹിന്ദു മൽഹോത്ര ഉദ്ദേശിച്ചെങ്കിൽ അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ആ മാന്യ മഹതി കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മനസ്സിലാക്കാതെയാണോ അത്തരം ഒരു പ്രസ്താവന നടത്തിയത് എന്ന് ഞാൻ സംശയിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് പറയാം, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരു വരുമാനവും സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നില്ല. മാത്രമല്ല, ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ ഭക്തന്മാരുടെ ആചാരപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ മുടക്കുന്നത്. അത് മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും ചെയ്തിട്ടുണ്ട്. കെഎസ്ആർടിസിയെ രക്ഷിക്കാൻ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കുകയല്ലാതെ മറ്റു വഴികളില്ല എന്ന് മന്ത്രി ആന്റണി രാജു. ഇതിന് തൊഴിലാളി യൂണിയനുകൾ സഹകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. 12 മണിക്കൂർ ഡ്യൂട്ടി പറയുന്ന സർക്കാരിന് തീവ്ര വലതുപക്ഷ നയമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഇത്തവണ കണ്ണീരോണമാകുമെന്നും പ്രതിപക്ഷം പറഞ്ഞു. മേയിലെ കണക്ക് പ്രകാരം കെഎസ്ആർടിസിയുടെ വരുമാനം 192.67 കോടി രൂപ, ചെലവ് 289.32 കോടി, വരവ് ചെലവാന്തരം 96.65 കോടി രൂപ. കോവിഡും വിലവർദ്ധനവും കാരണം പ്രതിസന്ധിയിലായ കെഎസ്ആർടിസിയെ രക്ഷിക്കാൻ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി അനിവാര്യമാണ് എന്ന് ആന്റണി രാജു. പ്രൊഫസർ സുശീൽ ഖന്ന റിപ്പോർട്ടിലും പ്രതിപാദിക്കുന്ന സിംഗിൾ ഡ്യൂട്ടി സംവിധാനം നടപ്പിലാക്കിയാൽ നിലവിൽ ഓടിക്കാൻ കഴിയാതെ കിടക്കുന്ന ഏതാണ്ട് 1300ഓളം ബസ്സുകൾ, സാർ 800 ബസ്സുകൾ ടോട്ടൽ ഐഡിയലായി കിടക്കുകയാണ് സാർ. 500 ബസ്സുകൾ ചെറിയ റിപ്പയർ നടത്തി നമുക്ക് ഓടിക്കാൻ കഴിയുന്ന വിധത്തിലാണ് സാർ. ബസ്സുകൾ നിലവിലുള്ള ജീവനക്കാരെ കൊണ്ട് തന്നെ ഓടിച്ച് അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മാനേജ്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത്. 8 മണിക്കൂർ ജോലി എന്ന സന്ദേശവുമായി മെയ് ദിനം ആഘോഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് 12 മണിക്കൂറിന് വേണ്ടി വാദിക്കുന്നത് എന്ന് പ്രതിപക്ഷം. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് തൊഴിലാളികൾ 12 മണിക്കൂർ ജോലി ചെയ്യണം, സ്റ്റിയറിംഗിൽ പിടിച്ചിരിക്കുന്ന സമയം 8 മണിക്കൂർ വേണം. വ്യവസായ മന്ത്രിക്കും തൊഴിൽ മന്ത്രിക്കും അതിനോട് യോജിപ്പുണ്ടോ? ആ 12 മണിക്കൂർ ജോലി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ CITU നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പുറകിൽ നിന്ന് കൈയടിക്കുന്നത് കേട്ടിട്ട് വളരെ രസകരമായി സാർ തോന്നി. 6 വർഷം കൊണ്ട് കെഎസ്ആർടിസിയെ LTF എല്ലും തോലുമാക്കി. സുശീൽ ഖന്ന റിപ്പോർട്ട് വലിച്ചുകീറിയാൽ കെഎസ്ആർടിസി രക്ഷപ്പെടും. ആദ്യമായി സർക്കാരിനോട് പറയുകയാണ്, സാർ ഈ സുശീൽ ഖന്ന റിപ്പോർട്ട് വലിച്ചു കീറി ചവറ്റുകുട്ടയിലെറിഞ്ഞാൽ ഈ KSRTC രക്ഷപ്പെടും സാർ. സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കുന്നതിൽ യൂണിയനുകളുമായി മുഖ്യമന്ത്രി ഈ ആഴ്ച തന്നെ ചർച്ച നടത്തുമെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങുമെന്നും മന്ത്രി. ന്യൂസ് 18 തിരുവനന്തപുരം. വിഴിഞ്ഞത്ത് ക്രമസമാധാനം തകർക്കാൻ അനുവദിക്കില്ല എന്ന് ഹൈക്കോടതി. സമരം സമാധാനപരമായി നടത്തണം. നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തി സമരം പാടില്ല എന്നും കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. സമരത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പാണ് ഹർജി നൽകിയത്. വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ മത്സ്യത്തൊഴിലാളികളുടെ സമരം 14ാം ദിവസവും ശക്തമാണ്. തുറമുഖ നിർമ്മാണ മേഖലയിലെ പ്രതിഷേധത്തിനൊപ്പം കടൽമാർഗവും പ്രതിഷേധം സംഘടിപ്പിച്ചു. മുതലപ്പുഴയിൽ നിന്നും 30ഓളം ബോട്ടുകൾ തുറമുഖ നിർമ്മാണ പ്രദേശം വളഞ്ഞായിരുന്നു പ്രതിഷേധം. ശാന്തിപുരം, പുതുക്കുറിച്ചി, തായമ്പള്ളി ഇടവകളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഇന്ന് പ്രതിഷേധിച്ചത്. തുറമുഖ കവാടത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ മറിച്ചിട്ട് മത്സ്യത്തൊഴിലാളികൾ നിർമ്മാണ മേഖലയിൽ കൊടിനാട്ടി. തുറമുഖ നിർമ്മാണം നിർത്തിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന് ലത്തീൻ സഭ വ്യക്തമാക്കി. CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനെ വിദഗ്ധ ചികിത്സകൾക്കായി ചെന്നൈയിലേക്ക് മാറ്റി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും എയർ ആംബുലൻസിലാണ് കോടിയേരിയെ കൊണ്ടുപോയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഫ്ളാറ്റിലെത്തി കോടിയേരിയെ കണ്ടു. ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായതോടെയാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാവും ചികിത്സ. ഇന്നലെ തന്നെ അപ്പോളോ ആശുപത്രി അധികൃതർ തിരുവനന്തപുരത്തെത്തി. 11:30 എയർ ആംബുലൻസിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി.
ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ അടക്കം അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. AKG സെന്ററിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്നും ആംബുലൻസിലാണ് കോടിയേരി ബാലകൃഷ്ണനെ വിമാനത്താവളത്തിൽ എത്തിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും വീട്ടിലെത്തി കോടിയേരിയെ സന്ദർശിച്ചു. പാർട്ടി നേതാക്കളും മന്ത്രിമാരും അടക്കമുള്ള പ്രമുഖർ ഇന്നലെ മുതൽ അദ്ദേഹത്തെ ഫ്ളാറ്റിലെത്തി സന്ദർശിക്കുന്നുണ്ട്. ക്യാൻസർ രോഗബാധിതനായ കോടിയേരി ബാലകൃഷ്ണന് നേരത്തെ അമേരിക്കയിലടക്കം വിദഗ്ധ ചികിത്സ നൽകിയിരുന്നു. ആരോഗ്യസ്ഥിതി മെച്ചമായതോടെ രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ സജീവമായി. എന്നാൽ ആരോഗ്യം വീണ്ടും മോശമായതോടെയാണ് കൂടുതൽ വിദഗ്ധ ചികിത്സ നൽകാൻ പാർട്ടി തീരുമാനിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. CPM നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി വീണ്ടും G. സുധാകരന്റെ കവിത. ചരിത്രം ചിരിക്കുന്നുവെന്ന പേരിൽ എഴുതിയ കവിതയിലാണ് പരോക്ഷ വിമർശനം. എറണാകുളം സമ്മേളനത്തിന് ശേഷം ബ്രാഞ്ച് അംഗമായാണ് സുധാകരൻ പ്രവർത്തിക്കുന്നത്. നേതൃത്വത്തിൽ നിന്നും മാറി നിൽക്കുന്നതിനിടെയാണ് വീണ്ടും കവിത. തന്നെ സമ്മർദ്ദത്തിലാക്കാൻ ആർക്കും കഴിയില്ല എന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. CPM വിമർശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് പ്രതികരണം. ഭരണഘടനയും നിയമവും അനുസരിച്ച് മാത്രമേ തനിക്ക് മുന്നിലെത്തുന്ന ഏത് കടലാസിലും ഒപ്പിടൂവെന്നും ഗവർണർ കോട്ടയത്ത് പറഞ്ഞു. Well, they are free to say anything. They are free to do anything. We live in a democracy. Why do you find any problem with these statements? I do not mind them. But one thing is certain. I cannot be pressurized. That is certain. I respect the right of assembly to adopt any measure. They have full freedom, they have full authority. But I have certain obligations to perform, certain duties to perform. I have to ensure that whatever paper I sign I meet the requirements of it being in consonance with the provisions of the Constitution, the law and its spirit. സിവിക് ചന്ദ്രനെതിരായ ബലാത്സംഗ കേസിലെ വിവാദ ഉത്തരവിനെ തുടർന്ന് സ്ഥലം മാറ്റപ്പെട്ട കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻ ജഡ്ജ് S. കൃഷ്ണകുമാർ ഹൈക്കോടതിയിൽ. തീരുമാനത്തിനെതിരെ ഹൈക്കോടതി അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്ക് പരാതി നൽകി. ഉത്തരവിന് പിന്നാലെ കൃഷ്ണകുമാറിനെ കൊല്ലം ലേബർ കോടതിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ജില്ലാ ജഡ്ജിയായി നിയമിതനായി 3 വർഷം പൂർത്തിയാകും മുൻപ് ലേബർ കോടതി ജഡ്ജിയായി സ്ഥലം മാറ്റിയത് ചട്ടവിരുദ്ധമാണ്. ലേബർ കോടതി ജഡ്ജി നിയമനം ഡെപ്പോട്ടേഷൻ നിയമനമായതിനാൽ തന്റെ മുൻകൂർ സമ്മതം തേടണമെന്നും പരാതിയിലുണ്ട്. കാശ്മീർ വിവാദ പരാമർശത്തിൽ മുൻ മന്ത്രി KT ജലീലിനെതിരായ പരാതിയിൽ പോലീസ് ഇടപെടൽ. ഇക്കാര്യത്തിൽ അന്വേഷണ സംഘത്തെ നിയമിച്ചതായി ഡൽഹി പോലീസ് വ്യക്തമാക്കി. SHO രാഹുൽ രവിക്കാണ് അന്വേഷണ ചുമതല. ജലീലിനെതിരായ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി അഭിഭാഷകൻ GS മണി നൽകിയ പരാതിയിലാണ് നടപടി. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ 45-ാം വാർഷിക ജനറൽ ബോഡി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക്. വെർച്വൽ കോൺഫറൻസിംഗിലാണ് ജനറൽ ബോഡി യോഗം. യോഗത്തെ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മുകേഷ് അംബാനി അഭിസംബോധന ചെയ്യും. വെർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോമിൽ ലോകത്ത് ആദ്യമായി നടക്കുന്ന കമ്പനി ജനറൽ ബോഡി യോഗമായിരിക്കും ഇത്. ജിയോ മീറ്റ് ബ്രോഡ്കാസ്റ്റ് കൂടാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും AGM തത്സമയം വീക്ഷിക്കാം. നവ ഊർജ്ജ പദ്ധതികളിലേക്കുള്ള ചുവടുമാറ്റം സംബന്ധിച്ച് കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. 5G പ്രഖ്യാപനവും താരിഫ് പ്രഖ്യാപനവും AGMിലുണ്ടാകും. മുകേഷ് അംബാനി റിലയൻസ് ചെയർമാൻ പദവി ഒഴിഞ്ഞ് മകൻ ആകാശ് അംബാനിയെ നിയോഗിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ AGMാണ് ഇന്നത്തേത് എന്ന പ്രത്യേകതയും ഉണ്ട്. വ്യവസായ വാണിജ്യ രംഗങ്ങളിൽ കേരളത്തിന്റെ അഭിമാന താരങ്ങളെ തെരഞ്ഞെടുത്ത് ആദരിക്കുന്ന ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡുകളുടെ പ്രഖ്യാപനവും സമർപ്പണവും ഇന്ന് വൈകിട്ട് 5:30 കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. എറണാകുളം MP ഹൈബി ഈഡൻ മുഖ്യപ്രഭാഷകനായിരിക്കും. കേരളത്തിന്റെ ബിസിനസ് വളർച്ചയ്ക്ക് സമഗ്ര സംഭാവന നൽകിയവർക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും സമ്മാനിക്കും. വൈകിട്ട് 5:30 കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.
പൂമുറ്റം പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂലനാള പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കു മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ആർട്ടിമിസ് ദൌത്യത്തിന്റെ വിക്ഷേപണം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 6:03 ഓറിയോൺ എന്ന യാത്രാ പേടകവുമായി റോക്കറ്റ് കുതിച്ചുയരും. 4 പേർക്ക് സഞ്ചരിക്കാവുന്ന പേടകത്തിൽ 3 ഡമ്മികളുമായുള്ള പരീക്ഷണം വിജയിച്ചാൽ മനുഷ്യരുമായുള്ള നാസയുടെ യാത്രാ പദ്ധതിയുടെ തുടക്കമാകും അത്. അരനൂറ്റാണ്ടിനു ശേഷം ചന്ദ്രന്റെ മുറ്റത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള ശാസ്ത്ര പദ്ധതിയുടെ ആദ്യ ദൌത്യം ഇന്ന്. ഇത്തവണ ആളില്ലാ പരീക്ഷണം. 4 പേർക്ക് സഞ്ചരിക്കാവുന്ന ഓറിയോൺ പേടകത്തിൽ കാംബേസ്, ഹെൽഗ, സോഗാർ ഡമ്മികളുമായാണ് സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റ് കുതിച്ചുയരുക. നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. നാൽപ്പത്തിരണ്ട് ദിവസവും 3 മണിക്കൂറും 20 മിനിറ്റുമെടുത്ത് ഒക്ടോബർ 10 പേടകം തിരികെ ഭൂമിയിൽ പ്രവേശിക്കും. ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ 2760 ഡിഗ്രി ചൂടാണ് പേടകം അതിജീവിക്കേണ്ടി വരിക. ഇത് വിജയിച്ചാൽ മനുഷ്യരുമായുള്ള യാത്രയ്ക്കുള്ള തുടക്കമാകും. ദൗത്യത്തിനായി നാസ ചെലവിടുന്നത് $23 ബില്യൺ, ഏകദേശം 1,84,000 കോടിയോളം രൂപ. മുമ്പ് മനുഷ്യരെ എത്തിച്ച അപ്പോളോ പേടകത്തേക്കാൾ വിശാലമാണ് ഓറിയോൺ പേടകം. സയൻസ് ഡെസ്ക്, ന്യൂസ് 18. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബിന് നിരോധനം ഏർപ്പെടുത്തിയ കർണാടക ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി കർണാടക സർക്കാരിന് നോട്ടീസ് അയച്ചു. അടുത്ത വാദം സെപ്റ്റംബർ 5 നടക്കുമെന്നും കോടതി വ്യക്തമാക്കി. നേരത്തെ വാദം അടിയന്തരമായി കേൾക്കണമെന്നാവശ്യപ്പെട്ട ശേഷം മാറ്റിവെക്കാൻ അപേക്ഷ നൽകുന്നത് എന്തിനാണ് എന്ന് ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത ചോദിച്ചു. ഹർജി സ്വീകരിക്കാനാകില്ല എന്നും സുപ്രീംകോടതി അറിയിച്ചു. പ്രീ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് തീരുമാനം. 16 വയസ്സിന് മുകളിലുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് വിവാഹിതയാകാമെന്ന ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജി. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. ഹൈക്കോടതി വിധി പോക്സോ, ശൈശവ വിവാഹ നിരോധന നിയമങ്ങൾക്കെതിരാണ് എന്നാരോപിച്ചാണ് കമ്മീഷൻ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. റഫാൽ ഇടപാടിൽ പുതിയ അന്വേഷണം വേണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. ഇന്ത്യയിലെ ഇടനിലക്കാരന് ഫ്രഞ്ച് കമ്പനിയായ ദാസോ ഏവിയേഷൻ കൈക്കൂലി നൽകിയെന്ന മാധ്യമ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചത്. എന്നാൽ ഫ്രഞ്ച് മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കാൻ കഴിയില്ല എന്ന് ചീഫ് ജസ്റ്റിസ് യു ലളിത് അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണമെന്നാണ് പൊതുതാൽപര്യ ഹർജിയിൽ ആവശ്യപ്പെട്ടത്. നീറ്റ് PG കൌൺസിലിംഗിന് സ്റ്റേ ഇല്ല എന്ന് സുപ്രീംകോടതി. വ്യാഴാഴ്ച കൌൺസിലിംഗ് തുടങ്ങുന്ന സാഹചര്യത്തിൽ സ്റ്റേ ചെയ്യാനാകില്ല. വിദ്യാർത്ഥികളുടെ ജീവിതം അപകടത്തിലാക്കാൻ കഴിയില്ല എന്ന് നിരീക്ഷിച്ച കോടതി ഹർജിയിൽ ഇടപെടാൻ കഴിയില്ല എന്നും വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ ജാമ്യ ഹർജിയിൽ ഉത്തർപ്രദേശ് സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസായി അധികാരമേറ്റ ശേഷം ജസ്റ്റിസ് യു ലളിത് ആദ്യമായി പരിഗണിച്ചത് സിദ്ദിഖ് കാപ്പന്റെ ജാമ്യ ഹർജിയാണ്. ഇക്കാര്യത്തിൽ UP സർക്കാർ രേഖാമൂലം മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സിദ്ദിഖ് കാപ്പനെതിരെ തെളിവില്ല എന്ന് കാപ്പനു വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചു. സെപ്റ്റംബർ 9 കേസ് വീണ്ടും പരിഗണിക്കും. അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ച് കാപ്പന്റെ ജാമ്യ ഹർജി തള്ളിയതിനെതിരെയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിന് പിടിവാശിയില്ല എന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ.
ജനവാസ മേഖലകളെ ബഫർ സോണിൽ നിന്നും ഒഴിവാക്കണമെന്നാണ് സർക്കാർ നിലപാടെന്നും മന്ത്രി പറഞ്ഞു. സണ്ണി ജോസഫ് MLAയുടെ ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ മറുപടി. 2019 ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ 2019 മന്ത്രിസഭാ തീരുമാനവും സുപ്രീംകോടതി വിധിയും തമ്മിൽ ബന്ധമില്ല എന്നായിരുന്നു നിയമമന്ത്രി P. രാജീവിന്റെ മറുപടി. കുഞ്ഞിനെ ദത്ത് നൽകിയ വിവാദത്തിൽ ആരോപണ വിധേയയായ വ്യക്തിയെ ബാലാവകാശ കമ്മീഷൻ അംഗമാക്കിയെന്ന് ആരോപണം. N. സുനന്ദയെ ബാലാവകാശ കമ്മീഷൻ അംഗമാക്കിയതിനെതിരെ അനുപമ അജിത് പ്രതിഷേധവുമായി രംഗത്തെത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് അനുപമ പ്രതിഷേധിച്ചത്. വയനാട്ടിൽ വനാതിർത്തിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന റിസോർട്ടുകളുടെ മറവിൽ വ്യാപക വനം കയ്യേറ്റം. മേപ്പാടി റേഞ്ചിലെ ബഡേരി സെക്ഷനിൽ ജണ്ടകൾ പൊളിച്ചുകളഞ്ഞ് വേലി കെട്ടിത്തിരിച്ചായിരുന്നു കയ്യേറ്റം. പരാതി ഉയർന്നതോടെ പൊളിച്ച ജണ്ടകൾ പുനർനിർമ്മിച്ചെങ്കിലും കയ്യേറ്റത്തിനെതിരെ പേരിന് മാത്രം കേസെടുത്ത് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അധികൃതരുടേത്. വനം വകുപ്പിന്റെ ഒത്താശ, പൊതുജനം കാണില്ലെന്ന ഉറപ്പ്, കണ്ടെത്തിയാലും വലിയ ശിക്ഷാ നടപടികൾ ഉണ്ടാകില്ലെന്ന വിശ്വാസം, ഇവയൊക്കെയാണ് റിസോർട്ട് നടത്തിപ്പുകാരുടെ തുറുപ്പുചീട്ട്. വൈത്തിരി താലൂക്കിലെ പ്രധാന വനമേഖലകളുടെ പ്രദേശമാണ് മൂപ്പനാട് പഞ്ചായത്തിലെ വാളത്തൂർ, കാടാശ്ശേരി പ്രദേശങ്ങൾ. 3000 അടി ഉയരമുള്ള വലിയ മലകളുടെ ചെരുവിൽ വനത്തോട് ചേർന്നുള്ള സ്വകാര്യ ഭൂമിയിലാണ് റിസോർട്ടുകൾ ഏറെയും. താഴെയായി നിലമ്പൂർ കാടും ചാലിയാർ പുഴയും. ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ചരിവുള്ള വനമേഖലയാണ് റിസോർട്ട് ഉടമകൾ പ്രധാനമായും കണ്ണുവയ്ക്കുന്നത്. ആദ്യഘട്ടമായി വനാതിർത്തി നിർണയിച്ചിരിക്കുന്ന ജണ്ടകൾ പൊളിച്ചു മാറ്റും. പിന്നീട് വേലി കെട്ടി സ്വന്തം ഭൂമിയോട് ചേർക്കും. ആരെങ്കിലും കണ്ടുപിടിച്ചാൽ വേലി പൊളിച്ചു മാറ്റും. ചിലപ്പോൾ ജണ്ട വനം വകുപ്പ് തന്നെ പുനർനിർമ്മിക്കേണ്ട സാഹചര്യവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. റിസോർട്ട് ഉടമകൾ വനഭൂമി, വെസ്റ്റേൺ ഫോറസ്റ്റിന്റെ വനഭൂമി കയ്യേറി കൈവശത്തിൽപ്പെടുത്തി അവിടെ ചെണ്ട വരെ പൊളിച്ചു കളഞ്ഞ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് മേപ്പാടി റേഞ്ചിലെ വനം ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോട് കൂടിയാണ് നടക്കുന്നത്. ജണ്ട പൊളിച്ചു മാറ്റിയ റിസോർട്ട് നടത്തിപ്പുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത്. ജണ്ടകൾ മഴയിൽ തകർന്നു എന്ന് പ്രചരിപ്പിച്ച ശേഷം സ്വന്തം ചെലവിൽ പുനർനിർമ്മിക്കുകയാണ് വനം വകുപ്പ്. സമീപത്തെ ആദിവാസി കോളനിക്കാർ വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴി ഉൾപ്പെടെ റിസോർട്ട് നടത്തിപ്പുകാർ കഴിഞ്ഞിടെ കമ്പിവേലി കെട്ടി കൈവശപ്പെടുത്തിയിരുന്നു. ജില്ലയിലെ ബാണാസുര പ്രദേശത്തുൾപ്പെടെ റിസോർട്ട് നടത്തിപ്പുകാർ കൈവശപ്പെടുത്തിയ അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ സർക്കാർ നടപടികൾ തുടരുന്നതിനിടയിലാണ് മേപ്പാടി റേഞ്ചിലെ വനഭൂമി കയ്യേറ്റം. രതീഷ് വാസ്തവൻ, ന്യൂസ് 18, വയനാട്. ന്യൂസ് 18 റിപ്പോർട്ടിൽ ഇടപെട്ട സൗത്ത് വയനാട് DFO ഷജ്ന കരീം വനം കയ്യേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. വനംവകുപ്പ് ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ വിട്ടുവീഴ്ചയില്ല എന്നും DFO പറഞ്ഞു. റിസർവേ സ്കെച്ച് അവർക്ക് കറക്റ്റ് ആയിട്ടാണ് അവിടുന്ന് കൊടുത്തിരുന്നത്. മീൻസ് അവരുടേതും നമ്മളുടേതുമായിട്ടുള്ള വ്യത്യാസമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഫോറസ്റ്റ് മിനി സർവേനെ കൊണ്ട് തന്നെ കൃത്യമായിട്ട് അളന്നതിന് ശേഷം അവര് എൻക്രോച്ച് ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ പൊളിച്ചു കളഞ്ഞു. അതൊരു എക്സ്റ്റൻഷൻ ആയിരുന്നു. ആ എക്സ്റ്റൻഷൻ കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചു കളഞ്ഞു. അവരുടെ പേരിൽ കേസ് ബുക്ക് ചെയ്തു. ജണ്ട കൃത്യമായിട്ട് ഫോറസ്റ്റിന്റെ അതിരിലൂടെ കെട്ടിയിട്ടുണ്ട്. ഈ കുഞ്ചൽ ഷാ എന്ന് പറയുന്ന ആളുടെ സ്ഥലത്ത്. അങ്ങനെ എവിടെയെങ്കിലും ആ രീതിയിൽ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വനംവകുപ്പ് കൃത്യമായിട്ട് കർശന നടപടി എടുക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. കേരളത്തിന്റെ വ്യവസായ സംരംഭക ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് ആദരം. ന്യൂസ് 18 കേരള ബിസിനസ് അവാർഡുകൾ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മാനിക്കുന്നു. 2022 ഓഗസ്റ്റ് 29 വൈകിട്ട് 5:30 കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ.
ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂലനാള പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂലനാള പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ.
ജീവനുകൾ. പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത. 4 കുടുംബങ്ങളെ മാറ്റി. രാത്രി യാത്രയ്ക്ക് നിരോധനം. പത്തനംതിട്ടയിലും കോട്ടയത്തും വ്യാപക മഴക്കെടുതി. പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം. കടകളിലും വീടുകളിലും വെള്ളം കയറി. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. അച്ചൻകോവിലിൽ കാട്ടാന ആക്രമണം. വഴിയാത്രക്കാരൻ ആനയുടെ ചവിട്ടേറ്റ് മരിച്ചു. വയനാട്ടിൽ വീണ്ടും മയക്കുമരുന്ന് പിടിച്ചു. ഹാഷിഷ് ഓയിലുമായി 3 യുവാക്കൾ അറസ്റ്റിൽ. എറണാകുളം കൂവപ്പടിയിൽ ബേക്കറിയിൽ തീപിടുത്തം. തൊഴിലാളിക്ക് പൊള്ളലേറ്റു. തൊടുപുഴ കുടയത്തൂർ സംഗമം ജംഗ്ഷൻ സമീപം ഉരുൾപൊട്ടലിൽ 5 വയസ്സുള്ള കുഞ്ഞടക്കം 5 പേർക്ക് ദാരുണാന്ത്യം. കുടയത്തൂർ സ്വദേശി സോമൻ, അമ്മ തങ്കമ്മ, ഭാര്യ ജയ, മകൾ ഷിമ, ഷിമയുടെ മകൻ ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി മുതൽ പെയ്ത അതിതീവ്ര മഴയ്ക്ക് പിന്നാലെയാണ് ഉരുൾപൊട്ടിയത്. സോമനും കുടുംബവും ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് ഉരുൾപൊടുന്നതിനെ ഇരച്ചെത്തിയത്. പാറക്കൂട്ടവും വൻമരങ്ങളും വീട് തൂത്തെറിഞ്ഞു. വീടിന്റെ തറഭാഗം മാത്രമാണ് അവശേഷിപ്പിച്ചത്. വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും വീട് പൂർണ്ണമായും ഒലിച്ചു പോയിരുന്നു. വീടിന് മുകളിലെ മലയിൽ നിന്നുമാണ് ഉരുളെത്തിയത്. വീടിരുന്ന സ്ഥലത്തിന് താഴെ നിന്നാണ് ആദ്യം മൃതദേഹങ്ങൾ ലഭിച്ചത്. തങ്കമ്മയുടെ മൃതദേഹം ആദ്യം കണ്ടെത്തി. പിന്നീട് മറ്റ് 4 പേർക്കായി മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ. 10:30 എല്ലാവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. സോമന്റെയും ഭാര്യ ജയയുടെയും മൃതദേഹം വീട് നിന്നിരുന്ന സ്ഥലത്തു നിന്നുമാണ് കണ്ടെത്തിയത്. ഇതിന് തൊട്ടടുത്ത കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. അവര് താമസിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ വീണ്ടും ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. നല്ല ഉയരത്തു നിന്നാണ് ഉരുള് പൊട്ടി വന്നിട്ടുണ്ട്. ഇടയിലുള്ളൊരു പാറ തട്ടി വന്നതുകൊണ്ട് മറ്റു വിധത്തിലേക്ക് മാറിപ്പോയില്ല, അല്ലെങ്കിൽ 10-30ഓളം വീടുകൾ അപകടത്തിൽപ്പെട്ടത്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ തൊടുപുഴ പുളിയൻമല റോഡിലൂടെയുള്ള രാത്രി യാത്രയ്ക്ക് കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴയിൽ ദുരന്ത ഭൂമിക്കിടയിൽ കുടുങ്ങിപ്പോയ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സഹായകരമായത് 2 പോലീസ് നായ്ക്കൾ. ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ ഡോണയും ഏഞ്ചലുമാണ് ഉരുൾപൊട്ടലിൽപ്പെട്ട സോമനും ഭാര്യ ജയയും മണ്ണിലടിയിലായ സ്ഥലം കണ്ടെത്തിയത്. നേരത്തെ പെട്ടിപിടി ദുരന്തത്തിലും ഡോണയുടെ സേവനം പ്രശംസിക്കപ്പെട്ടിരുന്നു. വീടിന് 100 മീറ്റർ അകലെ നിന്നായി ആദ്യം തങ്കമ്മയുടെ മൃതദേഹം കണ്ടെത്തി. തൊട്ടു പിന്നാലെ ദേവാനന്ദിന്റെയും ഷിമയുടെയും മൃതദേഹങ്ങളും. പിന്നീട് മണിക്കൂറുകൾ തെരച്ചിൽ നടത്തിയെങ്കിലും സോമനെയും ജയയെയും കണ്ടെത്താനായില്ല. ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ നായ്ക്കളായ ഡോണയും ഏഞ്ചലുമാണ് പ്രവർത്തനത്തിന് തുണയായത്. പരിസരം ആകെ തിരഞ്ഞു നടന്ന ഡോണയും ഏഞ്ചലും വീട് നിലനിന്നിരുന്ന സ്ഥലത്തെത്തി നിലയുറപ്പിച്ചു. ഇതോടെയാണ് താഴെ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്ന സംഘം തിരച്ചിൽ മുകൾ ഭാഗത്തേക്ക് മാറ്റിയത്. നായ്ക്കൾ നിന്നയിടത്തെ മണ്ണ് നീക്കിയുടൻ ജയയുടെ മൃതദേഹം കണ്ടെത്തി. തൊട്ടു പിന്നാലെ സോമന്റെയും. ഡോണ ഇതിനു മുൻപ് പെട്ടിമുടി, കൊക്കയാർ എന്നിവിടങ്ങളിൽ നടന്ന ഉരുൾപൊട്ടലിലെ തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച 2 നായ്ക്കളും ഇടുക്കി ഡോഗ് സ്ക്വാഡിലുള്ളവരാണ്. പെട്ടിമുടി രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തതിന് ഡോണയ്ക്ക് സംസ്ഥാന ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. മഴ ശക്തമായതോടെ തൊടുപുഴ പുളിയൻമല റോഡിൽ രാത്രികാല യാത്ര നിരോധിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാലാണ് നിരോധനം. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യം, പോലീസ്, റവന്യൂ, സിവിൽ, ദുരന്ത നിവാരണം, തദ്ദേശ സ്വയംഭരണം ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകളിലെ ജീവനക്കാർക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രം ഈ സമയത്ത് യാത്ര ചെയ്യുന്നതിന് ഇളവ് അനുവദിക്കും. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ശക്തമായ മഴ 5 ദിവസം തുടരും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, മഴ ഇനിയും തുടരുമെന്ന് തന്നെയാണോ കാലാവസ്ഥാ പ്രവചനം? മിക്ക ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുമെന്നാണോ? തീർച്ചയായും അടുത്ത 5 ദിവസവും മഴ തുടരും. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട,
ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഏകദേശം 205 മില്ലിമീറ്റർ വരെ മഴ 24 മണിക്കൂറിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനാണ് സാധ്യത. തിരുവനന്തപുരം ഒഴികെ മറ്റ് 10 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. ഇതേ രീതിയിൽ മഴ 5 ദിവസം കൂടി തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലയിൽ അപ്രതീക്ഷിതമായ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട്. അതായത് ചുരുങ്ങിയ സമയത്ത് കൂടുതൽ മഴ പെയ്യുന്ന രീതിയിൽ മലയോര മേഖലയിൽ ഈ ദിവസങ്ങളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും ദുരന്ത നിവാരണ വിദഗ്ധരും നിർദ്ദേശിക്കുന്നു. രഞ്ജിത്ത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചു. പത്തനംതിട്ടയിൽ ഇന്നലെ രാത്രിയുണ്ടായ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷം. മല്ലപ്പള്ളിയിലെ ചുങ്കപ്പാറ ടൗണിലും വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ പല സ്ഥലങ്ങളിലും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അപ്രതീക്ഷിതമായി ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് ചുങ്കപ്പാറ ടൗണിലെ കടകളിലും വീടുകളിലും വെള്ളം കയറിയത്. മലയോര മേഖലയിൽ പെയ്ത കനത്ത മഴയിൽ തോടുകളും ഓടകളും കരകവിഞ്ഞതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. മല്ലപ്പള്ളി കോട്ടാങ്ങലിൽ കാർ തോട്ടിൽ ഒലിച്ചുപോയി. വെണ്ണിക്കുളം വാളക്കുഴി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട റിംഗ് റോഡിൽ വെള്ളം കയറിയതോടെ റാന്നി ഭാഗത്തേക്കും ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവല്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മല്ലപ്പള്ളി, ചുങ്കപ്പാറ, അയിരൂർ, കോഴഞ്ചേരി, നാരങ്ങാനം പ്രദേശങ്ങളിലാണ് കനത്ത മഴ ലഭിച്ചത്. കോന്നിയിൽ 114 മില്ലിമീറ്റർ മഴയാണ് രാത്രിയിൽ ലഭിച്ചത്. ചുങ്കപ്പാറയിലും പത്തനംതിട്ടയിലും വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ സന്ദർശിച്ചു. ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും വരും മണിക്കൂറിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കോട്ടയത്ത് വ്യാപക മഴക്കെടുതി. രാത്രി പെയ്ത ശക്തമായ മഴയിൽ പാമ്പാടി, നെടുംകുന്നം പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. തോടുകൾ നിറഞ്ഞു കവിഞ്ഞു. നെടുംകുന്നം നെടുങ്കണ്ണി പാലത്തിലടക്കം വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കിയിൽ പിതാവിന്റെ ഓട്ടോറിക്ഷ ഇടിച്ച് മകൾക്ക് ദാരുണാന്ത്യം. കട്ടപ്പന വെള്ളിലാങ്കണ്ടം സ്വദേശികളായ സജേഷ്, ശ്രീകുട്ടി ദമ്പതികളുടെ 2.5 വയസ്സുള്ള മകൾ ഹൃതികയാണ് മരിച്ചത്. ഇന്ന് രാവിലെ വീട്ടുമുറ്റത്താണ് സംഭവം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. എറണാകുളം കൂവപ്പടി പഞ്ചായത്ത് ജംഗ്ഷന് സമീപം ബേക്കറിയിൽ തീപിടുത്തം. മിലോ ബേക്കറിയിലെ പാചകവാതക സിലിണ്ടറിനാണ് തീപിടിച്ചത്. ബേക്കറിയിലെ വിക്രം എന്ന തൊഴിലാളിക്ക് പൊള്ളലേറ്റു. ഏറെ പരിശ്രമത്തിന് ശേഷം ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ചേട്ടാ മാറി. കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണം കടത്തിയ ജീവനക്കാരി പിടിയിൽ. ക്ലീനിംഗ് സൂപ്പർവൈസർ കെ സജിതയാണ് പിടിയിലായത്. 1812 ഗ്രാം സ്വർണ്ണ മിശ്രിതം ഇവരിൽ നിന്നും പിടിച്ചു. പകൽ സമയത്ത് പുരയിടത്തിൽ കെട്ടിയിരുന്ന പോത്തിനെ വാഹനത്തിൽ മോഷ്ടിച്ചു കടത്തിയതായി പരാതി. പത്തനംതിട്ട ഇളന്തൂർ ഇടപ്പാറ സ്വദേശി അനിയന്റെ പോത്തിനെയാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. സമീപത്തെ വീടുകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് മോഷണം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് പിക്കപ്പ് വാനിൽ 3 പേർ അടങ്ങിയ സംഘം പോത്തിനെ കടത്തിക്കൊണ്ടുപോയത്. ബുധനാഴ്ച 4 മണിയായപ്പോഴാണ് ഈ സാധനത്തിനെ കണ്ടെത്തി കാണാൻ. വ്യാഴാഴ്ച രാവിലെ ഞങ്ങൾ ചേട്ടച്ചാരി പോത്തിനെ അടിക്കാൻ വന്നപ്പോൾ പോത്ത് അവിടെ ഇല്ല. ഞങ്ങൾ 3:30 വരെ ഞങ്ങൾ കണ്ടെത്തി മൊത്തം തിരഞ്ഞു. പിന്നെ ഇപ്പുറത്തെ ഒരു വീട്ടിൽ വന്നപ്പോൾ അവിടുത്തെ അച്ചാനും അപ്പുറത്തെ ചേച്ചിയോടാ വിളിച്ച് പറഞ്ഞത് ഒരു പിക്കപ്പേ വന്ന് പോത്തിനെ കയറ്റിക്കൊണ്ട് പോയെന്ന് പറഞ്ഞു. ആരാ കൊണ്ടുപോയെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. കൊല്ലം അച്ചൻകോവിലിൽ വഴിയാത്രക്കാരനെ കാട്ടാന ചവിട്ടിക്കൊന്നു. ചെമ്മനരുവി കടമ്പുപാറയ്ക്ക് സമീപമാണ് സംഭവം. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മാനസിക അസ്വാസ്ഥ്യമുള്ള ഇദ്ദേഹത്തെ അടുത്ത ദിവസങ്ങളിലായി പ്രദേശത്ത് കണ്ടിരുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഇദ്ദേഹമാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്.
വയനാട് പുൽപ്പള്ളിയിൽ ഹാഷിഷ് ഓയിലുമായി 3 പേർ പിടിയിൽ. താമരശ്ശേരി സ്വദേശി വിവേക്, പുൽപ്പള്ളി വേലിയമ്പം സ്വദേശികളായ ലിബിൻ രാജൻ, അഖിൽ ബാലകൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ വാഹന പരിശോധനയ്ക്കിടെ പുൽപ്പള്ളി പോലീസാണ് ഹാഷിഷ് ഓയിൽ പിടിച്ചത്. മലപ്പുറം വണ്ടൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിലെ പെൺകുട്ടികൾക്ക് ഓണസമ്മാനമായി കമ്പ്യൂട്ടറുമായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC കുഞ്ഞിമുഹമ്മദ് എത്തി. ഹോസ്റ്റലിൽ സംഘടിപ്പിച്ച ഓണാഘോഷ ചടങ്ങുകൾക്കിടെയാണ് സമ്മാനവുമായി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ എത്തിയത്. മൈസൂരിലേക്ക് വിനോദയാത്ര പോകണമെന്ന ആവശ്യവും കുട്ടികൾ പ്രസിഡന്റിന് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC കുഞ്ഞിമുഹമ്മദ് ഹോസ്റ്റലിലെത്തിയപ്പോൾ കുട്ടികൾ ആവശ്യപ്പെട്ടതായിരുന്നു ലാപ്ടോപ്പും ഇൻവെർട്ടറും. ഏറെ വൈകാതെ ആവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പരിഹരിച്ചു. ഇൻവെർട്ടറും ഉടനെത്തിക്കുമെന്ന് KC കുഞ്ഞിമുഹമ്മദ് പറഞ്ഞു. പഠന സൗകര്യത്തിന് അവർക്ക് ലാപ്ടോപ്പ് സംവിധാനം ഏർപ്പാടാക്കി പെട്ടെന്ന് തന്നെ ഒരു പദ്ധതി വെക്കുന്നതിന് മുമ്പ് തന്നെ അത് ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറാക്കി അവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അത് ഇന്ന് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഓണം സമ്മാനം എന്നുള്ള നിലയ്ക്ക് അവർക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. താമസിയാതെ അവർക്ക് വൈദ്യുതി പോയാലുള്ള ആ തടസ്സം നീക്കുവാനും ഇതേപോലെ യുദ്ധകാല അടിസ്ഥാനത്തിൽ അതിനുള്ള ശ്രമം ഞങ്ങൾ നടത്തും. നിലവിൽ 16 കുട്ടികളുണ്ട് ഹോസ്റ്റലിൽ. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾ പൂക്കളം ഒരുക്കിയിരുന്നു. തുടർന്ന് ഹോസ്റ്റൽ അധികൃതരുടെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ സദ്യ വിളമ്പി. അതിനുശേഷം ഓണക്കളികളും സംഘടിപ്പിച്ചു. കമ്പ്യൂട്ടർ ലഭിച്ചതായും ഇൻവെർട്ടർ ഉടൻ എത്തിക്കുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞതായും വിനോദയാത്രയ്ക്ക് പോകണമെന്ന ആവശ്യം അറിയിച്ചതായും കുട്ടികൾ പറഞ്ഞു. ഇതിനു മുമ്പ് ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് ഒരു പരിപാടിക്ക് ഇവിടെ വന്നതിന് അന്ന് ഞങ്ങൾക്ക് ലാപ്പ് അതുപോലെ തന്നെ ഇൻവെർട്ടറും ഞങ്ങൾക്ക് ലാപ്പ് ഇപ്പോൾ കിട്ടി. ഇൻവെർട്ടറിൻ്റെ കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ടൂറിൻ്റെ കാര്യം. ടൂർ മൈസൂർക്ക് ഞങ്ങൾക്ക് പോകാൻ ശരിയാക്കി തരാൻ സാറ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാപ്പ് കൊണ്ടുവന്നതിന് ബ്ലോക്ക് പ്രസിഡന്റിനോടും എല്ലാവരോടും നന്ദി. കഴിഞ്ഞ 2 വർഷത്തോളമായി വൈദ്യുതി പോയാൽ പകരം സംവിധാനമില്ലാത്തത് ഇവിടെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ന്യൂസ് 18 വണ്ടൂർ. കൊല്ലം ചിതറയിൽ ഇറച്ചി വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും വീടുകളിലും പാതയോരങ്ങളിലും നിയമവിരുദ്ധമായാണ് കശാപ്പ് ശാലകൾ പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തി. ഒരു ലൈസൻസിന്റെ മറവിൽ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതായും കണ്ടെത്തി. ഒരാഴ്ചയ്ക്കകം ലൈസൻസ് എടുത്ത് വൃത്തിയുള്ള സ്ഥലത്ത് ഇറച്ചി കച്ചവടം നടത്തണമെന്ന് നിർദ്ദേശം നൽകി. വിവിധ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായി സ്വന്തം നിലയിൽ വേറിട്ടൊരു ജനസഭ നടത്തി പഞ്ചായത്ത് അംഗം. മലപ്പുറം വണ്ടൂർ പഞ്ചായത്ത് 11ാം വാർഡ് അംഗം M. ദസാബുദ്ദീനാണ് ജനസഭ നടത്തിയത്. വാണിയമ്പലത്ത് നടന്ന ജനസഭ MLA AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സൗജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പ്, 35 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രത്യേക പ്രമേഹ ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ്, തിരിച്ചറിയൽ, ആധാർ തുടങ്ങിയ കാർഡുകളിലെ തിരുത്തൽ, പുതിയതെടുക്കൽ, സൗജന്യ മരുന്ന് വിതരണം, SSLC +2 ഉന്നത വിജയികളെ ആദരിക്കൽ മുതലായവ ജനസഭയിൽ നടന്നു. ജനസഭ നടന്ന് രാവിലെ 9-9:30 മുതൽ സ്റ്റാർട്ട് ചെയ്തു. 5 മണി വരെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ സർവീസ് സൗജന്യമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പ്, മരുന്നുകൾ, ഹോമിയോ മരുന്ന്, ഇംഗ്ലീഷ് മരുന്ന്, എല്ലാ മരുന്നും നമ്മളിവിടെ സൗജന്യമായാണ് കൊടുക്കുന്നത്. ദസാബുദ്ദീൻ വാർഡിലെ വീടുകളിൽ ചെന്നാണ് ആളുകളെ ക്യാമ്പിലേക്ക് ക്ഷണിച്ചത്. 1000-ഓളം പേർ ക്യാമ്പിലെത്തി. 10ഓളം വരുന്ന +2 ബിരുദ വിദ്യാർത്ഥികൾക്കായിരുന്നു സംഘാടന ചുമതല. ആളുകളെ പ്രശ്നങ്ങൾ ഇനി ഇങ്ങനെ നടത്തിയാൽ ഒരു വലിയ ശതമാനം പ്രശ്നങ്ങളൊക്കെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ തീർപ്പാക്കാൻ പറ്റും എന്നുള്ള ഒരു ഫീല് വന്നു. ഇത് ബാക്കിയുള്ള ഓരോ പഞ്ചായത്തിലുള്ള ആളുകൾക്കും ഒരു പ്രചോദനമാവട്ടെ. കാരണം അത്രത്തോളം ആളുകളാണ് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ക്യാമ്പിന് 1 ലക്ഷത്തോളം ചെലവ് വന്നിട്ടുണ്ട്. പൊതുജനത്തിന് ഏറെ പ്രയോജനകരമായ ക്യാമ്പിന് തുടർച്ചയുണ്ടാകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 വണ്ടൂർ. ചീഫ് മിനിസ്റ്റർ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടശാങ്കടവ് ജലോത്സവത്തിൽ മാറ്റുരയ്ക്കാൻ പെൺപടയും ഒരുങ്ങുന്നു. തിരുവോണത്തിന്റെ പിറ്റേന്നാണ് മത്സരം. കണ്ടശാങ്കടവ് കരിക്കൊടിയിൽ വാർഡംഗം സിമി പ്രദീപിന്റെ നേതൃത്വത്തിൽ 26 വനിതകൾ കഠിന പരിശീലനത്തിലാണ്. ആയിരത്തി 1986 ശേഷം 3.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴാണ് നാട്ടുകാരായ വനിതകൾ വീണ്ടും പങ്കായം കയ്യിലെടുക്കുന്നത്. പഴമക്കാരായ പ്രേമ നെല്ലിപ്പറമ്പിൽ, പൊന്മാണൻ വനജ എന്നിവരുടെ മുൻപരിചയ കരുത്തിലാണ്
വനിതാ ടീമിന്റെ കുതിപ്പ്. കഴിഞ്ഞ ഒരാഴ്ചയായി കണ്ടശാക്കടവ് കനോലി കനാലിൽ ഇവർ പരിശീലനത്തിലാണ്. മുൻകാലങ്ങളിൽ ഈ ജലവാഹിനി ബോട്ട് ക്ലബ്ബ് ഉള്ളപ്പോൾ മത്സരിച്ചിട്ടുള്ളതാണ്. 1986 ഞങ്ങൾ അവസാനമായി മത്സരം നിർത്തിയത്. അന്ന് കുട്ടനാട്ടിൽ നിന്ന് ലേഡീസൊക്കെ വന്നിട്ട് അവരൊപ്പമാണ് ഞങ്ങൾ മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളൊരു വനിതകളുടെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു, സായം സന്ധ്യ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കീഴിലാണ് ഞങ്ങളിപ്പോൾ ഒരു വലി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വൈകിട്ട് 5 മുതൽ 1 മണിക്കൂറാണ് പരിശീലനം. 15 വനിതകൾ തുഴയുന്ന സി ഗ്രേഡുള്ള 2 ചുരുളൻ വള്ളങ്ങളിലായാണ് ഇവർ മത്സരിക്കുക. നമ്മുടെ വനിതകൾ ഒരു വഞ്ചി ഇറക്കണമെന്ന് ഇവിടെയുള്ള ആദ്യം വലിച്ചിരുന്ന ചേച്ചിമാർ ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ആ ആഗ്രഹത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത്. നമുക്ക് കൂട്ടായിട്ട് ജലവാഹിനി ബോട്ട് ക്ലബിൻ്റെ പ്രവർത്തകരായാലും നമ്മുടെ ചേട്ടന്മാരായാലും കാർത്തിമാമനും വിൻസേട്ടനും വിനോജൊക്കെ നമ്മുടെ കൂടെ നല്ല സപ്പോർട്ടായിട്ട് നിന്നു. 35 പേർക്കിരിക്കാവുന്ന 10 ലക്ഷം രൂപ വിലയുള്ള ഇരുട്ടുകുത്തി വള്ളത്തിലാണ് ഇവർ പരിശീലനം നടത്തുന്നത്. കണ്ടശാങ്കടവ് സ്വദേശി വെണ്ണക്കൽ രാജുവിൻ്റെതാണ് വള്ളം. രാജു ഗുരുവായൂർ, ന്യൂസ് 18. നിപ്പ ബാധിച്ച് മരിച്ച സിസ്റ്റർ ലിനിയുടെ മക്കൾക്ക് കൂട്ടായി ഇനി പ്രതിഭയുണ്ടാകും. ലിനിയുടെ ഭർത്താവ് സജീഷും കൊയിലാണ്ടി സ്വദേശിനി പ്രതിഭയും വിവാഹിതരായി. വടകര ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹം. നിപ കാലത്ത് നൊമ്പരമായിരുന്നു നഴ്സ് ലിനി. നിപ രോഗികളെ പരിചരിക്കുകയും പിന്നീട് രോഗം ബാധിച്ചതറിഞ്ഞ് ചികിത്സയിലിരിക്കെ വിദേശത്തായിരുന്ന ഭർത്താവിനയച്ച കത്തും ഇന്നും മലയാളികൾ മറക്കില്ല. ലിനിയുടെയും സജീഷിന്റെയും മക്കൾ ഋതുലും സിദ്ധാർത്ഥും അമ്മയുടെ സ്നേഹസ്പർശമില്ലാതെയാണ് വളർന്നത്. എന്നാൽ ഇപ്പോൾ സജീഷിന്റെ ജീവിതത്തിലേക്ക് കൊയിലാണ്ടി പൊയിൽക്കാവ് സ്വദേശിനി പ്രതിഭ എത്തുകയാണ്. ഇവരുടെ വിവാഹം ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ ലളിതമായ ചടങ്ങിൽ നടന്നു. മൂന്ന് മക്കളെയും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഇതുവരെ നിങ്ങൾ കൊടുത്ത എല്ലാ കരുതലും സ്നേഹമൊക്കെ ഉണ്ടാവുന്നു. ഞാൻ ഇത് ഇങ്ങനെ ഒരു തീരുമാനിച്ച സമയത്ത് തന്നെ ശൈല ടീച്ചറാണ് ആദ്യം വിളിച്ചത്. ശൈല ടീച്ചറോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കല്യാണത്തിന് വരാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ചടങ്ങ് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത കല്യാണത്തിന് ശേഷം നേരിട്ട് വന്ന് അനുഗ്രഹിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2018 ലിനിയുടെ മരണശേഷം വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ സജീഷിന് ഇപ്പോൾ സർക്കാർ ജോലിയുണ്ട്. മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അറിയിച്ചു. ന്യൂസ് 18 വടകര. പ്രകാശം പരത്തുന്ന 2 പെൺകുട്ടികളെ പരിചയപ്പെടാം. അവരുടെ സ്വപ്നങ്ങൾക്ക് ചിറകായും ചില്ലയായും സ്വജീവിതം ഒഴിഞ്ഞുവെച്ച കാവൽ മാലാഖമാരായ ഒരു അച്ഛനെയും അമ്മയും കൂടി അറിയണം നമ്മൾ. മലപ്പുറം എടപ്പാൾ കക്കടിപ്പുറം സ്വദേശികളായ അഷ്റഫിൻ്റെയും ഫൗസിയയുടെയും മക്കളായ നസ്രിയയുടെയും നൌഫിയയുടെയും ജീവിതം ആരെയും പ്രചോദിപ്പിക്കുന്നതാണ്. സ്പൈനൽ മസ്കുലാർ അട്രോഫി സിൻഡ്രോം അഥവാ SMA സിൻഡ്രോമിന് തളർത്താൻ കഴിഞ്ഞത് ഇവരുടെ ശരീരത്തെ മാത്രമാണ്. ശരീരത്തിന് കിട്ടാതെ പോയ കരുത്ത് മനസ്സിന് കിട്ടിയതോടെ ഈ സഹോദരിമാർ സ്വപ്നം കാണാൻ തുടങ്ങി. ഇപ്പോൾ പൂക്കരത്തറ DHO HSS സ്കൂളിലെ +2 വിദ്യാർത്ഥികളാണ് ഇരുവരും. സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ചക്രക്കസേരയിലും സ്ട്രെച്ചറിലുമാണ് ഇരുവരും സഞ്ചരിക്കുന്നത്. 7ാം ക്ലാസ് വരെ വീട്ടിലിരുന്ന് പഠിച്ച ഇരുവരെയും പിന്നീടാണ് പൂക്കരത്തറ DHO HS സ്കൂളിൽ ചേർത്തത്. അന്നു തൊട്ട് ഇന്നുവരെ അച്ഛൻ അഷ്റഫും അമ്മ ഫൗസിയയും ഇവർക്കൊപ്പം സ്കൂളിൽ വരും. 10ാം ക്ലാസ് A+ഓടെ വിജയിച്ചതോടെ ഇരുവരുടെയും സ്വപ്നങ്ങൾക്ക് ഗതിവേഗം കൂടി. ഇപ്പോൾ +2വിന് സയൻസ് എടുത്ത് പഠിക്കുന്ന 2 പേർക്കും വലിയ സ്വപ്നങ്ങളാണ് മുൻപിലുള്ളത്. സിവിൽ സർവീസ് സ്വപ്നം കാണുന്ന ഒരാളാണ് ടീച്ചറിനോട് പറഞ്ഞത്. അതെന്താ അങ്ങനെ ഒരു സിവിൽ സർവീസ് എന്നുള്ള ആഗ്രഹം? അത് ഇപ്പോ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റം വരുത്താനൊക്കെ ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞാല് അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന ഒരു പദവിയല്ല അത്. അപ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിഷമിക്കുന്ന റാമ്പില്ല എന്നുള്ള പ്രശ്നമാണ്. ഞങ്ങൾ കുറെ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോഴും അപ്പോൾ അവിടേക്കൊക്കെ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത റാമ്പ് ഉണ്ടാവില്ല. പിന്നെ ഭയങ്കര വെയിറ്റ് ആണ് ചെയറൊക്കെ. അപ്പൊ എടുത്തു വെക്കാൻ കുറെ പേരുടെ സഹായം വേണം. അപ്പം എല്ലായിടത്തും റാമ്പ് വേണം എന്നുള്ള സ്വപ്നമുണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ അതെന്താന്ന് ചെറുപ്പം മുതലേ ആ ഒരു ഇതൊക്കെ ഇഷ്ടം. മെഡിക്കലായിട്ടുള്ള നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാനും
സ്കൂളിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് ഈ മിടുക്കികൾ. ഏവരെയും പ്രചോദിപ്പിച്ച് സ്വയം ഊർജമായി മുന്നോട്ട് കുതിക്കുന്നവർ. They were the heroines of the school. അവർ പിന്നെ അങ്ങ് ഇൻസെപ്പറബിൾ പാർട്ട് ഓഫ് അവർ ലൈഫായി ഈ സ്കൂളിൻ്റെ. അത്രയും മിടുക്കികളാണ്. ആൻഡ് ഈവൻ അക്കാഡമിക്കലി ദേ ആർ വെരി സ്ട്രോങ്. അവർക്ക് ഞങ്ങൾ തന്നെ എല്ലാവരും കൂടി ഇവിടെ നല്ല സപ്പോർട്ട് ചെയ്യും. അപ്പോൾ കൂടുതൽ ഇവിടെ വരുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഹാപ്പിയായ എൻ്റർടൈൻമെൻ്റ് ഒക്കെ. വീട്ടിലിരുന്ന ചടപ്പല്ലേ, അവർക്ക് വേണ്ടൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ അടുത്ത് തന്നെ കൂടുതൽ ഇരിക്കാൻ നോക്കും. ഇരുവരുടെയും യാത്രയ്ക്ക് വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വാനിൽ. സീറ്റുകളെല്ലാം മാറ്റിവെച്ച് ഇവരുടെ സ്ട്രക്ചറും വീൽചെയറും ഉറപ്പിക്കാൻ വേണ്ട സജ്ജീകരണം ചെയ്തു. പിന്നീട് ഇവർക്കൊപ്പം ഇരിക്കാൻ അമ്മ ഫൗസിയയുടെ സീറ്റും സജ്ജമാക്കി. സ്കൂളിലേക്കും മറ്റു എല്ലായിടത്തേക്കും യാത്ര പോകാൻ ഈ വാൻ തന്നെ ആശ്രയം. ആഗ്രഹമുള്ള സ്ഥലങ്ങളിലെല്ലാം യാത്ര പോകുന്നുണ്ട് ഈ മിടുക്കികൾ. ഇനിയും പോകാൻ ഏറെ ദൂരമുണ്ടെന്ന് നസ്രിയയും നൌഫിയയും പറയുന്നു. നെക്സ്റ്റ് മൈസൂർ പോണെന്ന് ഈ വെക്കേഷനിൽ കുറെ ട്രാവൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. വയനാട്, എറണാകുളം, താജ്മഹൽ കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അതാണ് ഡ്രീമിലല്ലേ, അതല്ല താജ്മഹൽ. പൊതുസമൂഹത്തിന്റെ കയ്യടികളും അകമഴിഞ്ഞ സഹായവുമെല്ലാം ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ അതെത്ര വലുതാണെങ്കിലും സാധ്യമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും. മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച അഷറഫും ഫൗസിയയും പറയുന്നു. കൂടുതൽ അവർക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് അവരെ കൂടെ നമ്മൾ കുറച്ച് ഇരുന്ന് സംസാരിക്കുക ചെയ്താൽ നമുക്ക് മനസ്സിലാവും അവർക്ക് ആവശ്യങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ അവരെ കൂടെ നമ്മൾ അവരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെന്തൊക്കെ ആഗ്രഹിക്കുക അതൊക്കെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. രണ്ടുപേരും ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്. ഒരാൾ സിവിൽ സർവീസും ഒരാൾ മെഡിസിനും ഒക്കെ അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അതുവരെ അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം തന്നെ. ഇപ്പോൾ ഇവർ നേരിടുന്ന സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടൽ വേണ്ട ഒരു പ്രശ്നമുണ്ട്. ഇവരുടെ വീട്ടിലേക്കുള്ള വഴി. റോഡിന്റെ അവസ്ഥ അതീവ ഗുരുതരമാണ്. കുണ്ടും കുഴികളും നിറഞ്ഞ ഈ വഴിയുള്ള യാത്ര കുട്ടികളെ കുറച്ചൊന്നുമല്ല വേദനിപ്പിക്കുന്നത്. ആലങ്കോട്, വട്ടംകുളം പഞ്ചായത്തുകളാണ് പ്രശ്നത്തിൽ ഇടപെടേണ്ടത്. ഫണ്ടിന്റെ കുറവാണ് പ്രശ്നം. ഈ റോഡൊന്ന് നന്നാക്കി കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ ഇവരുടെ അഭ്യർത്ഥന. ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലുള്ള വഴി തന്നെയാണ്. കാരണം ഞങ്ങൾ ഡെയിലി സ്കൂളിലേക്ക് പോകുന്നത് വരുന്നതാണ്. അപ്പോൾ ഭയങ്കര പെയിൻ എടുക്കും. അങ്ങനെ അത്രക്ക് ജെർക്കിങ് ആണ് ഈ വഴി. അപ്പോൾ പലരും കണ്ടിക്കണം. പക്ഷേ പറയേണ്ട എല്ലാ അധികാരികളോടും പറഞ്ഞിരിക്കണം. അതിൽ മന്ത്രിമാരും MLA-മാരും ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ ഒരു നല്ല നടപടി കിട്ടിയിട്ടില്ല. ഈ വഴിയുടെ ഒരിക്കൽ യാത്ര ചെയ്ത മക്കൾക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നം വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ വഴിയൊന്ന് മണ്ണിട്ടിനകത്ത് കോൺക്രീറ്റ് ചെയ്ത് മക്കൾക്ക് യാത്ര പ്രയാസം പരിഹരിച്ച് ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും എന്നാണ് നമുക്ക് അപേക്ഷിക്കുന്നത്. ജീവിതപാതയിൽ മറ്റാരും അനുഭവിക്കാത്തത്ര വേദനയും ദുരിതവും അതിജീവിച്ചുകൊണ്ടാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. പക്ഷേ വിധിയെ പഴിച്ച് നാളുകൾ കടന്നു പോകുന്നത് നോക്കി നിൽക്കാതെ ഓരോ നിമിഷവും ജീവിതം ആസ്വദിക്കുകയാണ് ഈ മിടുക്കികൾ. ശാരീരിക പരിമിതികൾ സ്വപ്നങ്ങൾ കാണാനോ അത് യാഥാർത്ഥ്യമാക്കാനോ തടസ്സമാകുന്നില്ലെന്ന് തെളിയിക്കുകയാണ് സ്വപ്നങ്ങൾക്ക് പിറകെ ചിറക് വിരിച്ച് പറക്കാൻ ശ്രമിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ. അഖിലോട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേൻ തേടും പൂലനാള.
ആടിപ്പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. VKC Pride പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് India's pride, my pride. VKC Pride, celebrate hard work. തൊടുപുഴയിൽ ഉരുൾപൊട്ടൽ, 4 വയസ്സുകാരനടക്കം 5 പേർക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ട ജില്ലയിൽ വ്യാപക മഴ, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പരാമർശം വിവാദത്തിൽ. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ക്ഷേത്രങ്ങൾ കൈയടക്കുന്ന കാര്യം വസ്തുതയെന്ന് BJP. കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രതികരണമെന്ന് എൻ വാസു. വിഴിഞ്ഞം സമരക്കാർക്ക് തിരിച്ചടി. ക്രമസമാധാനം തകർക്കാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. നിർമ്മാണം തടസ്സപ്പെടുത്തരുത്. പദ്ധതി പ്രദേശത്ത് ഇന്നും പ്രതിഷേധം. KSRTCയിൽ സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി. വരവും ചെലവും തമ്മിൽ 96.5 കോടി രൂപയുടെ അന്തരം. ശമ്പള പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിയുമായി വൈകിട്ട് ചർച്ച. വിദഗ്ധ ചികിത്സയ്ക്കായി കോടിയേരി ചെന്നൈയിലേക്ക് തിരിച്ചു. യാത്ര എയർ ആംബുലൻസിൽ. കോടിയേരിയെ ഫ്ളാറ്റിലെത്തി കണ്ട മുഖ്യമന്ത്രി. നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി G സുധാകരൻ. വിമർശനം ചരിത്രം ചിരിക്കുന്നു എന്ന കവിതയിൽ. ഗവർണറെ പുകഴ്ത്തി യു പ്രതിഭ MLA. ഗവർണറുടെ പെരുമാറ്റം മാതൃകാപരം. റിലയൻസ് ഇൻഡസ്ട്രീസ് 45ാം വാർഷിക ജനറൽ ബോഡി അല്പസമയത്തിനകം. AGM വെർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോമിൽ. 5G, നവ ഊർജ്ജ മേഖലകളിൽ നിർണായക പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡ് വിതരണം വൈകിട്ട്. മുഖ്യാതിഥിയായി ഗവർണർ. പുരസ്കാരം 15 വിഭാഗങ്ങളിൽ. തൊടുപുഴ കുടയത്തൂർ സംഗമം ജംഗ്ഷന് സമീപം ഉരുൾപൊട്ടലിൽ 5 വയസ്സുള്ള കുഞ്ഞടക്കം 5 പേർക്ക് ദാരുണാന്ത്യം. കുടയത്തൂർ സ്വദേശി സോമൻ, അമ്മ തങ്കമ്മ, ഭാര്യ ജയ, മകൾ ഷിമയുടെ മകൻ ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി മുതൽ പെയ്ത അതിതീവ്ര മഴയ്ക്ക് പിന്നാലെയാണ് ഉരുൾപൊട്ടിയത്. അതിലേക്ക് വരാം. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വാർഷിക പൊതുയോഗം ശ്രീമതി അരുന്ധതി ഭട്ടാചാര്യ ആരംഭിച്ചിരിക്കുന്നു. ഹിസ് എക്സലൻസി യാസിർ അൽ റുമായൻ, ശ്രീ KV ചൗധരി, ശ്രീമതി നീത M അംബാനി, ശ്രീ നിഖിൽ R മേസ്വാനി, ശ്രീ ഹിതൽ R മേസ്വാനി, ശ്രീ PMS പ്രസാദ് and Shri PK Kapil. All directors of the company are present at this meeting. Shri Alok Agarwal, Shri V. Shrikant, Chief Financial Officers, Shrimati Savitri Parekh, Company Secretary, and Shri K. Sethuraman, and the representatives of our statutory auditors and secretarial auditor of the company are also present at this meeting. Ladies and gentlemen, notice dated August 6, 2022, convening this annual general meeting and a copy of the annual report for the financial year ended March 31st, 2022 has already been circulated to the members of the company electronically. With your permission, I shall take them as read. The auditor's report on the standalone and consolidated financial statements and the secretarial audit report of the company for the financial year ended 31st March 2022
do not contain any qualification, reservation, adverse remark or disclaimer. Accordingly, the reports are not required to be read out as provided in the Companies Act 2013. Now, I will begin my formal address to the shareholders. My dear share owners, Namaste. A very warm good afternoon to each and every one of you. It gives me great pleasure to welcome you to the 45th Annual General Meeting of Reliance Industries Limited. Like the previous 2 years, this AGM is also hosted on a digital platform. The digital platform enables more shareholders from across the world to participate in the AGM. I miss the warmth and the bonhomie of our personal interactions. I sincerely hope that next year we will be able to switch to a hybrid mode which will combine the best of both physical and digital modes. Friends, 2 weeks ago, we celebrated Azadi Ka Amrit Mahotsav, the 75th anniversary of India's independence. Our visionary Prime Minister, Shri Narendra Bhai Modi ji, in his most inspiring speech on August 15th, has given us a clear roadmap to make the next 25 years the most transformational in the history of our motherland. The Panch Pran, or the 5 imperatives he has articulated, will surely make India a developed nation by 2047. He has aptly described that the next 25 years is India's Amrit Kal, the era of elixir. Within the next one generation, India is set to achieve more than all the post-independent generations have collectively achieved so far. And Reliance is set to make a far greater contribution to India's prosperity and progress than we have done so far. Friends, the world has almost fully overcome the COVID pandemic. This is heartening. However, there is uncertainty again due to heightened geopolitical tensions and global risks. There is severe economic stress in many parts of the world. Rising fuel, food, and fertilizer prices are impacting everyone in the world. High inflation and supply disruptions are triggering recessions. Amidst this global unpredictability, India stands tall as a beacon of growth and stability. The government's skillful management of the pandemic and the pragmatic approach in dealing with the ensuing economic challenges have helped India emerge stronger than before, wiser than before, and more resilient than before. I would like to congratulate our Prime Minister, Shri Narendra Bhai Modi ji, for his far-sighted leadership, and our Finance Minister, Srimati Nirmala Sitharaman ji, for her exemplary stewardship in navigating the Indian economy through a period of unprecedented challenges. The most profound lesson that the world has learned from the pandemic is, greater the adversity, greater still is humanity's inner strength to conquer it, provided we care for each other. Friends, this prompts me to reiterate the core philosophy of Reliance, the philosophy of we care. We care for our employees and their families. We care for all our stakeholders, customers, shareholders, and partners. We care for India and all 1.4 billion Indians. We care for the planet and its people. It is the philosophy of doing good to do well. It is the philosophy to create greater value for others first. The ever-expanding circle of care enhances respect for Reliance globally and ensures its sustainable growth year after year, decade after decade, and generation after generation. Dear friends, let me now speak about the business and financial performance of your company in the year 2022. Reliance has continued to make all-around progress across its businesses. Our company became India's first corporate to cross $100 billion in annual revenues. Reliance's consolidated revenues grew 47% to 7.93 lakh crores or $104.6 billion. Reliance's annual consolidated EBITDA crossed the crucial milestone
of 1.25 lakh crores. And in true We Care spirit, Reliance Foundation continued to benefit millions of people across the country. Reliance not only set higher benchmarks of serving the community, but also created business value and societal value on an unparalleled scale. Reliance's exports grew a massive 75% to cross 250,000 crores. We accounted for nearly 8.4% of India's merchandise exports in the year, up from 6.8% last year. During the year 22, Reliance continued to be the largest taxpayer in India. Reliance's contribution to the national exchequer by way of various direct and indirect taxes increased 38.8% to 188,012 crores. Reliance also set new records in creating jobs for Indians. Reliance added 2.32 lakh jobs across all its businesses, with Reliance Retail becoming one of the largest employers in the country. Friends, let me start with our digital services business, Jio. Over the past year, Jio has further consolidated its position as India's #1 digital services provider. Today, we have 421 million mobile broadband subscribers on our 4G network, and they consume, on average, nearly 20 gigabits of broadband data every month, which is nearly double their consumption from the year before. Inspired by a dynamic Prime Minister, Shri Narendra Bhai Modi ji's Digital India initiative, our country has seen the emergence and scale-up of multiple world-class national platforms which have brought enormous benefits and ease of living to ordinary citizens, like Aadhaar, a common national identity for 1.3 billion Indians, like Jan Dhan, a self-service bank account that has brought financial inclusion to over 460 million unbanked Indians, especially women, like RuPay, an indigenous payment card network with over 630 million cardholders, and like UPI, one of the most accessible digital payment system with a monthly volume of over 6 billion transactions, like Ayushman Bharat, providing health coverage to over 500 million Indians. Another example is our Prime Minister's path-breaking Startup India initiative, under which India has launched over 73,000 new startups in the last 6 years. They have collectively attracted nearly $63 billion of investment and contributed to the creation of lakhs of new employment opportunities. And we have the example of how India has used digital connectivity and digital platforms to stay resilient even during the COVID-19 pandemic. With both humility and pride, I would like to state that all these phenomenal accomplishments became possible because Jio built a world-class 4G digital infrastructure at the right time with sufficient capacity and offered it most affordably to every Indian to take India to global leadership. Let me now talk about Jio's fixed line network. Jio's high-quality, redundant, and always available fiber optic network is the information backbone that carries data traffic from every corner of India and connects it to the global internet. Today, Jio's pan-India fiber optic network is more than 11 lakh route kilometers in length, enough to go around the planet Earth more than 27 times. Over the past year, we also saw acceleration in the adoption of Jio Fiber, with 2 out of every 3 new customers choosing Jio Fiber. Jio Fiber is now the #1 FTTX service provider in India with over 7 million connected premises, a feat achieved in less than 2 years despite COVID lockdowns. But despite strong growth, India still lags behind the rest of the world significantly in fixed broadband services. With about 20 million connections, India is ranked a lowly 138th
in the world in fixed broadband adoption. Unlike in leading nations, the vast majority of our homes, offices, and businesses have been deprived of the power of fixed broadband and ubiquitous indoor Wi-Fi, and consequently, the power of modern digital tools. This has to change, and change fast. Jio will change this. We will enable India to be among the top 10 globally in fixed broadband adoption. Friends, today I want to announce the next leap forward that Jio is creating in digital connectivity, especially in fixed broadband, and that is Jio 5G services. Using 5G technology, we can now deliver breakthrough increases in broadband speed, network capacity, and number of connected users, while dramatically reducing latency. With Jio 5G, we can achieve 3 simultaneous objectives. 1, we can build on the success of Jio 4G by introducing an even more advanced version of our mobile broadband service. 2, we can accelerate the rollout of high quality, highly affordable, fixed broadband services to hundreds of millions of locations in a very short period of time. And 3, we can use this vastly expanded broadband availability to further stimulate the adoption of connected, intelligent solutions across all walks of life. Specifically, we can connect over 100 million homes with unparalleled digital experiences and smart home solutions. We can leapfrog tens of millions of small merchants and small businesses by empowering them with cutting-edge plug-and-play solutions delivered from the cloud. We can provide lakhs of medium businesses with the same digital capabilities that were historically available only to larger companies. We can accelerate the digital transformation of tens of thousands of our large enterprises and make them globally competitive. We can launch billions of smart sensors with connected intelligence that can power the Internet of Things and the 4th Industrial Revolution. With Jio 5G, we can connect everyone, every place, and everything with the highest quality and the most affordable services. In addition to meeting India's needs, we are confident of offering digital solutions to world markets. At Jio, we are energized by this vision. We are committed to make India the largest data-powered economy in the world, even ahead of China and the United States. Jio 5G will be the world's largest and most advanced 5G network. Most operators are deploying a version of 5G called non-standalone 5G, which is essentially a 5G radio signal that is delivered over their existing 4G infrastructure. This non-standalone approach is a hasty way to nominally claim a 5G launch, but this approach cannot deliver the breakthrough improvements in performance and capability that are truly possible with 5G. In sharp contrast, Jio will deploy the latest version of 5G called standalone 5G, which has absolutely zero dependency on our 4G network. With standalone 5G, Jio can deliver new and powerful services like low latency, massive machine-to-machine communication, 5G voice, edge computing, and network slicing. Jio 5G will be true 5G in every sense, and I believe that India deserves nothing less than true 5G. And through the recent auction conducted by the Department of Telecommunications, we have also acquired the largest and the most appropriate mix of wireless spectrum for 5G. And this gives Jio 5G a distinct competitive advantage. In addition to the 3,500 megahertz mid-band spectrum that is globally earmarked for 5G and the 26 gigahertz millimeter wave band for ultra-high capacity, only Jio has the 700 megahertz low-band spectrum that is so very essential for deep indoor coverage. And we are able to seamlessly combine these frequencies
into a single powerful data highway using an advanced technology called carrier aggregation. This threefold advantage of standalone 5G architecture, largest and best mix of spectrum, and carrier aggregation means that Jio 5G will be able to offer an unparalleled combination of coverage, capacity, quality, and affordability. We are working very closely with all leading global smartphone OEMs, and we have their commitment that they will support Jio's true 5G in India. I firmly believe that digital freedom is the birthright of every Indian. Therefore, 5G cannot remain an exclusive service available only to the privileged few or only to those in our largest cities. To build our pan-India true 5G network, we have committed a total investment of 2 lakh crore rupees. Jio has prepared an ambitious and the fastest ever 5G rollout plan for a country of our size. Within the next 2 months, that is by Diwali of 2022, we will launch Jio 5G across multiple key cities, including the metro cities of Delhi, Mumbai, Chennai, and Calcutta. Subsequently, we plan to increase the Jio 5G footprint month after month until by December of 2023, which is less than 18 months from today, to deliver Jio 5G to every town, every taluka, and every tehsil of our country. We will use our combined wireless and wireline assets to blanket the 3.3 million square kilometers of India's landmass with fiber quality broadband, connecting even those parts of the country where thus far satellite technology was considered the only option for connectivity. Friends, we are able to pursue our disruptive ambitions because of the unique technology, research and development capabilities we have developed in Jio. As I mentioned in our earlier meetings, we have indigenously developed an end-to-end 5G stack, which is fully cloud-native, software-defined, digitally managed, with support of even advanced features like quantum security. This is 100% developed by our own over 2,000 young Jio engineers working tirelessly for the past 3 years. We have already deployed this made-in-India 5G stack in our network with sufficient capacity to serve hundreds of millions of users from day one. Furthermore, Jio 5G is uniquely positioned to offer private 5G solutions for Indian enterprises at owners' economics. Friends, let me now invite Akash and Kiran on stage, who will talk about some of the exciting experiences that will be possible with Jio 5G. Good afternoon, everyone. I am Akash Ambani. And I am Kiran. As we gear up to roll out Jio True 5G across India, let's take a look at a few interesting possibilities. Let's start with mobile broadband. Only Jio True 5G has the threefold advantage of standalone 5G architecture, broader spectrum, and advanced carrier aggregation technologies. Jio True 5G truly delivers breakthrough increases in broadband speed and dramatically lower latency. Let's see this in action with a speed test on Jio True 5G. Wow! We don't get 1 Gbps even on many of the fixed broadband networks in our country. Since 2016, Jio 4G has unleashed a tsunami of digital applications and rich digital content across India. Today, over 80% of the data consumed on Jio 4G is in video format. With Jio True 5G, mobile broadband will shift gears yet again, and we can enjoy even more video and immersive content. That too, consistently in ultra-high definition quality, no matter where you are. This also means that you will get a dramatically superior experience when you use your favorite video streaming and video calling mobile applications. 5G will not only enhance all your current mobile experiences, but will also create new and first-time experiences that will only be possible with 5G. For example, for the first time, the ultra-low latency of Jio True 5G
will enable real-time applications like cloud gaming, even while you are on the move. And in the near future, it will also enable immersive experiences like augmented reality with Jio Glass and devices from many other partners. An even more exciting possibility of Jio 5G is ultra-high speed fixed broadband. And since you get fiber-like speeds over the air without any wires, we are calling it Jio Air Fiber. With Jio Air Fiber, it is now really easy and really quick to connect your home or office to gigabit speed internet. We've developed a Jio Air Fiber home gateway, which is a wireless, simple, single device solution. Get it, plug it in, and turn it on. And that's it. You now have a personal Wi-Fi hotspot in your home which is connected to ultra-high speed internet using true 5G. And on top of that, because it's an end-to-end wireless solution, there are no wires coming into your home or creating a tangle inside. With such a simple process, literally hundreds of millions of homes and offices can be connected to ultra-high speed broadband, that too in a very short period of time. And India can once again be in the top 10 nations even for fixed broadband. And the two-way interactivity enabled by Jio Air Fiber can create completely new and highly engaging experiences for the entire family, like interactive live content, cloud gaming, immersive shopping, and much more, with focus on continuously enhancing customer experience and privacy. For example, Reliance and Jio are bringing some of the best sporting events like IPL to viewers in India and abroad through our digital platforms. Let's take a look at how we might watch an interactive live IPL match in the very near future with Jio Air Fiber on a large screen. Instead of a traditional broadcast experience, the big difference you can see is that because of gigabit speeds of Jio Air Fiber, we can now deliver not just one video stream, but multiple video streams showing multiple camera angles at the same time live. That too in ultra-high definition. And we can dynamically choose which camera angle we want to focus on while having a preview of multiple other live video streams simultaneously. This makes every sports game truly immersive, even better than a real match experience, and personalized to suit the preferences of each and every viewer. And that's not all. You can even have a watch party with your friends through live video calls no matter where they are in India. Almost like you're watching a match sitting together in the stadium. With Jio Air Fiber's ultra-low latency, things like multiplayer cloud gaming work even better on large screens within your home. This is exciting. Another possibility with Jio 5G is how it can save money for customers in unexpected ways. For example, let's take personal computers. Today, most homes have to buy a PC or a laptop and spend even more money to upgrade it every few years. Now, using Jio Air Fiber, customers can do away with all such expenses and opt to use a virtual PC that is hosted in the cloud. This is a concept that we call Jio Cloud PC. No large upfront investments, no upgrades, and you only pay to the extent you use the cloud PC, resulting in a super affordable way to bring the power of a PC, even multiple PCs, to every Indian home and business. This will be a game changer for every student, every gig worker, and every small business in our country, be it a pharmacy or a doctor's clinic, a grocer or a hotel, a consultant or a chartered accountant. Everyone can get an affordable computer through Jio Cloud PC and Jio Air Fiber. Even large enterprises can use this solution. Across the Reliance Group itself, we use a lot of computers, and we are now replacing most of these with Jio Cloud PCs. And talking of large enterprises, Jio 5G can also be used to create private 5G networks for large enterprises. When compared to traditional enterprise Wi-Fi networks, 5G networks provide better reliability, better coverage, better data security, higher scalability, and lower cost, especially in demanding situations. Factories of the future and Industry 4.0, where reliability and performance are the topmost concerns, will be powered by private 5G working hand in hand
with operational and information technology. For instance, we can use autonomous robotic vehicles to move goods in the demanding environment of a factory floor. And all these vehicles can be monitored and controlled in real time using Jio Private 5G. Another interesting area is energy, which is a major operating cost for most industries. We'll now be able to continuously monitor the energy consumption of each and every equipment in any facility using smart sensors connected via 5G. And we can analyze this rich data using connected intelligence and optimize energy consumption and other operational parameters, thereby increasing efficiency, enhancing productivity, and reducing cost. Because every facility will now be a connected facility, we can monitor all aspects of our operations in real time, even when people are working from home. We're excited by the endless possibilities of Jio 5G and technology to serve humanity and to improve lives of hundreds of millions of our citizens. For example, take agriculture. Jio 5G connected drones can be used for spraying organic fertilizer on crops across the large tracts of farmland in a timely manner, thereby improving yield and reducing cost for our farmers. Or take healthcare. Ambulances equipped with tele-ICUs can reach patients faster, and doctors can use 5G connectivity to remotely monitor a patient's vitals in real time and to deliver critical care even while patients are in transit to an emergency room. This can result in millions of lives saved. Or take education. Providing quality education to the 250 million children of our country is a key development goal for India. Through Jio 5G, we can create the digital infrastructure for delivering high-quality educational content to every student and every classroom across our nation. Padega India, to Badega India. Through 5G, we will now connect a larger number of end devices across multiple areas, just as we have demonstrated. The current 800 million connected internet devices will double to 1.5 billion connected internet devices within a year itself, with 5G getting rolled out in India. Very soon, we are opening a Jio 5G Experience Center in Mumbai for the public. We will showcase these and many more exciting use cases and possibilities of Jio 5G there for everyone to experience firsthand, even before they are launched in the market. We invite one and all to visit us and experience the magic of Jio True 5G. With that, let us now invite our chairman back on stage. Thanks, Akash and Kiran. Friends, we are also privileged to have some of the world's leading technology players as our strong partners in our Made in India 5G collaboration. We are excited to work with Meta in realizing our vision of bringing the benefits of immersive technology to everyone. We believe India's vibrant digital ecosystem can play a critical role in shaping the metaverse and bring new possibilities in education, healthcare, and commerce 4.0. We are working with Google to develop ultra-affordable 5G smartphones for India and to leverage the advanced capabilities of Google Cloud to offer Jio's private 5G stack and other 5G-enabled solutions to both domestic and global users at scale. We are partnering with Microsoft to expand the Azure ecosystem in India and to develop a vibrant ecosystem of cloud-enabled business applications and solutions, especially for small and medium businesses. We are working with Intel on technologies used in Jio's cloud-scale data centers and 5G edge locations and in infrastructure for cutting-edge applications like artificial intelligence. And we have well-established relations with leading global network technology providers like Ericsson, Nokia, Samsung, and Cisco. And today, I want to announce one more exciting partnership with Qualcomm, who is not only a global semiconductor and communications technology major, but also one of our valued investors in Jio Platforms. To share a few words on this partnership, I have with me today my dear friend and the CEO of Qualcomm,
Mr. Cristiano Amon. Thank you, Mukesh. I'm privileged to be speaking to all of you. The 5G spectrum auctions are behind us, and Reliance Jio is well positioned to drive digital transformation across all aspects of life in India, utilizing your excellent position in the 700 megahertz, 3500 megahertz, and 26 gigahertz spectrum. Jio plans for reaching 1,000 cities are ambitious, but I'm confident in its proven ability to execute. A great example was the paradigm-shifting 4G rollout in 2016. We worked together to deliver innovation at scale, including advanced LTE data services for devices used by consumers and micro-enterprises across India. The results have been incredible. According to the GSMA, there has been a significant improvement in the urban-rural connectivity gap, and data consumption has been increasing steadily, making India one of the highest data-consuming markets globally. With 5G's power to extend far beyond the smartphone, Jio is poised to take the success to the next level. When virtually every device can be reliably connected to the cloud, significant opportunities are unlocked, not only for Jio, but also for India consumers, industry, and enterprises, and even strategic government missions. To fully realize 5G's potential, Jio has spectrum bands that provide a well-balanced mix of capacity and coverage. Millimeter wave will be a critical component of Jio's high-performance 5G network. With its extreme capacity, multi-gigabit throughput, and ultra-low latency, it will enable fiber-like broadband through fixed wireless access, eliminating the need for fiber in inaccessible regions. When I met Honorable Prime Minister Modi last year, he spoke about accelerating advanced communication technologies for the socio-economic advancement of all Indians. Jio and Qualcomm are working to develop the right solutions to help achieve this goal. We're also excited to be working together on cloud-native, scalable, and flexible 5G infrastructure in both millimeter wave and sub-6 gigahertz to develop an ecosystem that can extend beyond India. Additionally, I was happy to learn about Reliance Jio's broader efforts in drones, robotics, automotive, Industry 4.0, and private networks. Reliance is one of the few companies that has the scale to take the solutions across industries and geographies. Our strategic relationship and complementary strengths, spanning sectors and industry verticals, will enable us to tackle this vast opportunity. As India celebrates 75 years of independence, with Jio, we're committed to developing the digital infrastructure that enables the success of citizens in business and achieves the new India envisioned by the Prime Minister. Paraphrasing Mukesh, 5G rollout is finally a top priority. Congratulations to the entire Reliance team and best wishes for another great year ahead. Thank you, Cristiano. I am confident that the solutions developed by Qualcomm and Jio, once proven in India, can be taken to the rest of the world. Jio 4G, Jio Fiber, and now Jio 5G are uniquely positioned to deliver the best quality, highest value digital connectivity solutions for our country. Likewise, Jio Platforms, our digital services arm, has been quietly building capabilities that span the entire digital solutions ecosystem. And we are deepening our expertise by attracting the best global talent across all key digital technologies like smart devices, cloud and edge computing, big data, artificial intelligence, IoT, robotics, blockchain, and augmented reality. These capabilities are not just powering the breakthrough scaling of all our own businesses, but we are well poised
to spearhead India's transformation into a leading digital society. India can lead the world with digital solutions that solve humanity's biggest problems today, like education, healthcare, agriculture, governance, and sustainable development. I will have a lot more to share about these opportunities next year. Our media business achieved its highest growth last year on the back of strong engagement, resulting in record subscriptions and advertising revenues. Our national channels, CNN News 18, CNBC TV 18, and News 18 India are consistently ranked number 1. Money Control is among the world's most popular subscription products. Our news brands are innovating with novel storytelling methods across platforms, building deeper relationship with audiences wherever they are and whatever device they use. Our entertainment arm, Viacom 18, consolidated its leadership position with a high decibel entry into sports, bagging the digital rights of IPL for 5 years. Along with key sporting rights in football, badminton, basketball, tennis, and now cricket, Viacom 18 is also aggressively investing in movie rights and original content for OTT. In news, entertainment, and sports, digital is a core and fast-growing theme as we prepare to embrace the 5G revolution. Our partnership with Bodhi Tree, James Murdoch, Uday Shankar, and Paramount Global will help Viacom 18 with additional talent bandwidth and enable us to create a world-class media and entertainment business. Dear shareholders, let me congratulate the entire leadership team at Retail on achieving a proud record of rupees 2 lakh crore turnover and EBITDA of 12,000 crores. Today, Reliance Retail is among the top 10 retailers in Asia. Reliance Retail's purpose is to serve millions of customers every day by providing them with unlimited choice, outstanding value proposition, superior quality, and unmatched shopping and delivery experience through our physical stores, merchant partner stores, digital, and omni-commerce platforms. Our business model also has Panch Pran, 5 imperatives. First, focus on enriching customer experience across digital and physical at each touch point using technology. Second, operationalizing and growing multiple channels to increase our reach to serve our customers across India, especially the underserved rural India. In this endeavor, our strategy is to integrate with millions of small merchants and provide them a platform to prosper. The aim is to bring them to become an integral part of the widest distribution portfolio across the country so that they can provide the same choices to their customers that are available in big cities. Third, deepen the categories that we operate in so that we can offer maximum choice on a continuous basis to our customers across all strata of the community. We will do this by investing in design, value, service, and experience to empower customers and make our customer experience better. Fourth, expand our product portfolio. We will partner and integrate with all brands, small producers, and MSMEs so that we can source from the widest range of quality products for our customers. We extend our product and design capability to MSMEs so that they can offer products of the highest quality across different price points and enhance the choice to customers. And fifth, strengthen our logistics and supply chain capabilities, establish a strong technology-enabled supply chain capable of moving products across geographies in India in the most efficient manner, eliminating inefficiencies and waste, pass on the benefits to our customer. I now invite Isha as the leader for the retail business to provide an update on the retail business. Thank you, Chairman. It is my privilege to give you an update on the progress that Reliance Retail made last year. We served over 200 million registered customers, equal to the entire population
of the UK, France, and Italy at Reliance Retail's physical stores and digital platforms. We welcomed 520 million walk-ins to our stores, a growth rate of 18% year-on-year, and 4.5 billion visits to our digital platforms, up by 2.3 times year-on-year. Our digital commerce platforms continued its growth with average daily orders of nearly 6 lakh orders being delivered every day, an increase of 2.5 times over last year. Jio Mart, delivering in over 260 towns, was rated as India's #1 trusted brand for online groceries. Jio Mart works on a hyper-local delivery model and is India's largest deployment of an omni-channel capability. We opened over 2,500 stores in the year, and that takes our store count to over 15,000 stores and an operational area of 42 million square feet. We built an extensive supply chain network with modular design and best-in-class automation. We doubled our warehousing and fulfillment space to 670 million cubic feet, linking supply locations with demand centers across the country. We generated employment for more than 1,50,000 people during the year, taking our total employee base to over 3,60,000. We invested in acquisitions and partnerships during the year to enter new categories, strengthen our service capabilities, and extend our reach to new markets. We continue expanding our reach to more customers through the addition of store networks and merchant partners. We have accelerated our new commerce initiative, which is powered by the true spirit of inclusion. Since our launch 2 years ago, we have grown our merchant partner base to over 20 lakh partners. We add about 150,000 partners a month and are on course to partner with 1 crore merchants as we expand our presence to cover the entire country, serving over 7,500 towns and 5 lakh villages in the next 5 years. Our grocery business is the largest of its kind in the country, serving the daily needs of our customers through a network of nearly 2,500 stores, and also Jio Mart and Milk Basket as our digital commerce platforms. We launched Fresh Pick, a gourmet format, and rolled out 7-Eleven for on-the-go customers. During the year, we strengthened our own brand's presence by launching several new products across the categories of staples, home, personal care, and general merchandise. Further, we launched our WhatsApp Jio Mart partnership, which I would now like to demo to you. Let me now open my WhatsApp. To start your shopping experience, you can simply say hi to the Jio Mart Smart Bot in WhatsApp, and Jio Mart will send you a link to get you started. I already have this link, so I'm going to click on it to get started. Immediately, we're transported from the usual chat interface of WhatsApp to a more visually engaging shopping experience. From here, you can browse the entire Jio Mart catalog, which is neatly organized into categories and subcategories. I want to buy something new. Let me add a dozen bananas to my shopping cart. An easier way to find the products that you want is to use the search option. Let me search for something. Aha! Exactly what I wanted. Natural yogurt. Let me add this also to my cart. Now, let's look at the cart. You can see the dozen bananas and the yogurt. Let me now confirm my order. Since I'm a repeat customer, Jio Mart already knows my usual delivery address, and I can simply confirm. And now let me choose my payment method. I want to use WhatsApp Pay, but you can also use cash on delivery and other methods. Before I pay, I can once again verify my order. And since WhatsApp Pay is based on UPI, let me now enter my UPI security PIN. That's it. My order is now placed. I've also got my confirmation message, and as you can see, I was able to complete my entire shopping journey within WhatsApp itself, and that too within seconds. Of course, I will get updates on the order status until delivery. It was as simple as that. Dear share owners, our consumer electronics business has the widest network of over 8,700 stores across 7,000 towns. It is supported by over 200 dedicated rescue service centers
India's largest product and brand agnostic support and service ecosystem. Our digital commerce platforms of RelianceDigital.in and JioMart provide a comprehensive omni-channel network, enabling us to deliver 93% of our online orders from our stores within 6 hours. We rolled out our JioMart digital initiative during the year. The platform enables small electronics merchants to sell the entire product portfolio of Reliance Retail on an assisted selling model, helping them deliver superior customer experience and growing their own income. We strengthened our own brands business through launching 600 new SKUs during the past year. These were across the categories of TVs, home, and electrical appliances. Our fashion and lifestyle business has the widest physical reach with nearly 4,000 stores in over 1,000 towns. Jio, our integrated omni-channel platform, is one of the most loved fashion destinations with 80% of purchases from repeat customers. Jio Business, our new commerce initiative, works with merchant partners across 3,500 towns, giving them access to a collection of over 8,000 regional and national brands in addition to a wide portfolio of our own brands. Last year, we sold over 43 crore garments, which is enough to clothe the entire population of the US and Canada. Last year, we further strengthened our product portfolio by entering into categories like lingerie, saris, and home furnishing, and have quickly scaled to establish significant positions in each of them. Our strong design and sourcing ecosystem has enabled us to grow our own brands across apparel and footwear. Our own brands contribute to over 65% of overall revenues. Reliance Brands continues its journey of expanding its luxury and premium brands portfolio by bringing more global brands to Indian customers. We have acquired and partnered with some of India's top names in couture and fashion through a curation-led approach to better serve the luxury customer in India and internationally. A year ago, we made an entry into pharmacy retail with the acquisition of NetMeds. During the year, the business launched new commerce operations through NetMeds Wholesale and onboarded merchants across 1,900 towns. I am excited to announce that this year, we will launch our fast-moving consumer goods business. The objective is to develop and deliver products that solve every Indian's daily needs with high-quality products at affordable pricing. As part of our commitment to India's rich culture and heritage, we will soon start marketing quality goods produced by tribals and other marginalized communities across India. This will not only provide these communities with gainful opportunities for employment and entrepreneurship, but also help preserve the incredibly rich talent, skill sets, and knowledge base of our traditional Indian artisans, especially women. Finally, on behalf of the entire retail team, I would like to end by reiterating our commitment to exponentially grow this business in the years to come. Thank you. Thank you, Isha. Dear shareholders, I am confident that Reliance Retail and its leadership team, led by Isha, would deliver exponential growth and become the largest segment within the group. I wish them all the very best. Dear shareholders, let me congratulate our oil and gas team for a spectacular turnaround, with production jumping 9 times and revenues crossing $1 billion. With 19 million standard cubic meters per day of production in ultra-deep water fields, KGD6 is contributing 20% of India's domestic gas production. With the MJ field commissioning, by end 2022, KGD6 would contribute nearly 30% of India's gas production and help meet India's growing demand, leading to an import saving of nearly $9 billion per year. This is a major source of clean and affordable energy for India, particularly in times of a significant global energy crisis.
Dear shareholders, our O2C business crossed rupees 5 lakh crore in annual revenues. The EBITDA of our O2C business crossed rupees 50,000 crores. We are committed to maximize oil to chemicals integration and convert our advantageous feedstock streams to value chemicals and materials. I am pleased to share that over the next 5 years, we will invest rupees 75,000 crores and expand capacities in existing and new value chains. First, in the polyester value chain, we will build one of the world's largest single train PTA plant of 3 million tons per annum capacity at Dahej. We will also invest in 1 million ton a year PET plant at Dahej. Both PTA and PET will be targeted for completion by 2026. We will also reinvest in polyester filament yarn and polyester staple fiber. Polyester expansion with a capacity of over 1 million tons will be completed in phases by 2026. Second, in the vinyl chain, we will more than triple our existing capacity by adding world-scale plants at Dahej and Jamnagar in India and the UAE. We target to complete 1.5 million tons of feedstock integrated PVC expansion at Dahej and Jamnagar in phases by 2026. We will also add capacities to make EDC and PVC at Ruwais, UAE, as a part of the TAZIS chemical zone. This will be in partnership with ADNOC and ADQ and targeted at fulfilling domestic demand of the region. With these expansions, Reliance will be amongst the top 5 producers of PVC globally. Third, consistent with our vision for new materials, we will build in phases India's first and one of the world's largest carbon fiber plants at Hazira with a capacity of 20,000 metric tons based on acrylonitrile feedstock. We will commence acrylonitrile production next year and aim to complete the first phase of the carbon fiber plant during 2025. We will further integrate our composite business with carbon fiber to produce carbon fiber composites. Besides other applications, carbon fiber composites are also used to meet the rapidly growing lightweighting requirements for mobility and renewable energy. Thus, carbon fiber promises to be a multi-decade growth engine for O2C. Friends, Reliance has championed the cause of sustainability through circular economy and is a leader in India's recycling of polyester and plastics. We will strengthen our leadership position in PET recycling by more than doubling our bottle recycling capacity to 5 billion bottles a year. I am further pleased to share that our scientists have also developed pathways to produce biodegradable and compostable plastics to completely replace single-use plastics. Dear friends, Reliance has commenced its journey to become net carbon zero with a set of concrete actions. Let me present one such initiative being pursued towards replacing fossil fuels with renewable alternatives. We have extensively started consuming biomass as a fuel to produce green energy at scale. I am pleased to share that within a span of just 1 year, we have replaced almost 5% of energy consumption at Dahej and Hazira sites by green power. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം
കുസൃതിയും നന്മതൻ തേടും പൂലനാള പേടികളെ പോകൂ മനസ്സുകളിൽ ചിന്നപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുന്നേ നമസ്കാരം. പ്രധാന വാർത്തകൾ. VKC Pride പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് India's pride, my pride. VKC Pride. Celebrate hard work. Within the next 2 months, that is by Diwali of 2022, we will launch Jio 5G across multiple key cities, including the metro cities of Delhi, Mumbai, Chennai and Calcutta. 5G വിപ്ലവത്തിന് തുടക്കമിടാൻ ജിയോ. രാജ്യത്തെ 4 മെട്രോ നഗരങ്ങളിൽ ദീപാവലിക്ക് ജിയോ 5G. അടുത്ത വർഷം അവസാനത്തോടെ രാജ്യം മുഴുവൻ സേവനം. ഗൂഗിൾ പങ്കാളിത്തത്തിൽ 5G സ്മാർട്ട് ഫോൺ പുറത്തിറക്കാനും പദ്ധതി. നിർണായക പ്രഖ്യാപനങ്ങൾ വാർഷിക ജനറൽ ബോഡിയിൽ. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളായ റിലയൻസ്. വരുമാനത്തിൽ 47% വർധനയെന്ന് മുകേഷ് അംബാനി. മാധ്യമ മേഖലയിലും വൻ കുതിപ്പ്. നവ ഊർജ്ജ മേഖലകളിൽ 75 കോടി നിക്ഷേപിക്കും. തൊടുപുഴയിൽ ഉരുൾപൊട്ടൽ. 4 വയസ്സുകാരനടക്കം 5 പേർക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ട ജില്ലയിൽ വ്യാപക മഴ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പരാമർശം വിവാദത്തിൽ. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ക്ഷേത്രങ്ങൾ കൈയടക്കുന്ന കാര്യം വസ്തുതയെന്ന് BJP. കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രതികരണമെന്ന് N വാസു. വിഴിഞ്ഞം സമരക്കാർക്ക് തിരിച്ചടി. ക്രമസമാധാനം തകർക്കാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. നിർമ്മാണം തടസ്സപ്പെടുത്തരുത്. പദ്ധതി പ്രദേശത്ത് ഇന്നും പ്രതിഷേധം.
KSRTCയിൽ സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി. വരവും ചെലവും തമ്മിൽ 96.5 കോടിയുടെ അന്തരം. ശമ്പള പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച വൈകിട്ട്. വിദഗ്ധ ചികിത്സയ്ക്കായി കോടിയേരി ചെന്നൈയിലേക്ക് തിരിച്ചു. യാത്ര എയർ ആംബുലൻസിൽ. കോടിയേരിയെ ഫ്ളാറ്റിലെത്തി കണ്ട് മുഖ്യമന്ത്രി. നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി ജി സുധാകരൻ. വിമർശനം ചരിത്രം ചിരിക്കുന്നു എന്ന കവിതയിൽ. ഗവർണറെ പുകഴ്ത്തി യു പ്രതിഭ MLA. ഗവർണറുടെ പെരുമാറ്റം മാതൃകാപരം. ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡ് വിതരണം വൈകിട്ട്. മുഖ്യാതിഥി ഗവർണർ. പുരസ്കാരം 15 വിഭാഗങ്ങളിൽ. മനുഷ്യരെ ചന്ദ്രനിലെത്തിക്കാനുള്ള ദൌത്യത്തിന്റെ ആദ്യ പരീക്ഷണം ഇന്ന്. ഡമ്മികളുമായുള്ള ആർടെമിസ് ദൌത്യം വൈകിട്ട് 6-ന്. പരീക്ഷണം കെന്നഡി സ്പേസ് സെന്റർ. വാർത്തകളിലേക്ക് വിശദമായി. ജിയോ ഡിജിറ്റൽ ഇന്ത്യ യാഥാർത്ഥ്യമാക്കിയെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ മുകേഷ് അംബാനി. ജിയോ 5G ലോകത്തിലെ ഏറ്റവും നൂതനമായ 5G സേവനമായിരിക്കും. ദീപാവലിക്ക് ഡൽഹി, മുംബൈ, കൊൽക്കത്ത നഗരങ്ങളിൽ 5G സേവനം ലഭ്യമാക്കും. 2023 അവസാനത്തോടെ രാജ്യം മുഴുവൻ 5G ലഭ്യമാക്കുമെന്നും മുകേഷ് അംബാനി പറഞ്ഞു. റിലയൻസിന്റെ വാർഷിക പൊതുയോഗത്തിലായിരുന്നു പ്രഖ്യാപനം. Within the next, that is by Diwali of 2022, we will launch Jio 5G across multiple key cities, including the metro cities of Delhi, Mumbai, Chennai and Calcutta. Subsequently, we plan to increase the Jio 5G footprint month after month until by December of 2023, which is less than 18 months from today, to deliver Jio 5G to every town, every taluka and every tehsil of our country. കോവിഡ് സൃഷ്ടിച്ച പ്രതികൂല സാഹചര്യത്തിലും എല്ലാ മേഖലയിലും രാജ്യത്തിന് മുന്നേറ്റമുണ്ടായെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി. ഇതിന് കാരണം ദീർഘവീക്ഷണത്തോടെയുള്ള ഭരണമെന്നും മുകേഷ് അംബാനി പറഞ്ഞു. We celebrated Azadi Ka Amrit Mahotsav, the 75th anniversary of India's independence. Our visionary Prime Minister, Shri Narendra Bhai Modi ji, in his most inspiring speech on August 15th, has given us a clear roadmap to make the next 25 years the most transformational in the history of our motherland. The Panch Pran, or the 5 imperatives he has articulated, will surely make India a developed nation by 2047. He has aptly described that the next 25 years is India's Amrit Kal, the era of elixir. Within the next one generation, India is set to achieve more than all the post-independent generations have collectively achieved so far. And Reliance is set to make a far greater contribution to India's prosperity and progress than we have done so far. റിലയൻസ് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളായെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ മുകേഷ് അംബാനി. 2.32 ലക്ഷം പേർക്ക് തൊഴിൽ നൽകി. റിലയൻസിന് സർവ്വമേഖലകളിലും കുതിപ്പുണ്ടായെന്നും മുകേഷ് അംബാനി. Reliance has continued to make all-around progress across its businesses. Our company became India's first corporate to cross $100 billion in annual revenues. Reliance's consolidated revenues grew 47% to 7.93 lakh crores or $104.6 billion. Reliance's annual consolidated EBITDA crossed the crucial milestone of 1.25 lakh crores. And in true We Care spirit, Reliance Foundation continued to benefit millions of people across the country. Reliance not only set higher benchmarks of serving the community, but also created business value and societal value on an unparalleled scale. Reliance's exports grew a massive 75% to cross 250,000 crores. We accounted for nearly 8.4% of India's merchandise exports in the year, up from 6.8% last year. During the year 22, Reliance continued to be the largest taxpayer in India.
Reliance's contribution to the national exchequer by way of various direct and indirect taxes increased 38.8% to 188,012 crores. Reliance also set new records in creating jobs for Indians. Reliance added 2.32 lakh jobs across all its businesses, with Reliance Retail becoming one of the largest employers in the country. ഇപ്പോൾ വിവരങ്ങളുമായി എം ജി മിഥുൻ ചേരുകയാണ്. മിഥുൻ, പോയ വർഷത്തെ നേട്ടങ്ങൾ, ഒപ്പം വരാനിരിക്കുന്ന വർഷത്തെ നിക്ഷേപ പദ്ധതികൾ എന്നിവ വിശദീകരിക്കുകയായിരുന്നു ആനുവൽ ജനറൽ മീറ്റിംഗിൽ ചെയർമാൻ മുകേഷ് അംബാനി. 5G ദീപാവലിയോടെ യാഥാർത്ഥ്യമാകും എന്നതാണ് ഏറ്റവും വലിയ പ്രഖ്യാപനം. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, റിലയൻസ് വാർഷിക പൊതുയോഗത്തിലാണ് ചെയർമാൻ മുകേഷ് അംബാനി സുസ്ഥിര വികസനത്തിനുള്ള സുപ്രധാന പദ്ധതികൾ പ്രഖ്യാപിച്ചത്. അടുത്ത 25 വർഷം ഇന്ത്യയുടെ അമൃത്കാലമെന്നാണ് മുകേഷ് അംബാനി വിശേഷിപ്പിച്ചത്. ലോകമാകെ സാമ്പത്തിക ഞെരുക്കത്തിലായിരുന്നു. പക്ഷേ റിലയൻസിന്റെ കയറ്റുമതിയിലും വലിയ രീതിയിലുള്ള വർധനവുണ്ടായി. 75% വർധനവുണ്ടാകാൻ സാധിച്ചു. ഒപ്പം തന്നെ റിലയൻസിന്റെ സർവ്വ മേഖലയിലും കുതിപ്പുണ്ടാക്കാനും സാധിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ 2.32 ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങൾ നൽകാനും റിലയൻസ് ഗ്രൂപ്പിന് സാധിച്ചു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിൽ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ജിയോ 5G സേവനങ്ങൾ തന്നെയാണ്. ദീപാവലിക്ക് ജിയോ ട്രൂ 5G ഉണ്ടാകും. ആദ്യത്തെ 3 മേഖലകളിൽ, അതായത് ഡൽഹി, മുംബൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളിലാണ് ആദ്യഘട്ടങ്ങളിൽ വരുന്നത്. അതിനുശേഷം 2023 ഡിസംബറിൽ രാജ്യം മുഴുവൻ ജിയോ 5G സേവനങ്ങൾ എത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാനതകളില്ലാത്ത ഡിജിറ്റൽ അനുഭവങ്ങളും ഒപ്പം തന്നെ സ്മാർട്ട് ഹോം സൊല്യൂഷനുകളും ഉപയോഗിച്ച 100 ദശലക്ഷത്തിലധികം വീടുകളെ ജിയോ 5G ബന്ധിപ്പിക്കും. ഒപ്പം തന്നെ ദശലക്ഷക്കണക്കിന് ചെറുകിട വ്യാപാരികളെയും ചെറുകിട ബിസിനസ്സുകളെയും വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് സാധിക്കും. ക്ലൗഡിൽ നിന്ന് വിതരണം ചെയ്യുന്ന അത്യാധുനിക പ്ലഗ് ആൻഡ് പ്ലേ സൊല്യൂഷനുകൾ ഉപയോഗിച്ച് അവരെ ശാക്തീകരിക്കും. ഒപ്പം തന്നെ ജിയോ 5G ഉപയോഗിച്ച റിലയൻസ് എല്ലാവരെയും എല്ലായിടത്തും ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്നതുമായ ഡേറ്റയുമായി ബന്ധിപ്പിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപനം നടത്തി. കൂടാതെ തന്നെ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം ആഗോള വിപണിയിൽ ഡിജിറ്റലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു പരിഹാരം ഇത് മുന്നോട്ട് വെക്കുമെന്ന് തങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. കൂടാതെ തന്നെ ഈ ജിയോ എയർ ഫൈബർ അടക്കം ഉടൻ പ്രഖ്യാപിക്കാനുള്ളൊരു നീക്കത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം ഫിക്സഡ് ബ്രോഡ്ബാൻഡിൽ 5G ലഭ്യമാക്കുക എന്ന് തന്നെയാണ്. കൂടാതെ തന്നെ മാധ്യമ മേഖലകളിലടക്കം വലിയ രീതിയിലുള്ള കുതിപ്പുണ്ടാക്കാൻ റിലയൻസ് ഗ്രൂപ്പിന് സാധിക്കുകയും ചെയ്തു എന്നുള്ള ഒരു പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. രേണുക, മാധ്യമ മേഖലയിൽ മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമ മേഖലയിലും റിലയൻസിന് കുതിപ്പെന്നാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാൻ മുകേഷ് അംബാനി പറഞ്ഞത്. ജിയോ മാർട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ വ്യാപാര ശൃംഖലയായി മാറിയിരിക്കുന്നു. 267 നഗരങ്ങളിൽ ജിയോ മാർട്ടിന്റെ സേവനം ഇപ്പോൾ ലഭ്യമാണ്. ഡിജിറ്റൽ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ ദിവസം 6 ലക്ഷം ഓർഡറുകൾ ലഭിക്കുന്നുവെന്നും മുകേഷ് അംബാനി വ്യക്തമാക്കി. സുപ്രധാന പ്രഖ്യാപനങ്ങൾ കൂടി നടത്തിയിരിക്കുന്നു. 5G വിപ്ലവത്തിന് തുടക്കമിടാനാണ് ജിയോ തയ്യാറെടുക്കുന്നത്. രാജ്യത്തെ 4 മെട്രോ നഗരങ്ങളിൽ ദീപാവലിക്ക് ജിയോ 5G ലഭ്യമാക്കും എന്ന സുപ്രധാന പ്രഖ്യാപനവും ഉണ്ടായിരിക്കുകയാണ്. മിഥുൻ, 5G വിപ്ലവത്തിന് തയ്യാറെടുത്തിരിക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യ യാഥാർത്ഥ്യമാക്കുന്നതിൽ ഇതുവരെ നൽകാൻ കഴിഞ്ഞ സേവനങ്ങൾ എന്താണ് എന്നത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ജിയോയുടെ മഹത്വം വിശദീകരിക്കുന്നുണ്ട്. അത് കൂടുതൽ ജനങ്ങളിലേക്ക്, മെട്രോ നഗരങ്ങളിലാണ് 5G തുടക്കമിടുന്നതെങ്കിൽ പോലും സാധാരണക്കാരന് പോലും അത് ലഭ്യമാകുന്ന തരത്തിലേക്ക് അതെങ്ങനെ വിപുലീകരിക്കും എന്ന കാര്യങ്ങൾ കൂടി വിശദീകരിക്കുന്നുണ്ട്. ഡിജിറ്റൽ മേഖലയിൽ ഊന്നിയാണ് വരും വർഷവും എന്നതിന്റെ ശക്തമായ സൂചനകൾ തന്നെയാണോ അദ്ദേഹം നൽകുന്നത്? തീർച്ചയായും ജിയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ സേവനദാതാക്കളാണ്. ജിയോ ഡിജിറ്റൽ ഇന്ത്യയെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ജിയോ 5G നെറ്റ്വർക്കിന് തുടക്കമിടുന്നത്. ജിയോയ്ക്ക് 42.11 കോടി മൊബൈൽ ഉപയോക്താക്കൾ നിലവിലുണ്ട്. ജിയോ ഇന്ത്യയിലെ ഏറ്റവും വലിയ 5G നെറ്റ്വർക്കായി മാറുന്ന ഒരു പശ്ചാത്തലമാണുള്ളത്. അതുകൊണ്ട് തന്നെ ജിയോ എയർ ഫൈബർ അടക്കം ഉടൻ പ്രഖ്യാപിക്കുകയും ചെയ്യും. ദീപാവലിക്ക് ജിയോ ട്രൂ 5G നടപ്പിലാക്കും. ഇത് ആദ്യഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ 3 നഗരങ്ങളിലാണ്, ഡൽഹി, മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ നടത്തും. പിന്നീട് ചെന്നൈ പോലുള്ള വൻകിട നഗരങ്ങളിലേക്ക് ഈ ഒരു പദ്ധതി എത്തുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ 2023 ഡിസംബറോടുകൂടി ഈ രാജ്യം മുഴുവൻ ജിയോ 5G സേവനങ്ങൾ ലഭ്യമാക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഞാൻ
സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമാനതകളില്ലാത്ത ഡിജിറ്റൽ അനുഭവങ്ങളും ഒപ്പം തന്നെ സ്മാർട്ട് ഹോം സൊല്യൂഷനുകളും ഉപയോഗിച്ച് ഏകദേശം 100 ദശലക്ഷത്തിലധികം വീടുകളെ ജിയോ 5Gയുമായി ാണ് ഒരു നീക്കം നടത്തുന്നത്. ഒപ്പം തന്നെ ദശലക്ഷക്കണക്കിന് ചെറുകിട വ്യാപാരികളെയും ചെറുകിട ബിസിനസ്സുകളെയും വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് സാധിക്കും. കൂടാതെ ക്ലൗഡിൽ നിന്ന് വിതരണം ചെയ്യുന്ന അത്യാധുനിക പ്ലഗ് ആൻഡ് പ്ലേ സൊല്യൂഷൻസുകൾ ഉപയോഗിച്ച് അവയെ ശാക്തീകരിക്കാൻ ഇതിലൂടെ സാധ്യമാകും. കൂടാതെ ജിയോ 5G ഉപയോഗിച്ച് റിലയൻസ് എല്ലാവരെയും എല്ലായിടത്തും ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്നതുമായ ഡേറ്റയുമായി ബന്ധിപ്പിക്കുമെന്നും അംബാനി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം ആഗോള വിപണിയിലടക്കം ഡിജിറ്റലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഈ ജിയോ 5Gയുടെ ഒരു പരിഹാരമാകാൻ അല്ലെങ്കിൽ ഒരു പരിഹാരമായി ഇത് മുന്നോട്ട് വെക്കുമെന്നും ഉള്ള ആത്മവിശ്വാസം തങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ഈ ഒരു വാർഷിക പൊതുയോഗത്തിൽ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ പ്രഖ്യാപിക്കുകയുണ്ടായി. കൂടാതെ തന്നെ മറ്റ് രംഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള കുതിപ്പ് ഉണ്ടാക്കാൻ ഈ ഒരു കോവിഡ് സൃഷ്ടിച്ച പ്രതികൂല സാഹചര്യത്തിലും എല്ലാ മേഖലയിലും രാജ്യത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു. ഇതിന് കാരണം ദീർഘവീക്ഷണത്തോടെയുള്ള ഭരണമാണ് എന്നും മുകേഷ് അംബാനി വ്യക്തമാക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും വ്യക്തമാക്കിയിരിക്കുന്നത് ലോകമാകെ സാമ്പത്തിക ഞെരുക്കത്തിലിരുന്നിട്ടും റിലയൻസിന്റെ കയറ്റുമതിയിലടക്കം 75% വർധനവുണ്ടാകുന്നു. റിലയൻസിന് സർവ്വമേഖലയിലും കുതിപ്പുണ്ടായി. 2.32 ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങൾ നൽകാനും റിലയൻസ് ഗ്രൂപ്പിന് സാധിച്ചു എന്നും അദ്ദേഹം ഈ ഒരു വാർഷിക പൊതുയോഗത്തിൽ വ്യക്തമാക്കി. ശരി, 5G വിപ്ലവത്തിന് തുടക്കമിടാനൊരുങ്ങുകയാണ് ജിയോ. രാജ്യത്തെ 4 മെട്രോ നഗരങ്ങളിൽ ദീപാവലിയോടെ 5G സേവനങ്ങൾ ലഭ്യമാകും. അടുത്ത വർഷം അവസാനത്തോടെ രാജ്യം മുഴുവനും 5G സേവനം ലഭ്യമാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. നിർണായക പ്രഖ്യാപനങ്ങൾ വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ചെയർമാൻ മുകേഷ് അംബാനി നടത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് MG മിഥുൻ നൽകിയത്. ഇടവേള. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂലനാള. പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ശീലകൾ ചാർത്തിടുമേ.
തൊടുപുഴ കുടയത്തൂർ സംഗമം ജംഗ്ഷന് സമീപം ഉരുൾപൊട്ടലിൽ 5 വയസ്സുള്ള കുഞ്ഞടക്കം ഒരു കുടുംബത്തിലെ 5 പേർക്ക് ദാരുണാന്ത്യം. കുടയത്തൂർ സ്വദേശി സോമൻ, അമ്മ തങ്കമ്മ, ഭാര്യ ജയ, മകൾ ഷിമയുടെ മകൻ ദേവാനന്ദ് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി മുതൽ പെയ്ത അതിതീവ്ര മഴയ്ക്ക് പിന്നാലെയാണ് ഉരുൾപൊട്ടലുണ്ടായത്. സോമനും കുടുംബവും ഉറങ്ങിക്കിടക്കുന്നതിനിടെയാണ് ഉരുൾപൊടുന്നതിനെ ഇരച്ചെത്തിയത്. പാറക്കൂട്ടവും വൻമരങ്ങളും വീട് തൂത്തെറിഞ്ഞു. വീടിന്റെ തറഭാഗം മാത്രമാണ് അവശേഷിപ്പിച്ചത്. വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തുമ്പോഴേക്കും വീട് പൂർണ്ണമായും ഒലിച്ചു പോയിരുന്നു. വീടിന് മുകളിലെ മലയിൽ നിന്നുമാണ് ഉരുളെത്തിയത്. വീടിരുന്ന സ്ഥലത്തിന് താഴെ നിന്നാണ് ആദ്യം മൃതദേഹങ്ങൾ ലഭിച്ചത്. തങ്കമ്മയുടെ മൃതദേഹം ആദ്യം കണ്ടെത്തി. പിന്നീട് മറ്റ് 4 പേർക്കായി മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ. 10:30 എല്ലാവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. സോമന്റെയും ഭാര്യ ജയയുടെയും മൃതദേഹം വീട് നിന്നിരുന്ന സ്ഥലത്തു നിന്നുമാണ് കണ്ടെത്തിയത്. ഇതിന് തൊട്ടടുത്ത കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി. അവര് താമസിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ വീണ്ടും ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഞങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. നല്ല ഉയരത്തു നിന്നാണ് ഉരുള് പൊട്ടി വന്നിട്ടുണ്ട്. ഇടയിലുള്ളൊരു പാറ തട്ടി വന്നതുകൊണ്ട് മറ്റു വിധത്തിലേക്ക് മാറിപ്പോയില്ല, അല്ലെങ്കിൽ 10-30ഓളം വീടുകൾ അപകടത്തിൽപ്പെട്ടത്. മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ തൊടുപുഴ പുളിയൻമല റോഡിലൂടെയുള്ള രാത്രിയാത്രയ്ക്ക് കളക്ടർ നിരോധനം ഏർപ്പെടുത്തി. സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. തൊടുപുഴയിൽ ദുരന്ത ഭൂമിക്കടിയിൽ കുടുങ്ങിപ്പോയ 2 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സഹായമായത് 2 പോലീസ് നായ്ക്കൾ. ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ ഡോണയും ഏഞ്ചലുമാണ് ഉരുൾപൊട്ടലിൽപ്പെട്ട സോമനും ഭാര്യ ജയയും മണ്ണിനടിയിലായ സ്ഥലം കണ്ടെത്തിയത്. നേരത്തെ പെറ്റുമുടി ദുരന്തത്തിലും ഡോണയുടെ സേവനം പ്രശംസിക്കപ്പെട്ടിരുന്നു. വീടിന് 100 മീറ്റർ അകലെ നിന്നായി ആദ്യം തങ്കമ്മയുടെ മൃതദേഹം കണ്ടെത്തി. തൊട്ടു പിന്നാലെ ദേവാനന്ദിന്റെയും ഷിമയുടെയും മൃതദേഹങ്ങളും. പിന്നീട് മണിക്കൂറുകൾ തിരച്ചിൽ നടത്തിയെങ്കിലും സോമനെയും ജയയെയും കണ്ടെത്താനായില്ല. ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ നായ്ക്കളായ ഡോണയും ഏഞ്ചലുമാണ് പ്രവർത്തനത്തിന് തുണയായത്. പരിസരം ആകെ തിരഞ്ഞു നടന്ന ഡോണയും ഏഞ്ചലും വീട് നിലനിന്നിരുന്ന സ്ഥലത്തെത്തി നിലയുറപ്പിച്ചു. ഇതോടെയാണ് താഴെ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്ന സംഘം തിരച്ചിൽ മുകൾ ഭാഗത്തേക്ക് മാറ്റിയത്. നായ്ക്കൾ നിന്നയിടത്തെ മണ്ണ് നീക്കിയുടൻ ജയയുടെ മൃതദേഹം കണ്ടെത്തി. തൊട്ടു പിന്നാലെ സോമന്റെയും. ഡോണ ഇതിനു മുൻപ് പെട്ടിമുടി, കൊക്കയാർ എന്നിവിടങ്ങളിൽ നടന്ന ഉരുൾപൊട്ടലിലെ തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ച 2 നായ്ക്കളും ഇടുക്കി ഡോഗ് സ്ക്വാഡിലുള്ളവരാണ്. പെട്ടിമുടി രക്ഷാദൌത്യത്തിൽ പങ്കെടുത്തതിന് ഡോണയ്ക്ക് സംസ്ഥാന ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. പത്തനംതിട്ടയിൽ ഇന്നലെ രാത്രിയുണ്ടായ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷം. മല്ലപ്പള്ളിയിലെ ചുങ്കപ്പാറ ടൗണിലും വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ പല സ്ഥലങ്ങളിലും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. അപ്രതീക്ഷിതമായി ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിലാണ് ചുങ്കപ്പാറ ടൗണിലെ കടകളിലും വീടുകളിലും വെള്ളം കയറിയത്. മലയോര മേഖലയിൽ പെയ്ത കനത്ത മഴയിൽ തോടുകളും ഓടകളും കരകവിഞ്ഞതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. മല്ലപ്പള്ളി കോട്ടാങ്ങലിൽ കാർ തോട്ടിൽ ഒലിച്ചുപോയി. വെണ്ണിക്കുളം വാളക്കുഴി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. പത്തനംതിട്ട റിംഗ് റോഡിൽ വെള്ളം കയറിയതോടെ റാന്നി ഭാഗത്തേക്കും ഗതാഗതം തടസ്സപ്പെട്ടു. തിരുവല്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മല്ലപ്പള്ളി, ചുങ്കപ്പാറ, ഐരൂർ, കോഴഞ്ചേരി, നാരങ്ങാനം പ്രദേശങ്ങളിലാണ് കനത്ത മഴ ലഭിച്ചത്. കോന്നിയിൽ 114 മില്ലിമീറ്റർ മഴയാണ് രാത്രിയിൽ ലഭിച്ചത്. ചുങ്കപ്പാറയിലും പത്തനംതിട്ടയിലും വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ സന്ദർശിച്ചു. ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും വരും മണിക്കൂറിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പത്തനംതിട്ട. കോട്ടയത്തും വ്യാപക മഴക്കെടുതി. രാത്രി പെയ്ത ശക്തമായ മഴയിൽ പാമ്പാടി, നെടുങ്കുന്നം പ്രദേശങ്ങളിൽ വീടുകളിൽ വെള്ളം കയറി. തോടുകൾ നിറഞ്ഞു കവിഞ്ഞു. നെടുങ്കുന്നം നെടുങ്കണ്ണി പാലത്തിലടക്കം വെള്ളം കയറി. ഗതാഗതം തടസ്സപ്പെട്ടു. രാവിലെ മഴ കുറഞ്ഞതോടെ വെള്ളം ഇറങ്ങാൻ തുടങ്ങി.
സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം ഒഴികെ മറ്റ് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ശക്തമായ മഴ 5 ദിവസം തുടർന്നേക്കും. ഇടുക്കിയിൽ പിതാവിന്റെ ഓട്ടോറിക്ഷ ഇടിച്ച് മകൾക്ക് ദാരുണാന്ത്യം. കട്ടപ്പന വെള്ളിലാകണ്ടം സ്വദേശികളായ സജേഷ്, ശ്രീകുട്ടി ദമ്പതികളുടെ 2.5 വയസ്സുള്ള മകൾ ഹൃദ്രികയാണ് മരിച്ചത്. ഇന്ന് രാവിലെ വീട്ടുമുറ്റത്താണ് അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഇടവേള. കേരളത്തിന്റെ വ്യവസായ സംരംഭക ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് ആദരം. ന്യൂസ് 18 കേരള ബിസിനസ് അവാർഡുകൾ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മാനിക്കുന്നു. വൈകിട്ട് 5:30 കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂലതാള. പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ.
വ്യവസായ വാണിജ്യ രംഗങ്ങളിൽ കേരളത്തിന്റെ അഭിമാന താരങ്ങളെ തെരഞ്ഞെടുത്ത് ആദരിക്കുന്ന ന്യൂസ് 18 കേരളം ബിസിനസ് അവാർഡുകളുടെ പ്രഖ്യാപനവും സമർപ്പണവും വൈകിട്ട് 5:30 കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ നടക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വിവിധ ബിസിനസ് മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെയും മികവ് തെളിയിച്ച ബ്രാൻഡുകളെയുമാണ് പുരസ്കാരം നൽകി ആദരിക്കുന്നത്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ അവിടെ നിന്നും ചേരുകയാണ്. സുവി, ചടങ്ങുകൾ 5:30 ആരംഭിക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണോ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? രേണുക, ന്യൂസ് 18 കേരളത്തിന്റെ പ്രഥമ ബിസിനസ് അവാർഡുകൾ ഇന്ന് സമർപ്പിക്കുകയാണ്. അതിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാരിയറ്റ് ഹോട്ടലിലാണ് ഈ ചടങ്ങ് നടക്കുക. വൈകിട്ട് 5 മണിക്കാണ് ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ചീഫ് ഗസ്റ്റ് മുഖ്യ അതിഥിയായി എത്തുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അദ്ദേഹത്തോടൊപ്പം ബിസിനസ് രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഈ ചടങ്ങിൽ സജീവ സാന്നിധ്യമാകും. ന്യൂസ് 18 കേരളത്തിന്റെ പ്രഥമ ബിസിനസ് അവാർഡാണ് ഇന്ന്, അവാർഡ് എഡിഷനാണ് ഇന്ന് നടക്കുന്നത്. നേരത്തെ മറ്റ് പല വിധത്തിലുള്ള അവാർഡുകളും ഷോകളും മറ്റും നടത്തിയിരുന്നുവെങ്കിലും കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഇവന്റ് ന്യൂസ് 18 സംഘടിപ്പിക്കുന്നത്. ഏതായാലും ഒരുക്കങ്ങൾ ഇപ്പോൾ അന്തിമ ഘട്ടത്തിലാണ്. 5 മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കും എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത്. ഒപ്പം ഈ ആരിഫ് മുഹമ്മദ് ഖാനോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ MP ഹൈബി ഈഡൻ ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ എത്തിച്ചേരും. പ്രധാനമായും വിദ്യാഭ്യാസം, ബാങ്കിംഗ്, ടെക്നോളജി ഉൾപ്പെടെയുള്ള സമഗ്ര മേഖലകളിലെ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കാണ് അവാർഡുകൾ സമർപ്പിക്കുന്നത്. 14 വിഭാഗങ്ങളിലാണ് ഈ അവാർഡുകൾ നൽകുന്നത്. ഏതായാലും ഈ ഷോ, അതായത് ഈ അവാർഡ് പ്രഖ്യാപനവും അതുപോലെ തന്നെ അവാർഡ് സമർപ്പണവും ലൈവ് തത്സമയം ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുള്ള ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. രേണുക, സുവി വിശ്വനാഥാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. 5 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിക്കുക. 5:30 പുരസ്കാര സമർപ്പണം നടക്കുക. ഗവർണറാണ് മുഖ്യാതിഥി. വിവാദ പരാമർശവുമായി സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. വരുമാനം കണ്ട് ഹിന്ദു ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ ശ്രമിക്കുകയാണ് എന്ന് ഇന്ദു മൽഹോത്ര വിവാദ പ്രസ്താവന നടത്തി. താനും ജസ്റ്റിസ് യു ലളിതും ചേർന്നാണ് ഈ നീക്കം തടഞ്ഞതെന്നും അവർ പറയുന്നു. So what happens with these communist governments, they want to just take over because of the revenue. Their problem is the revenue. All over they've taken over. All over. Only Hindu temples. So Justice Lalit and I said no, we will not allow it. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പരാമർശത്തോടുള്ള പ്രതികരണങ്ങളിലേക്ക്. അവർ പറഞ്ഞതിൽ എന്തെങ്കിലും പിശകുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് അവർ വളരെ സീനിയർ ആയിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ഒരു ജഡ്ജിയാണ്. അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. അവർ പറഞ്ഞ അഭിപ്രായം വാസ്തവത്തിൽ അത് രാജ്യത്തെ നീതിന്യായ പീഠത്തിൽ ഉന്നതമായ പദവിയിൽ ഇരുന്ന ഒരാളിൽ നിന്ന് അത്തരം ഒരു അഭിപ്രായം പുറത്തു വന്നത് വളരെ ഉചിതമായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജനങ്ങൾക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ ഇവരെ പോലുള്ള ആളുകൾ തുറന്നു പറയുമ്പോഴാണ് അവർക്ക് കൂടുതലായി ബോധ്യപ്പെടുന്നത്. ഇന്ദു മൽഹോത്ര ഉദ്ദേശിച്ചെങ്കിൽ അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ആ മാന്യ മഹതി കേരളത്തിലെ ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ മനസ്സിലാക്കാതെയാണോ അത്തരം ഒരു പ്രസ്താവന നടത്തിയത് എന്ന് ഞാൻ സംശയിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് പറയാം, കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരു വരുമാനവും സർക്കാർ എടുത്തുകൊണ്ട് പോകുന്നില്ല. മാത്രമല്ല, ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ ഭക്തന്മാരുടെ ആചാരപരമായ കാര്യങ്ങൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന സർക്കാർ മുടക്കുന്നത്. അത് മാറി മാറി വന്ന എല്ലാ സർക്കാരുകളും ചെയ്തിട്ടുണ്ട്. KSRTCയെ രക്ഷിക്കാൻ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന് മന്ത്രി ആന്റണി രാജു. ഇതിന് തൊഴിലാളി യൂണിയനുകൾ സഹകരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. 12 മണിക്കൂർ ഡ്യൂട്ടി പറയുന്ന സർക്കാരിന് തീവ്ര വലതുപക്ഷ നയമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. KSRTC ജീവനക്കാർക്ക് ഇത്തവണ കണ്ണീരോണമാകുമെന്നും പ്രതിപക്ഷം പറഞ്ഞു. മേയിലെ കണക്ക് പ്രകാരം KSRTCയുടെ വരുമാനം 192.67 കോടി രൂപ. ചെലവ് 289.32 കോടി. വരവ് ചെലവാന്തരം 96.65 കോടി രൂപ. കോവിഡും വിലവർദ്ധനവും കാരണം പ്രതിസന്ധിയിലായ KSRTCയെ രക്ഷിക്കാൻ 12 മണിക്കൂർ സിംഗിൾ ഡ്യൂട്ടി അനിവാര്യമാണ് എന്ന് ആന്റണി രാജു.
പ്രൊഫസർ സുശീൽ ഖന്ന റിപ്പോർട്ടിലും പ്രതിപാദിക്കുന്ന സിംഗിൾ ഡ്യൂട്ടി സംവിധാനം നടപ്പിലാക്കിയാൽ നിലവിൽ ഓടിക്കാൻ കഴിയാതെ കിടക്കുന്ന ഏതാണ്ട് 1300ഓളം ബസ്സുകൾ, സാർ 800 ബസ്സുകൾ ടോട്ടൽ ഐഡിയലായി കിടക്കുകയാണ് സാർ. 500 ബസ്സുകൾ ചെറിയ റിപ്പയർ നടത്തി നമുക്ക് ഓടിക്കാൻ കഴിയുന്ന വിധത്തിലാണ് സാർ. ബസ്സുകൾ നിലവിലുള്ള ജീവനക്കാരെ കൊണ്ട് തന്നെ ഓടിച്ച് അധിക വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് മാനേജ്മെന്റ് കണ്ടെത്തിയിരിക്കുന്നത്. 8 മണിക്കൂർ ജോലി എന്ന സന്ദേശവുമായി മെയ് ദിനം ആഘോഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് 12 മണിക്കൂറിന് വേണ്ടി വാദിക്കുന്നത് എന്ന് പ്രതിപക്ഷം. നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് തൊഴിലാളികൾ 12 മണിക്കൂർ ജോലി ചെയ്യണം, സ്റ്റിയറിംഗിൽ പിടിച്ചിരിക്കുന്ന സമയം 8 മണിക്കൂർ വേണം. വ്യവസായ മന്ത്രിക്കും തൊഴിൽ മന്ത്രിക്കും അതിനോട് യോജിപ്പുണ്ടോ? ആ 12 മണിക്കൂർ ജോലി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ CITU നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പുറകിൽ നിന്ന് കൈയടിക്കുന്നത് കേട്ടിട്ട് വളരെ രസകരമായി സാർ തോന്നി. 6 വർഷം കൊണ്ട് KSRTCയെ LDF എല്ലും തോലുമാക്കി. സുശീൽ ഖന്ന റിപ്പോർട്ട് വലിച്ചുകീറിയാൽ KSRTC രക്ഷപ്പെടും. ആദ്യമായി സർക്കാരിനോട് പറയുകയാണ്, സാർ ഈ സുശീൽ ഖന്ന റിപ്പോർട്ട് വലിച്ചുകീറി ചവറ്റുകുട്ടയിലെറിഞ്ഞാൽ ഈ KSRTC രക്ഷപ്പെടും സാർ. സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കുന്നതിൽ യൂണിയനുകളുമായി മുഖ്യമന്ത്രി ഈ ആഴ്ച തന്നെ ചർച്ച നടത്തുമെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങുമെന്നും മന്ത്രി. ന്യൂസ് 18 തിരുവനന്തപുരം. വിഴിഞ്ഞത്ത് ക്രമസമാധാനം തകർക്കാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. സമരം സമാധാനപരമായി നടത്തണം. നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെടുത്തി സമരം പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. സമരത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് അദാനി ഗ്രൂപ്പാണ് ഹർജി നൽകിയത്. വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ മത്സ്യത്തൊഴിലാളികളുടെ സമരം 14ാം ദിവസവും ശക്തം. തുറമുഖ നിർമ്മാണ മേഖലയിലെ പ്രതിഷേധത്തിനൊപ്പം കടൽ മാർഗവും പ്രതിഷേധം സംഘടിപ്പിച്ചു. മുതലപ്പുഴയിൽ നിന്നും 30ഓളം ബോട്ടുകൾ തുറമുഖ നിർമ്മാണ പ്രദേശം വളഞ്ഞായിരുന്നു പ്രതിഷേധം. ശാന്തിപുരം, പുതുക്കുറിച്ചി, പൂത്തൂറ, തായമ്പള്ളി ഇടവകകളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഇന്ന് പ്രതിഷേധിച്ചത്. തുറമുഖ കവാടത്തിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡുകൾ മറിച്ചിട്ട് മത്സ്യത്തൊഴിലാളികൾ നിർമ്മാണ മേഖലയിൽ കൊടിനാട്ടി. സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് ലത്തീൻ അതിരൂപത അറിയിച്ചു. ഒരിടവേള കൂടി. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂലതാള. പേടികളെ പോകൂ
വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്ക് ആദരം. ന്യൂസ് 18 കേരള ബിസിനസ് അവാർഡുകൾ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മാനിക്കുന്നു. 2022 ഓഗസ്റ്റ് 29 വൈകിട്ട് 5:30 കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറിയായി കെ സലീംകുമാർ തെരഞ്ഞെടുക്കപ്പെട്ടു. ES ബിജിമോളും സലീംകുമാറും തമ്മിലായിരുന്നു മത്സരം. 51 അംഗ കൌൺസിലിൽ 43 വോട്ട് കെ സലീംകുമാറിന് ലഭിച്ചു. കോട്ടയത്തിന് പിന്നാലെ ഇടുക്കിയിലും കാനം പക്ഷത്തിന് തോൽവി നേരിട്ടിരിക്കുകയാണ്. പ്രിൻസ് ചേരുന്നു. പ്രിൻസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രണ്ടു ദിവസങ്ങളായി നടന്നുവരുന്ന CPI ഇടുക്കി ജില്ലാ സമ്മേളനം സമാപിക്കുകയാണ്. ജില്ലാ കൌൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 51 അംഗ കൌൺസിൽ ആണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം നടന്നിരിക്കുന്നു. സലീംകുമാറും തിരുമേനി MLA ആയിരുന്ന ES ബിജിമോളും തമ്മിലാണ് മത്സരം നടന്നത്. എന്നാൽ കെ സലീംകുമാർ 43 കൌൺസിലിൽ 43 അംഗങ്ങളുടെ പിന്തുണയും ലഭിച്ചു. ഇന്ന് ഇതോടെ കാനം പക്ഷത്തിന്റെ വീണ്ടും കോട്ടയത്തിന് പിന്നാലെ ഇടുക്കി നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. കൌൺസിലിന്റെ അടിയന്തര യോഗം പിന്നീട് ചേരുകയും മറ്റു ഭാരവാഹികളെയും തെരഞ്ഞെടുക്കുമെന്നുള്ളതാണ് നമ്മൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ശരി, പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണനെ വിദഗ്ധ ചികിത്സകൾക്കായി ചെന്നൈയിലേക്ക് മാറ്റി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും എയർ ആംബുലൻസിലാണ് കോടിയേരിയെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഫ്ളാറ്റിലെത്തി കോടിയേരിയെ കണ്ടു. ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായതോടെയാണ് വിദഗ്ധ ചികിത്സയ്ക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാവും ചികിത്സ. ഇന്നലെ തന്നെ അപ്പോളോ ആശുപത്രി അധികൃതർ തിരുവനന്തപുരത്തെത്തി. 11:30 എയർ ആംബുലൻസിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ അടക്കം അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. AKG സെന്ററിന് സമീപത്തെ ഫ്ളാറ്റിൽ നിന്നും ആംബുലൻസിലാണ് കോടിയേരി ബാലകൃഷ്ണനെ വിമാനത്താവളത്തിൽ എത്തിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും വീട്ടിലെത്തി കോടിയേരിയെ സന്ദർശിച്ചു. പാർട്ടി നേതാക്കളും മന്ത്രിമാരും അടക്കമുള്ള പ്രമുഖർ ഇന്നലെ മുതൽ അദ്ദേഹത്തെ ഫ്ളാറ്റിലെത്തി സന്ദർശിക്കുന്നുണ്ട്. ക്യാൻസർ രോഗബാധിതനായ കോടിയേരി ബാലകൃഷ്ണന് നേരത്തെ അമേരിക്കയിലടക്കം വിദഗ്ധ ചികിത്സ നൽകിയിരുന്നു. ആരോഗ്യസ്ഥിതി മെച്ചമായതോടെ രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ സജീവമായി. എന്നാൽ ആരോഗ്യം വീണ്ടും മോശമായതോടെയാണ് കൂടുതൽ വിദഗ്ധ ചികിത്സ നൽകാൻ പാർട്ടി തീരുമാനിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. CPM നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി വീണ്ടും G. സുധാകരന്റെ കവിത. ചരിത്രം ചിരിക്കുന്നു എന്ന പേരിൽ എഴുതിയ കവിതയിലാണ് പരോക്ഷ വിമർശനം. എറണാകുളം സമ്മേളനത്തിന് ശേഷം ബ്രാഞ്ച് അംഗമായാണ് സുധാകരൻ പ്രവർത്തിക്കുന്നത്. നേതൃത്വത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനിടെയാണ് വീണ്ടും കവിത. തന്നെ സമ്മർദ്ദത്തിലാക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. CPM വിമർശനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് പ്രതികരണം. ഭരണഘടനയും നിയമവും അനുസരിച്ച് മാത്രമേ തനിക്ക് മുന്നിലെത്തുന്ന ഏത് കടലാസിലും ഒപ്പിടൂ എന്നും ഗവർണർ കോട്ടയത്ത് പറഞ്ഞു. Well, they are free to say anything. They are free to do anything. We live in a democracy. Why do you find any problem with these statements? I do not mind them. But one thing is certain. I cannot be pressurized. That is certain. I respect the right of assembly to adopt any measure. They have full freedom, they have full authority. But I have certain obligations to perform, certain duties to perform. I have to ensure that whatever paper I sign I meet the requirements of it being in consonance with the provisions of the Constitution, the law and its spirit. ഓണത്തിന് സർക്കാർ ജീവനക്കാർക്ക് ബോണസായി 4000 രൂപയും ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവ ഭത്തയായി 2750 രൂപയും നൽകും. പെൻഷൻകാർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവ ഭത്തയായി 1000 രൂപ ലഭിക്കും. എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20000 രൂപയും അനുവദിക്കും. പാർട്ട് ടൈം കണ്ടിജന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് അഡ്വാൻസ് 6000 രൂപയാണ്. കഴിഞ്ഞ വർഷം ഉത്സവ ഭത്ത ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് അതേ നിരക്കിൽ ഈ വർഷവും ഉത്സവ ഭത്ത ലഭിക്കും. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തത് പ്രകാരമുള്ള സർവകലാശാല നിയമ ഭേദഗതി ബിൽ സഭയിൽ വെച്ചു. VC നിയമനങ്ങളിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്നതാണ് ബിൽ.
ഓഗസ്റ്റ് 1 മുൻകാല പ്രാബല്യത്തോടെയാണ് ബിൽ സബ്ജക്ട് കമ്മിറ്റി പാസാക്കിയത്. ബിൽ UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വിയോജനക്കുറിപ്പ് നൽകിയിരുന്നു. ചർച്ചകൾക്ക് ശേഷം വ്യാഴാഴ്ച ബിൽ പാസാക്കും. സിൽവർ ലൈൻ സമരക്കാർക്കെതിരെ എന്തിനാണ് ക്രിമിനൽ കേസെടുത്തതെന്ന് ഹൈക്കോടതി. സമരക്കാർ ക്രിമിനലുകളല്ല, സാധാരണക്കാരായ ജനങ്ങളാണ്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണമെന്നും ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു. സമരക്കാർക്കെതിരെ കേസെടുത്തതിൽ സർക്കാർ നിലപാടെന്തെന്ന് അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇനി ഹർജി പരിഗണിക്കുമ്പോൾ കേസ് സംബന്ധിച്ച വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കണം. സെപ്റ്റംബർ 26 കേസ് വീണ്ടും പരിഗണിക്കും. ഒരിടവേള കൂടി. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം, പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം, കുഞ്ഞാറ്റ കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേൻ തേടും പൂലനാള. പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുന്നേ. മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനുള്ള നാസയുടെ ആർട്ടമിസ് ദൗത്യത്തിന്റെ വിക്ഷേപണം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 6:03 ഒറിയോൺ എന്ന യാത്രാ പേടകവുമായി റോക്കറ്റ് കുതിച്ചുയരും. 4 പേർക്ക് സഞ്ചരിക്കാവുന്ന പേടകത്തിൽ 3 ഡമ്മികളുമായുള്ള പരീക്ഷണം വിജയിച്ചാൽ മനുഷ്യരുമായുള്ള നാസയുടെ യാത്രാ പദ്ധതിക്ക് തുടക്കമാകും.
അരനൂറ്റാണ്ടിനു ശേഷം ചന്ദ്രന്റെ മുറ്റത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള ശാസ്ത്ര പദ്ധതിയുടെ ആദ്യ ദൗത്യം ഇന്ന്. ഇത്തവണ ആളില്ലാ പരീക്ഷണം. 4 പേർക്ക് സഞ്ചരിക്കാവുന്ന ഓറിയോൺ പേടകത്തിൽ കാംബേസ്, ഹെൽഗ, സോഗാർ ഡമ്മികളുമായാണ് സ്പേസ് ലോഞ്ച് സിസ്റ്റം റോക്കറ്റ് കുതിച്ചുയരുക. നാസയുടെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. നാൽപ്പത്തിരണ്ട് ദിവസവും 3 മണിക്കൂറും 20 മിനിറ്റുമെടുത്ത് ഒക്ടോബർ 10 പേടകം തിരികെ ഭൂമിയിൽ പ്രവേശിക്കും. ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ 2760 ഡിഗ്രി ചൂടാണ് പേടകം അതിജീവിക്കേണ്ടി വരിക. ഇത് വിജയിച്ചാൽ മനുഷ്യരുമായുള്ള യാത്രയ്ക്കുള്ള തുടക്കമാകും. ദൗത്യത്തിനായി നാസ ചെലവിടുന്നത് $23 ബില്യൺ, ഏകദേശം 1,84,000 കോടിയോളം രൂപ. മുമ്പ് മനുഷ്യരെ എത്തിച്ച അപ്പോളോ പേടകത്തേക്കാൾ വിശാലമാണ് ഓറിയോൺ പേടകം. സയൻസ് ഡെസ്ക്, ന്യൂസ് 18. നിപ്പ ബാധിച്ച് മരിച്ച സിസ്റ്റർ ലിനിയുടെ മക്കൾക്ക് കൂട്ടായി ഇനി പ്രതിഭയുണ്ടാകും. ലിനിയുടെ ഭർത്താവ് സജീഷും കൊയിലാണ്ടി സ്വദേശിനി പ്രതിഭയും വിവാഹിതരായി. വടകര ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹം. നിപ കാലത്ത് നൊമ്പരമായിരുന്നു നഴ്സ് ലിനി. നിപ രോഗികളെ പരിചരിക്കുകയും പിന്നീട് രോഗം ബാധിച്ചതറിഞ്ഞ് ചികിത്സയിലിരിക്കെ വിദേശത്തായിരുന്ന ഭർത്താവിനയച്ച കത്തും ഇന്നും മലയാളികൾ മറക്കില്ല. ലിനിയുടെയും സജീഷിന്റെയും മക്കൾ ഋതുലും സിദ്ധാർത്ഥും അമ്മയുടെ സ്നേഹസ്പർശമില്ലാതെയാണ് വളർന്നത്. എന്നാൽ ഇപ്പോൾ സജീഷിന്റെ ജീവിതത്തിലേക്ക് കൊയിലാണ്ടി പൊയിൽക്കാവ് സ്വദേശിനി പ്രതിഭ എത്തുകയാണ്. ഇവരുടെ വിവാഹം ലോകനാർക്കാവ് ക്ഷേത്രത്തിൽ ലളിതമായ ചടങ്ങിൽ നടന്നു. മൂന്ന് മക്കളെയും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഇതുവരെ നിങ്ങൾ കൊടുത്ത എല്ലാ കരുതലും സ്നേഹമൊക്കെ ഉണ്ടാവുന്നു. ഞാൻ ഇത് ഇങ്ങനെ ഒരു തീരുമാനിച്ച സമയത്ത് തന്നെ ശൈല ടീച്ചറാണ് ആദ്യം വിളിച്ചത്. ശൈല ടീച്ചറോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കല്യാണത്തിന് വരാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ചടങ്ങ് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത കല്യാണത്തിന് ശേഷം നേരിട്ട് വന്ന് അനുഗ്രഹിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 2018 ലിനിയുടെ മരണശേഷം വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയ സജീഷിന് ഇപ്പോൾ സർക്കാർ ജോലിയുണ്ട്. മുൻ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ആശംസകൾ അറിയിച്ചു. ന്യൂസ് 18 വടകര. പ്രേം നസീർ വിദ്യാരത്ന പുരസ്കാരം മദർ തെരേസ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്. നിലവാരമുള്ള പഠന സേവന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. മദർ തെരേസ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജിംഗ് ഡയറക്ടർ ബി ശ്രീലത ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. മദർ തെരേസ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരുവനന്തപുരം ബി ശ്രീലതയ്ക്ക് പ്രേം നസീർ വിദ്യാരത്ന പുരസ്കാരം സമർപ്പിക്കുന്നു. ഓർമ്മകളിൽ എന്ന ചിത്രത്തിന്റെ ഓഡിയോ പ്രകാശനം നടന്നു. ഒരിടവേളയ്ക്ക് ശേഷം ശങ്കർ നായകനായി ശക്തമായ തിരിച്ചുവരവ് നടത്തുന്ന ചിത്രമാണ് ഇത്. പ്രീമിയർ സിനിമാസിന്റെ ബാനറിൽ എം വിശ്വപ്രതാപ്. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. അത്തം 10-നാണ് പൊന്നോണം. ഞാനും വരുന്നു ന്യൂസ് 18-ൽ 10 വിഭവങ്ങളുമായി. അത്തം മുതൽ തിരുവോണം വരെ 10 വിഭവങ്ങൾ. പപ്പടം, പഴം, പായസം. സിന്ദൂരം ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം പിന്നില
കുസൃതിയും നന്മതൻ തേടും പൂലതാള പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ ചാർത്തുന്നു ചെമ്പകപ്പൂമുറ്റം പിന്നില പാലാണോ മന്ദാരപ്പൂന്തോട്ടം കുഞ്ഞാറ്റക്കുരുവിയും പൊൻതിങ്കൾ കുസൃതിയും നന്മതൻ തേടും പൂലതാള പേടികളെ പോകൂ മനസ്സുകളിൽ ചിങ്ങപ്പൂവനിയായി പൊന്നും കതിരുകളെ തുമ്പിപ്പൂങ്കുടകൾ ചൂടി കസവുവയിൽ ചേലകൾ ചാർത്തിടുമേ ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. VKC Pride പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് India's pride, my pride. VKC Pride, celebrate hard work. Within the next 2 months, that is by Diwali of 2022, we will launch Jio 5G across multiple key cities, including the metro cities of Delhi, Mumbai, Chennai and Calcutta. 5G വിപ്ലവത്തിന് തുടക്കമിടാൻ ജിയോ. രാജ്യത്തെ 4 മെട്രോ നഗരങ്ങളിൽ ദീപാവലിക്ക് ജിയോ 5G.
അടുത്ത വർഷം അവസാനത്തോടെ രാജ്യം മുഴുവൻ സേവനം. ഗൂഗിൾ പങ്കാളിത്തത്തിൽ 5G സ്മാർട്ട് ഫോൺ പുറത്തിറക്കാനും പദ്ധതി. നിർണായക പ്രഖ്യാപനങ്ങൾ വാർഷിക ജനറൽ ബോഡിയിൽ. രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിൽദാതാക്കളായി റിലയൻസ്. വരുമാനത്തിൽ 47% വർധനയെന്ന് മുകേഷ് അംബാനി. മാധ്യമമേഖലയിലും വൻ കുതിപ്പ്. നവ ഊർജ്ജ മേഖലകളിൽ 75 കോടി നിക്ഷേപിക്കും. തൊടുപുഴയിൽ ഉരുൾപൊട്ടൽ. 4 വയസ്സുകാരനടക്കം 5 പേർക്ക് ദാരുണാന്ത്യം. പത്തനംതിട്ട ജില്ലയിൽ വ്യാപക മഴ. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ പരാമർശം വിവാദത്തിൽ. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ക്ഷേത്രങ്ങൾ കൈയടക്കുന്നത് വസ്തുതയെന്ന് BJP. കാര്യങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രതികരണമെന്ന് എൻ വാസു. വിഴിഞ്ഞം സമരക്കാർക്ക് തിരിച്ചടി. ക്രമസമാധാനം തകർക്കാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. നിർമ്മാണം തടസ്സപ്പെടുത്തരുത്. പദ്ധതി പ്രദേശത്ത് ഇന്നും പ്രതിഷേധം. KSRTCയിൽ സിംഗിൾ ഡ്യൂട്ടി നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി. വരവും ചെലവും തമ്മിൽ 96.5 കോടിയുടെ അന്തരം. ശമ്പള പ്രതിസന്ധിയിൽ മുഖ്യമന്ത്രിയുമായി വൈകിട്ട് ചർച്ച. വിദഗ്ധ ചികിത്സയ്ക്കായി കോടിയേരി ചെന്നൈയിലേക്ക് തിരിച്ചു. യാത്ര എയർ ആംബുലൻസിൽ. കോടിയേരിയെ ഫ്ളാറ്റിലെത്തി കണ്ട് മുഖ്യമന്ത്രി. നേതൃത്വത്തിനെതിരെ ഒളിയമ്പുമായി G സുധാകരൻ. വിമർശനം ചരിത്രം ചിരിക്കുന്നു എന്ന കവിതയിൽ ഗവർണറെ പുകഴ്ത്തി യു പ്രതിഭ MLA. ഗവർണറുടെ പെരുമാറ്റം മാതൃകാപരം. ന്യൂസ് 18 കേരള